നാരായണാഖിലഗുരോ ഭഗവൻ നമസ്തേ. പിന്നെ ഗുരുവായൂരപ്പ സർവേശ്വര. അനവധി വർഷം മുമ്പ് 2004 ഡിസംബർ മാസത്തിൽ ഞാനൊരു പരസ്യം ചെയ്തതിന് ശേഷം, ഒരു ജ്വല്ലറിയുടെ പരസ്യം ചെയ്തതിന് ശേഷം അതിൻ്റെ എഡിറ്റ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഡ്രൈവർ മദ്രാസിലെ സ്റ്റുഡിയോയിൽ ഓടി വന്നിട്ട് പറയാണ്, സാർ കടൽ തണ്ണി ഉള്ള വന്തടിച്ച് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് ഇറങ്ങണം എന്ന് പറയുന്നു. പിറ്റേ ദിവസം ആ ജ്വല്ലറിയുടെ വളരെ ആശിച്ചുണ്ടാക്കുന്ന ഒരു ബ്രാഞ്ച്, അന്ന് വെറും 2 ബ്രാഞ്ചാണ്, വെറും 2 ബ്രാഞ്ച്. അതിൽ 3ാമത്തെ ബ്രാഞ്ചിൻ്റെ ഉദ്ഘാടനം, അതിനെത്തിക്കണം ആ ടേപ്പ് സൺ ടി വി കൊണ്ടു കൊടുക്കണം. അങ്ങനെ ഞാൻ സൺ ടി വിയുടെ അകത്തേക്ക് ചെല്ലുമ്പോൾ കാണുന്നത് നിങ്ങൾ ദശാവതാരം സിനിമയിൽ കണ്ടതുപോലെ അനവധി മോണിറ്ററുകളിൽ കടലൂർ, നാഗപട്ടണം, കരുനാഗപ്പള്ളി, ഓരോ സ്ഥലത്തും മനുഷ്യർ നെഞ്ഞത്തടിച്ച് കരയുന്നതും ഒരു ഭീകരമായിട്ടുള്ള രംഗം. ആ രംഗം കണ്ടിട്ട് അവിടുന്ന് ടേപ്പും കൊടുത്തിട്ട് ഇറങ്ങുമ്പോൾ എനിക്കൊരു വിളി വരികയാണ്, ഈ ഗ്രാമത്തിലൊരമ്മ അശോക് നഗറിൽ കുടുങ്ങി കിടപ്പുണ്ട്, അവരെ എങ്ങനെയെങ്കിലും ശരത്ത് പാലക്കാട് എത്തിക്കണം. അപ്പോഴേക്ക് എയറോഡ്രോം അടച്ചു, മീനമ്പാക്കം എയർപോർട്ട് ക്ലോസ് ചെയ്തു, മദ്രാസ് സെൻട്രൽ സ്റ്റേഷൻ ക്ലോസ് ചെയ്തു, ഒരു വരാനും വഴിയില്ല. അവസാനം ഞങ്ങൾ ഈ സിനിമയ്ക്ക് പ്രൊഡക്ഷൻ ഉപയോഗിക്കുന്ന ഒരു കോളിസ് എടുത്തിട്ട് ഞാൻ ആ അമ്മയും കൊണ്ട് ഇവിടെ കല്യാണിൻ്റെ വീട്ടിലേക്ക് വരികയാണ്. അതൊരു മറക്കാനാവാത്ത യാത്രയാണ്. അന്നാണ് ഞാൻ ഈ ഗ്രാമത്തിൻ്റെ ഉള്ളിൽ ആദ്യമായിട്ട് കാലുകുത്തണം, 2004. അന്ന് രാവിലെ പുലർച്ചെയാണ് ഇവിടെ എത്തണത്. എത്തി കുളിക്കുക പോലും ചെയ്യേണ്ട, ഭഗവാൻ ഇവിടെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ അമ്പലത്തിൻ്റെ മുന്നിൽ പോയിട്ട് തൊഴുതിട്ട് എന്തെങ്കിലും വന്നിട്ട് നന്നായി തൊഴാന്ന് പറഞ്ഞ് പോയതാണ്. പക്ഷേ ഇന്നേ വരെ ഇതിൽ കൂടെ ഒക്കെ പോയിട്ടുണ്ടെങ്കിലും അകത്തേക്ക് വിളിച്ചിട്ടില്ല. അപ്പോൾ നിങ്ങൾ എന്നെ വിളിച്ചിരിക്കുന്നു ഇവിടേക്ക്. ഭഗവാൻ ഇത്ര എത്തിച്ചു, അവിടെ ഒരു ദിവസം എത്തിക്കുന്നു വിചാരിക്കാം. ആദ്യം തന്നെ ഇവിടുത്തെ ഗ്രാമസമൂഹത്തിനോട് മനസ്സ് നിറഞ്ഞ നന്ദി അറിയിക്കുന്നു ഇവിടേക്ക് ക്ഷണിച്ചതിൽ. വാസ്തവത്തിൽ രാമായണത്തിനെ കുറിച്ചിട്ട് കർക്കിടക മാസം തുടങ്ങുമ്പോൾ നമ്മുടെ നാട്ടിൽ ഒരു പ്രളയം പോലെ പ്രഭാഷണങ്ങൾ വരും. രാമനെക്കുറിച്ച് ആകെ ഓർക്കണം 30 ദിവസം അതാണ്. അത് കഴിഞ്ഞാൽ രാമൻ വെറും ഒരു രാഷ്ട്രീയ വസ്തുവാണ്. ഇതിപ്പോൾ ഇനിയിപ്പോൾ ഇന്ന് വൈകുന്നേരം എൻ്റെ ഭാഗ്യത്തിന് എന്താ പറയുക, ഒരു മനോഹരമായ വിഷയമാണ് ഇവിടെ പഴയ നടക്കാവ് പാണ്ഡ്യ സമൂഹത്തിൽ വേദശ്രവണ മഹാത്മ്യം. വാസ്തവത്തിൽ അതുണ്ടായത് കൊണ്ടാണ് ഈ പ്രഭാഷണം ഇന്നിവിടെ ഉണ്ടായത്. അത് വടക്കുന്നാഥൻ കൂത്തമ്പലത്തിൽ നടക്കേണ്ടതായിരുന്നു. അപ്പോൾ അവിടെ അറ്റകുറ്റപ്പണിയായതുകൊണ്ട് അത് പാണ്ഡ്യ സമൂഹ മഠത്തിലേക്ക് മാറ്റുകയാണ് ചെയ്തത്. നാളെ ഗുരുവായൂർ രുക്മിണി റീജൻസിയിൽ നാരായണീയമായിട്ട് ബന്ധപ്പെട്ടിട്ട്, അപ്പോൾ അതുകൊണ്ട് രാമായണം അവിടെ പിടിച്ചിട്ടില്ല. പക്ഷേ 15-ാം തീയതി തിരുവനന്തപുരത്ത് കേരള ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ രാമായണ മാസം സംസ്ഥാനതല ഉദ്ഘാടനമാണ്. ഉദ്ഘാടനം നമ്മളെ കൊണ്ടാണ് ഗുരുവായൂരപ്പൻ ചെയ്യിപ്പിക്കുന്നത് ഇത്തവണ. അപ്പോൾ അതിൻ്റെ പ്രഭാഷണം തുടങ്ങി പിന്നെ രാമായണം മാത്രമാണ്. ഈ 30 ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ രാമൻ്റെ കഥ പറയട്ടെ എന്ന് എവിടെയും ചോദിച്ചാൽ കർക്കിടകമല്ലല്ലോ, വേറെ വല്ലതും മതി എന്ന് പറയും. നമ്മളങ്ങനെയാണ് അല്ലേ? നമ്മൾ ഒക്ടോബർ ആ മാസം, സെപ്റ്റംബർ വന്ന ദേവി മാത്രം, നവരാത്രി, വേറെ ഒന്നും പറയാൻ സമ്മതിക്കില്ല. നവംബർ മാസം വന്നു കഴിഞ്ഞാൽ സ്വാമി മാത്രം, അയ്യപ്പസ്വാമി മാത്രം. ആ ഒരു ജാനുവരിയൊക്കെ ആയാൽ മുരുകനൊരു ചെറിയ ചാൻസൊക്കെ കിട്ടും, തൈപ്പൂയൊക്കെ വരുന്നതുകൊണ്ട് ചെറിയൊരു ചാൻസൊക്കെ കിട്ടും. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് കുറച്ച് അവിയല, ഇതാണ് പതിവ്. അപ്പോൾ പല സ്ഥലങ്ങളിലും, ഇപ്പോൾ തിരുവില്ലാമല പോലുള്ള മഹാക്ഷേത്രങ്ങളിൽ രാമനാമത്തിനെ കുറിച്ച് പറയുമ്പോഴും, അതല്ല ഇപ്പോൾ എറണാകുളത്തപ്പൻ്റെ അവിടെ രാമായണത്തിലെ മഹാദേവനെ കുറിച്ച് പറയണ കാലത്തും, അതേപോലെ തന്നെ പാലക്കാട് ഒറ്റപ്പാലത്തിൻ്റെ അടുത്ത് ഒരു ദേവീക്ഷേത്രത്തിൽ രാമായണത്തിലെ ദുർഗയെക്കുറിച്ച് പറയുമ്പോഴും, അതിനു മുമ്പുണ്ടായിട്ടുള്ള അനവധി പ്രഭാഷണങ്ങൾ ഓരോ കഥാപാത്രത്തിനെ എടുത്തിട്ട്, വാൽമീകി മാത്രം, രാവണൻ മാത്രം, സുഗ്രീവൻ മാത്രം, ബാലി മാത്രം, ഹനുമാൻ സ്വാമി മാത്രം, ദശരഥൻ മാത്രം ഒക്കെ എടുത്തിട്ട് പ്രഭാഷണങ്ങൾ ചെയ്യുമ്പോഴും ഒരു സാധാരണ ഗൃഹസ്ഥൻ എന്നുള്ള നിലയ്ക്ക് ചോദ്യങ്ങൾ ചോദിക്കണ ഒരു സംശയാലുവായിട്ട് വളർന്നൊരു കുട്ടി എന്നുള്ള നിലയ്ക്ക്, ആ കുട്ടി ഇപ്പോഴും അകത്ത് മരിക്കാത്തതുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യാൻ പറ്റണത്. അന്വേഷിച്ചിരുന്നൊരു കാര്യമാണ്, നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് രാമായണം എങ്ങനെ എത്രമാത്രം ഉപകാരപ്പെടുന്നുണ്ട്.
കഥ വായിച്ചിട്ടോ പുണ്യം നേടിയിട്ടോ അതിൻ്റെ മന്ത്രശക്തി കൊണ്ടല്ല. അതൊന്നും പറയേണ്ട ആവശ്യമില്ല. അതൊക്കെ അവിടെ ഓൾറെഡി ഉണ്ട്. ടണ്ണ് കണക്കിന് എന്താ പറയുക, അതിനെക്കുറിച്ചൊക്കെ സംഭാഷണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. രാമായണം ഇങ്ങനെ വായിക്കണം, അങ്ങനെ വായിക്കണം. അപ്പോൾ രാമായണം അങ്ങോട്ട് ആ മാസം തുടങ്ങുമ്പോഴേക്കും ഫേസ്ബുക്കിൽ തുടങ്ങി. ഇതപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടു, ഗുരുവായൂരപ്പനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ അതിൻ്റെ സ്ഥിരമായിട്ട് പോസ്റ്റ് ചെയ്യുന്ന ഒരാളാണ് എഴുതിയിരിക്കുക, രാമായണം രാത്രി 8 മണിക്ക് ശേഷമേ വായിക്കാവൂ, വടക്കോട്ട് നോക്കിയിട്ടേ വായിക്കാവൂ, അല്ലാത്ത സമയത്ത് വായിക്കരുത്. കാലങ്ങളായിട്ട് അടിച്ചേൽപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മണ്ടത്തരം. ഹനുമാൻ സ്വാമി നാമം ജപിക്കുമ്പോൾ രാമായണം വായിക്കരുത്. ഈ ഹനുമാൻ സ്വാമി ഇന്ത്യയിൽ തന്നെ ഇരിക്കണമെന്ന് എന്താ ഉറപ്പ്? ഇപ്പം ഈ നിമിഷം സന്ധ്യയുള്ള സ്ഥലങ്ങളുണ്ട്. അദ്ദേഹം സന്ധ്യയ്ക്ക് മാത്രം നാമം ജപിക്കണവനായിരുന്നെങ്കിൽ അദ്ദേഹം സന്ധ്യയുള്ള സ്ഥലങ്ങളിലായിരിക്കും എപ്പോഴും. ഭാരതത്തിൽ സന്ധ്യ അല്ലാത്തപ്പോൾ അദ്ദേഹം ഭാരതത്തിലായിരിക്കില്ല. അദ്ദേഹം സദാ മന്ത്രം ജപിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. തനിക്ക് വേണ്ടി രാമായണം വായന മുടക്കാൻ അദ്ദേഹം പറഞ്ഞിട്ടുമില്ല. ഇത്ര അക്ഷരം തള്ളി, അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്ത്, ഇത്ര തിരി വിളക്കിട്ട്, അങ്ങോട്ട് നോക്കിയിരുന്ന് ഇങ്ങോട്ട് നോക്കിയിരുന്ന്, ഇതിൻ്റെ ഇടയിൽ നമ്മൾ നഷ്ടപ്പെടുത്തി കളയണത് രാമനാണ്. ഞാനൊരു ചെറിയ കഥ പറഞ്ഞിട്ട് തുടങ്ങാം. ഞാൻ സത്യം പറഞ്ഞാൽ അങ്ങനെ ഇടയിൽ കഥ പറയാമെന്നല്ലാണ്ട് തുടക്കത്തിലൊരു കഥ പറയും. ഈ കഥ കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഞാൻ എന്താ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു ധാരണ വരും. ഞാനിവിടെ ഇരുന്നൊരു ആചാര്യൻ പറയണമെന്നൊന്നും കാണണ്ട. ഞാൻ എപ്പോഴും പറയാം, നമ്മൾ കൂടപ്പുറപ്പുകൾ ഇരിക്കുന്നു. നിർഭാഗ്യവശാൽ നിങ്ങളുടെ കയ്യിൽ മൈക്ക് തന്നിട്ടില്ല, ഭാഗ്യം കൊണ്ട് എൻ്റെ കയ്യിലാണ് മൈക്ക്. അപ്പോൾ അതുകൊണ്ട് പറയണമെന്ന് മാത്രം. 42 വർഷമായിട്ട് ഒരാൾ, നമുക്ക് അയാളെ ശങ്കരൻ എന്ന് വിളിക്കാം. 42 വർഷമായിട്ട് ഒരാൾ ഓരോ കർക്കിടക മാസം 1-ാം തീയതി ആയാൽ പൊടി തട്ടിയെടുക്കുക അധ്യാത്മരാമായണം. വിളക്ക് കൊളുത്തും, 30 ദിവസവും വായിക്കും. അസലായിട്ട് വായിക്കും, മുടങ്ങുകയില്ല. മഴ എത്ര പെയ്താലും, ഇപ്പോഴത്തെ കഥയല്ല, കുറച്ച് കാലം മുമ്പുണ്ടായ കഥയാണ്. മഴ എത്ര പെയ്താലും, ദേഹത്തിന് എത്രമാത്രം ക്ഷീണമുണ്ടായാലും, വൈകുന്നേരം 6 മണിയായി കഴിഞ്ഞാൽ അദ്ദേഹം വിളക്ക് കൊളുത്തും. ഒരു സംശയമില്ല. അദ്ദേഹത്തിൻ്റെ അധ്യാത്മരാമായണത്തിൽ സ്ത്രീകൾ ശിരസിൽ മുടിയിൽ ചൂടുന്ന മാതിരി ഒരു തുളസിക്കതിർ എപ്പോഴും കുത്തിവെക്കും അദ്ദേഹം, അതിൻ്റെ ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. ഗ്രന്ഥത്തിൻ്റെ താളുകളൊക്കെ പഴകി മഞ്ഞച്ച് പോയിട്ടുണ്ടായിരുന്നു. മിക്ക വരികളും അങ്ങേർക്ക് കാണാണ്ടി അറിയായിരുന്നു. നമുക്കൊക്കെ ഈ ലളിതാസഹസ്രം വിഷ്ണുസഹസ്രം വായിക്കുമ്പോൾ ഒരു സൂക്കടുണ്ടല്ലോ, കാണാതെ പറയാൻ പുസ്തകം കയ്യിലുണ്ടെങ്കിൽ ഒരു അഹങ്കാരം കാണിക്കലുണ്ട്. ദേവി നിഷ്കർഷിച്ചിട്ടുണ്ട്, മഹാദേവൻ നിഷ്കർഷിച്ചിട്ടുണ്ട്, കാണാതെ പഠിച്ചാലും ഗ്രന്ഥം നോക്കാതെ വായിക്കരുത് ഒരു ഗ്രന്ഥവും. പക്ഷെ നമ്മളങ്ങനെയല്ല, വായിച്ചുകൊണ്ട് അതെടുത്ത് വയ്ക്കുമോ, ഇവിടെ ചൊല്ലിക്കൊണ്ട് ഇങ്ങനെ കാണിക്കും. കണ്ടിട്ടുണ്ടോ? അപ്പോൾ രാമായണം കാണാതെ അറിയാമെന്നുള്ളതുകൊണ്ട് അദ്ദേഹം തെങ്ങിൽ എത്ര തേങ്ങയുണ്ട് നോക്കും, ഇനി മഴയത്തൊക്കെ വീണു പോവോ നോക്കും, പട്ട വീണുണ്ടോ, തൂങ്ങിയിട്ടുണ്ടോ, എവിടെ ഉത്തരത്തിൽ എവിടെ ചോർച്ച, ഇതൊക്കെ നോക്കിക്കൊണ്ടാണ് ഈ വായന. ഗ്രാമത്തിലുള്ള ആൾക്കാരൊക്കെ പറയും, ഇതാ കണ്ടിട്ട് നമ്മളെ കൊണ്ടൊന്നും പറ്റില്ല, ആ ശങ്കരേട്ടനെ മാതിരി ഭക്തിയുള്ള ഒരാൾ ഈ നാട്ടിലില്ല. അത്രയും നിഷ്കർഷയാണ് അദ്ദേഹം ഇത് വായിക്കുന്നത്. പക്ഷെ വീട്ടിലുള്ള ചുമരുകൾക്ക് മാത്രം ഒരു രഹസ്യം അറിയായിരുന്നു. വീട്ടിലെ ചുമരുകൾക്ക് ഈ രഹസ്യം അറിയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വളരെ രസകരമായിട്ടുള്ളൊരു കാര്യമാണ്. ശങ്കരൻ നായർ രാമായണം വായിക്കുന്നുണ്ടായിരുന്നു, പക്ഷെ രാമായണം ജീവിക്കുന്നുണ്ടായിരുന്നില്ല. രാമായണം വായിക്കുന്നവർ ലോകത്തിൽ അനവധിയുണ്ട്, രാമായണത്തെ ജീവിക്കുന്നവർ വളരെ കുറവാണ്. എന്നിട്ട് പറയുകയും ചെയ്യും അതൊക്കെ അന്നത്തെ കാലത്തല്ലേ നടക്കുള്ളൂ എന്ന് പറയുന്ന നമ്മുടെ ഒരു ന്യായീകരണം പറയുകയും ചെയ്യും. അങ്ങനെയാണെങ്കിൽ ആ ഗ്രന്ഥം തൊടാൻ പാടില്ല, ആ ഗ്രന്ഥം തൊടാൻ പാടില്ല. തൊടുകയാണെങ്കിൽ അത് ജീവിക്കണം, ആവുന്നത് പോലെ ജീവിക്കണം. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പ്രശ്നം എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് ഏകദേശം 1 കിലോമീറ്ററിൻ്റെ താഴെ, ഒരു 1/2 കിലോമീറ്ററിൻ്റെയും 3/4 കിലോമീറ്ററിൻ്റെ ഇടയിലുള്ള ഒരു സ്ഥലത്ത് ഏകദേശം ഇവരുടെ വിസ്തൃതമായിട്ടുള്ള പുരയിടം കഴിഞ്ഞിട്ട് ആ പറമ്പിൻ്റെ അതിർത്തി, അതായത് വേലി, പിന്നെ കുറച്ച് എന്താ പറയുക, അങ്ങനെ വേലി കെട്ടിത്തിരിക്കാത്ത കുറച്ച് നിലം, അത് കഴിഞ്ഞാൽ ഒരു പറമ്പുണ്ട്. ആ പറമ്പിൻ്റെ അകത്ത് ഇയാളുടെ സ്വന്തം അനിയൻ ദാമോദരൻ നായർ താമസിക്കുന്നുണ്ട്. സ്വന്തം അനിയൻ, ഇത് ശരിക്കുണ്ടായ കഥയാണ്, ഇത് ശരിക്കുണ്ടായ സംഭവമാണ്. 22 വർഷമായിട്ട് ചേട്ടനും അനിയനും തമ്മിൽ കണ്ട് സംസാരിച്ചിട്ടില്ല. 22 കൊല്ലമായിട്ട്
തമ്മിൽ കണ്ട് സംസാരിച്ചില്ല. അച്ഛൻ്റെ ഭൂമി വീതം വെച്ച സമയത്ത് എന്തോ ഒരു തർക്കമുണ്ടായി. ഒരു അതിരിൽ ഒരു തെങ്ങ്, ആ തെങ്ങ് ഇവിടെ വേണോ അവിടെ വേണോ എന്നുള്ളതായിരുന്നു പ്രശ്നം. ഒരു കോപത്തിൻ്റെ വാക്കിൽ എന്തോ കയറി അങ്ങോട്ട് പറഞ്ഞു, തിരിച്ച് ഇങ്ങോട്ടൊന്ന് പറഞ്ഞു, ഒരടി വീണു, കേസായി. അതിനുശേഷം മൗനമായി. കേസ് ഇപ്പോഴും അവിടെ കിടപ്പുണ്ട്, പക്ഷെ മൗനം. കേസിനെക്കാട്ടിലും ഘനാണ്, കേസിൻ്റെ ഫയലിനെക്കാട്ടിലും ഘനാണ് ചേട്ടനും അനുജനും തമ്മിൽ ഉണ്ടായ മൗനം. വർഷങ്ങൾ കടന്നുപോയി. ആ തെങ്ങൊക്കെ ഏതോ ഒരു മഴയിൽ ഏതോ ഒരു കർക്കിടകത്തിൽ കടപുഴകി വീഴുകയും ചെയ്തു. പക്ഷേ ശങ്കരൻ നായരുടെ ഹൃദയത്തിൽ ആ തെങ്ങ് അവിടെ തന്നെയുണ്ട്. ആ തെങ്ങിൻ്റെ താഴെ നിന്നുണ്ടായ അടിയും അതേമാതിരി തന്നെയുണ്ട്. ആ അതിരുവേലിയും അവിടെ തന്നെയുണ്ട്. ദാമോദരനെ ഓർക്കുമ്പോൾ എന്നാലും അവൻ എന്നോട് അങ്ങനെ ചെയ്തില്ലേ എന്നുള്ള ഒരു തീയ് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പുകഞ്ഞുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് അറിയണ കഥയായിരിക്കും ഇത്. നമ്മുടെ ഒക്കെ വീടുകളിലും ജീവിതങ്ങളിലും ഉണ്ടായിട്ടുള്ള കഥയാണ്. ഇതാണ് രാമായണം, ഇതാണ് ശരിയായ രാമായണം. അങ്ങനെ രാമായണം വായിക്കുന്ന സമയത്ത് പണ്ട് ചെറുപ്പത്തിൽ മുറ്റത്തേക്ക് നോക്കിയിട്ട് ഫ്രണ്ടിൽ വിളക്ക് കൊളുത്തി വെച്ചിട്ട് മുത്തശ്ശിയുടെ കിഴുക്ക് കിട്ടുമെന്ന് പേടിച്ചിട്ട് ചേട്ടനും അനിയനും കൂടി ഇരുന്ന് രാമായണം വായിക്കണത് ഇയാൾക്ക് ഓർമ്മ വരും. അപ്പോൾ ഇയാൾ കരയും. എന്നാലും അനിയനെ പോയി കാണില്ല. ഈഗോ, അത്ര ഗംഭീര ഈഗോണ്. രാമൻ്റെ വനവാസം വരുമ്പോൾ പൊട്ടിക്കരയും, ഭക്തി. ദശരഥൻ്റെ മരണം വരുമ്പോൾ അതൊക്കെ അടച്ചു വെച്ച് കരയും, ഭക്തി അല്ലേ? അടച്ചു വെച്ച് 2 മിനിറ്റ് കഴിഞ്ഞാൽ കണ്ണീര് പറ്റും. ഗ്രന്ഥം തുറന്നിരിക്കുമ്പോൾ കരച്ചിൽ വരും, ഗ്രന്ഥം അടച്ചാൽ കണ്ണീര് അവസാനിച്ചു. അനുജൻ്റെ പേര് ആ സമയത്ത് ആരെങ്കിലും അതിൽ കൂടെ പോണ വഴിക്ക് ഏതെങ്കിലും ഒരാളുടെ പേര് ദാമോദര എന്ന് വിളിക്കണ കേട്ടാൽ അത് ഭഗവാന്റെ ആണെങ്കിൽ പോലും ഇയാളുടെ മുഖം കല്ലാവും. ഇയാളുടെ ഭക്തി സ്വിച്ച് ഓഫ് ആക്കാനുള്ള ബെസ്റ്റ് പരിപാടി ദാമോ എന്ന് പറഞ്ഞാൽ മതി. അത്രയും ദേഷ്യം. അങ്ങനെ 42 വർഷം 42 പൂർണ്ണ രാമായണങ്ങൾ വായിച്ച കർക്കിടക മാസങ്ങൾ കടന്നുപോയി. ഒരു മാറ്റവും. അങ്ങനെ ഒരു കർക്കിടകത്തിൽ 42 വർഷം കഴിഞ്ഞ് 43ാമത്തെ കർക്കിടകത്തിൽ മകള് കല്യാണം കഴിഞ്ഞിട്ട് ഭർത്താവിൻ്റെ കൂടെ ഒരു നഗരത്തിലായിരുന്നു. മകൾക്കൊരു മകളുണ്ട്, ചെറിയ കുട്ടിയാണ്, അവൾക്ക് 7-8 വയസ്സേ ഉള്ളൂ. അവൾക്ക് മീനാക്ഷി എന്ന പേര്. മകൾക്ക് നാട്ടിലേക്ക് ട്രാൻസ്ഫറായി. നാച്ചുറലി വീട്ടിൽ വന്ന് നിൽക്കും. വീട്ടിൽ വന്ന് നിൽക്കുമ്പോൾ ഈ പേരക്കുട്ടിയെ അടുത്ത് കിട്ടുന്നത് ഇയാൾക്ക് അപ്പോഴാണ്. അപ്പോൾ അമ്മ ജോലിക്ക് പോണ ദിവസങ്ങളിൽ ഈ കർക്കിടകത്തിൽ ഭയങ്കര മഴയും, കുട്ടിക്ക് ക്ലൈമറ്റ് പെട്ടെന്ന് പറ്റിയില്ല. നഗരത്തിനെക്കാട്ടിലും ഗ്രാമത്തിലും മഴയുണ്ട്. കുട്ടിക്ക് പനി പിടിച്ചു. അതുകൊണ്ട് അവൾ സ്കൂളിൽ പോകണില്ല. അവൾ ഇവരുടെ കൂടെ വീട്ടിലുണ്ട്. അപ്പോൾ മുത്തശ്ശൻ വായിക്കണ സമയത്ത് മുത്തശ്ശൻ്റെ അടുത്ത് പോയിട്ടിരിക്കും, വായന കേൾക്കും, ചോദ്യങ്ങളൊക്കെ ചോദിക്കും. അങ്ങനെ ആ ദിവസം ശങ്കരൻ നായർ ഒരു ഭാഗം വായിക്കുകയും, ഭരതൻ്റെ ഭാഗം വായിക്കും. രാമൻ കാട്ടിലേക്ക് പോയതിന് ശേഷം ഭരതൻ അയോധ്യയിലേക്ക് മടങ്ങി വരുന്നു. സിംഹാസനം അദ്ദേഹത്തിൻ്റെ മുന്നിൽ ഇങ്ങനെ ഇരിക്കുന്നു. പെറ്റ അമ്മ ആ ഭരതന് വേണ്ടിയിട്ടാണ് ആ സിംഹാസനം നേടിക്കൊടുത്തത്. പക്ഷെ ഭരതൻ അതിലിരുന്നില്ല, കാട്ടിപ്പോയി. ചേട്ടൻ്റെ അടുത്ത് തിരിച്ചു വരാൻ പറഞ്ഞിട്ട് കാലിൽ പിടിച്ച് കരഞ്ഞു, കെട്ടിപ്പിടിച്ച് കരഞ്ഞു. രാമനും കരഞ്ഞു, പക്ഷെ വിസമ്മതിച്ചു. ഞാൻ നിൻ്റെ ഒപ്പം കരച്ചിലൊപ്പമുണ്ട്, പക്ഷെ നീ പറഞ്ഞ ആവശ്യത്തിന് ഞാൻ ഒപ്പമില്ല. അപ്പോൾ ചേട്ടൻ കാലിലിടണ പാദുകങ്ങൾ എനിക്ക് തരണം എന്ന് പറഞ്ഞിട്ട് അത് മേടിച്ച് ശിരസിൽ വെച്ച് അതിനെ എഴുന്നള്ളിച്ചു കൊണ്ടുവന്ന് അയോധ്യയിൽ കൊണ്ടുവന്ന് സിംഹാസനത്തിൻ്റെ മുകളിൽ സൂര്യവംശം മുഴുവൻ, ഇക്ഷ്വാകുവിൻ്റെ വംശം മുഴുവൻ ഇരുന്ന സിംഹാസനത്തിൽ നാരായണൻ്റെ പാദുകങ്ങൾ വെച്ചു. പ്രപഞ്ച ചക്രവർത്തിയായിട്ടുള്ള ഭഗവാന്റെ പാദുകങ്ങളെ സിംഹാസനത്തിൽ വെച്ചിട്ട് അദ്ദേഹം ഭരിച്ചു. 14 വർഷം ആ പാദുകങ്ങളുടെ സേവകനായിട്ടിരുന്നു. പാദുകങ്ങളോട് ചേട്ടാന്ന് വിളിച്ച് സംസാരിച്ചു, പാദുകങ്ങൾക്ക് ഭക്ഷണം കൊടുത്തു, പാദുകങ്ങളെ കുളിപ്പിച്ചു, പാദുകങ്ങൾക്ക് അർച്ചന ചെയ്തു. താഴെ നിരത്തിരുന്നിട്ട് രാജ്യനീതി നടപ്പിലാക്കുമ്പോൾ പാദുകങ്ങളോട് അഭിപ്രായം ചോദിച്ചു. കണ്ണടച്ച് ധ്യാനിക്കും. അപ്പോൾ ഭഗവാൻ മനസ്സിൽ പറയണതാണ് രാജ്യത്ത് നടത്തി. ഇങ്ങനെ അനിയൻ രാജ്യം ഭരിക്കുമ്പോൾ സ്വന്തം അനിയൻ്റെ ഭാര്യയെ തൻ്റെ ഭാര്യയാക്കി വെച്ച വാലിയെ വധിച്ചിട്ട് അസ്ത്രം നെഞ്ചിൽ കൊണ്ട് കിടക്കുമ്പോൾ, കഥകളിയിലൊരു പദമുണ്ട്,
ഭാതിതസ്യ സായേന ശ്രീരാമചന്ദ്ര ഭാതിതസ്യ സായേന. അങ്ങനെ പറഞ്ഞിട്ട് പറയണേ, ഒരു മൊഴി പറവാനും പണിയായിമേ രാമ രാമ, എന്തിനാണ് എന്നെ കൊന്നതെന്നാ ചോദിച്ചു. അതിനൊരു ഉത്തരം പറയും. ശാഖാമൃഗപുങ്കവ എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങണത്. കൊമ്പുകളിൽ ചാടിക്കണിക്കുന്ന മൃഗങ്ങളുടെ രാജാവേ, നിന്നെ ഞാൻ വധിച്ചത് എൻ്റെ രാജാവായ ഭരതൻ്റെ നാട്ടിൽ അധർമ്മം പ്രവർത്തിച്ചത് കൊണ്ടാണ്. ആ ജ്യേഷ്ഠൻ പറയുന്നു. ഇദ്ദേഹത്തിൻ്റെ മെതിടിയാണ് ആ സിംഹാസനത്തിൽ ഇരിക്കുന്നത്. ഭരതൻ്റെ സേവകൻ രാമൻ, രാമൻ്റെ സേവകൻ ഭരതൻ. ഇങ്ങനെയുള്ള ജ്യേഷ്ഠാനുജന്മാർ, അവർ രണ്ടുപേരും മനസ്സുകൊണ്ട് എല്ലാവരും സാഷ്ടാംഗം നമസ്കരിക്കും. അങ്ങനെ 14 വർഷം ഭരതൻ ഒരു സേവകനെ പോലെ ജീവിച്ചു എന്ന് വായിച്ച ഭാഗത്ത് കുട്ടി ഇടയ്ക്ക് കയറിയിട്ട് ചോദിച്ചു. കുട്ടികളങ്ങനെയുള്ള, അവർ ഇടയ്ക്ക് കയറിയിട്ട് പലതും ചോദിക്കും. മുത്തശ്ശ, ഭരതന് ശരിക്കും രാജ്യം കിട്ടിയില്ലേ, അത് വെറുതെ ആണോ എന്ന് ചോദിച്ചു. അല്ലല്ല, ഭരതന് ശരിക്കും രാജ്യം കിട്ടി. പിന്നെ എന്തിനാ അയാളത് ചേട്ടൻ തിരിച്ചു കൊടുത്തത്? ലോകത്തിൻ്റെ ചോദ്യം, കുട്ടികളുടെ ചോദ്യമാണ്. എനിക്കൊരു മിഠായി കിട്ടിയാൽ ഞാൻ എന്തിനു തിരിച്ചു കൊടുക്കണം? ചേട്ടൻ എന്തിനാ തിരിച്ചു കൊടുത്തു? ശങ്കരൻ നായർ വായന നിർത്തി, മടിയെ പിടിച്ചിരുത്തി. കാരണം മോളെ, ആ അനിയന് രാജ്യത്തിനേക്കാളും വലുതായിരുന്നു ചേട്ടൻ. ആരാ പറഞ്ഞത്? അവിടെയാണ് ക്വസ്റ്റ്യൻ. അവിടെയാണ് ദാമോദരൻ നായർ, ശങ്കരൻ നായരൊക്കെ നമ്മളായിട്ട് മാറുന്നത്. മനസ്സിലായില്ലേ? മീനാക്ഷി കുറച്ചു നേരം ഇരുന്ന് ആലോചിച്ചു. അവൾക്ക് ഒരു പിടുത്തം കിട്ടിയില്ല. കുട്ടികൾ എപ്പോഴും നമ്മളെന്ത് ചെയ്യുന്നു എന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നവരാണ്. മക്കളിൽ സനാതനധർമ്മ മൂല്യങ്ങൾ വളർത്തണമെങ്കിൽ അച്ഛനും അമ്മയും അവരെ ക്ലാസ്സിൽ, ഭഗവത്ഗീത ക്ലാസ്സിൽ ചേർത്തിട്ട് കാര്യമില്ല. അച്ഛനും അമ്മയും ഭഗവത്ഗീത വായിക്കുകയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യണ്ടോന്ന് അവർക്ക് തോന്നണം. അല്ലാതെ കാര്യമില്ല. ഇവിടെ മീനാക്ഷി കുറേ നേരം ആലോചിച്ചു. പിന്നെ കുഞ്ഞ് കണ്ണുകൊണ്ട് ഇങ്ങനെ മുത്തച്ഛൻ്റെ മുഖത്ത് നോക്കിയിട്ട് വളരെ നിഷ്കളങ്കമായിട്ട് ചോദിച്ചു. പലപ്പോഴും കുട്ടികൾ നമ്മുടെ ഗുരുനാഥന്മാരാവുന്നത് അങ്ങനെയാണ്. മുതിർന്നവരെക്കാളും അതിശക്തരായിട്ടുള്ള ഗുരുനാഥന്മാരാണ് കുഞ്ഞുമക്കൾ. കാരണം എന്താ വെച്ചാൽ ഭഗവാൻ അവരിൽ കൂടെ സംസാരിക്കും. മുത്തച്ഛന് ദാമോദരൻ മുത്തച്ഛനെക്കാട്ടിലും വലുതാണോ ആ പറമ്പ്? കാരണം അമ്മ വീട്ടിൽ പറയണത് കുട്ടിക്കറിയാം. എങ്ങനെ കഴിഞ്ഞ ചേട്ടനും അനിയനുമായിരുന്നു അച്ഛനും ഇളയച്ഛനെന്ന് അമ്മ പറയണത് കുട്ടി കേട്ടിട്ടുണ്ട്. കുട്ടി ഉടനെ അത് കണക്ട് ചെയ്തു. ദാമോദരൻ മുത്തച്ഛനെക്കാട്ടിലും വലുതാണോ മുത്തച്ഛൻ ആ പറമ്പെന്ന് ചോദിച്ചു. വീട്ടിലൊരു നിശബ്ദത വീണു. അകത്ത് ശങ്കരനായരുടെ ഭാര്യയുടെ കയ്യിൽ നിന്ന് പാത്രം നിലത്ത് വീണു. കാരണം ആരും ചോദിക്കാൻ ധൈര്യപ്പെടാത്ത ചോദ്യമാണ് പേരക്കുട്ടി ചോദിച്ചിരിക്കുന്നത്. മഴ പുറത്ത് ശക്തിയായിട്ട് പെയ്തുകൊണ്ടിരുന്നു. ആ സമയത്ത് അത്രയും നേരം സ്റ്റഡിയായിട്ട് കത്തിക്കൊണ്ടിരുന്ന നിലവിളക്ക് ഒന്ന് ഒലഞ്ഞു അത്ര. ഭഗവാന്റെ ചോദ്യമാണ്. ശങ്കരനായർക്ക് ഉത്തരം പറയാൻ സാധിച്ചില്ല. ഒരു 7 വയസ്സുകാരി ചോദിച്ചൊരു ചോദ്യം 42 വർഷം കൊണ്ട് ഒരു പണ്ഡിതനും ഒരു പുരോഹിതനും പോലും ചോദിക്കാൻ ധൈര്യപ്പെടാത്ത ചോദ്യം. ഈ ചോദ്യം നമ്മുടെ ആചാര്യന്മാർ നമ്മളോട് ചോദിക്കേണ്ടതായിരുന്നോ എന്ന് ഇപ്പം തോന്നിപ്പോകും നമുക്ക്. അവരുടെ നിഷ്കളങ്കത എന്തായിരുന്നു എന്ന് വെച്ചാൽ അവർ കരുതി നമ്മൾ അവരെ പോലെയാണ്. അവർ കഥ പറഞ്ഞാൽ നമ്മളത് ഉൾക്കൊണ്ട് ജീവിക്കുമെന്ന് അവർ കരുതിപ്പോയി. മഹാത്മാക്കൾ അങ്ങനെയാണല്ലോ. അവർക്ക് എപ്പോഴും അവരെയാണ് മറ്റുള്ളവരിലും കാണുക. പക്ഷേ അവർ കടന്നുപോയി, നമ്മൾ പഴയപടി തന്നെ, അഥവാ കടന്നു പോയിക്കൊണ്ടേയിരിക്കണം. ഒരു വലിയ ബ്രീഡ് ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കും. ഒരു കാലഘട്ടം കടന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് അയാൾ ആ ഗ്രന്ഥം പതുക്കെ അടച്ചു വെച്ചിട്ട് ഇന്നത്തേക്ക് ഇത്രയും മതി മോളെ എന്ന് പറഞ്ഞ് ആ ഭരതൻ രാജ്യം ഉപേക്ഷിച്ച ഭാഗം വരെ കൊണ്ടുവന്ന് നിർത്തി. അന്ന് രാത്രി അയാൾക്ക് ഉറങ്ങാൻ സാധിച്ചില്ല. മഴ ഓടിൻ്റെ മുകളിൽ അതിശക്തമായിട്ട് പതിച്ചു. ജനലിൽ കൂടെ ഇരുട്ടിലേക്ക് നോക്കിയിട്ട് അയാൾ കടന്നു. അയാളുടെ മനസ്സിൽ മീനാക്ഷിയുടെ ചോദ്യം വീണ്ടും വീണ്ടും ചോദിച്ചു. അതിങ്ങനെ മുഴങ്ങി. 42 വർഷം ഞാൻ എന്താണ് വായിച്ചത്?
അതാണ് ക്വസ്റ്റ്യൻ. ചില വ്യക്തികളാണെങ്കിൽ കുട്ടി ചോദിച്ചാലും മിണ്ടാണ്ടിരിക്കുക, നടക്കറിയില്ല, അവിടെ ഒരു ഒറ്റ അടി വെച്ച് കൊടുക്കും. അത് ഗതികെട്ട ജന്മമാണ്. ഇദ്ദേഹത്തിൽ ഭഗവാന്റെ സ്പർശം വന്നിട്ടുണ്ട്, അതുകൊണ്ട് ചിന്തിച്ചു. ഞാൻ പല പ്രഭാഷണത്തിലും പറയാറുണ്ടല്ലോ, 3 തരം ആൾക്കാരാ ലോകത്തുള്ളൂ. 3 കൂട്ടരും തെറ്റ് ചെയ്യും. ആദ്യത്തെ ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കാൻ ആരും ഉണ്ടാവില്ല, അവർ തെറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. രണ്ടാമത്തെ വിഭാഗത്തിന് പറഞ്ഞു കൊടുക്കാൻ ആളുണ്ടാവും, മൂന്നാമത്തേനും ആളുണ്ടാവും. രണ്ടാമത്തെ വിഭാഗം ആ തെറ്റ് തിരുത്തി മുന്നോട്ട് പോകും. മൂന്നാമത്തെ വിഭാഗം അതേ തെറ്റ് തന്നെ ചെയ്തുകൊണ്ടേയിരിക്കും. ആ മൂന്നാമത്തെ വിഭാഗമാണ് ഏറ്റവും നികൃഷ്ടരും ഏറ്റവും ശപിക്കപ്പെട്ടവരും. അത് കഴിഞ്ഞാൽ ഭേദമാണ് പറഞ്ഞു കൊടുക്കാൻ ആളില്ലാത്തവർ. രക്ഷപ്പെടുന്നവർ ഏറ്റവും രക്ഷപ്പെട്ടും. അതുകൊണ്ട് കർമ്മഫലം, കയ്യിലിരിപ്പുകൾ, ഇതൊക്കെ നമ്മുടെ വാസന അനുസരിച്ചിട്ടാണ്. പക്ഷെ പറഞ്ഞു തരാൻ ഒരാളെ ഭഗവാൻ അയക്കുമ്പോൾ അത് കൊച്ചു കുഞ്ഞാണെങ്കിൽ പോലും ശത്രുവാണെങ്കിൽ പോലും അവിടെ, അതുകൊണ്ടാണ് ഭഗവാൻ അർജുനോട് പറഞ്ഞ മുന്നിലുള്ളത് ശത്രുക്കളും ഞാനാണ്, പുറകിലുള്ളത് ഞാനാണ്, നീയും ഞാനാണ്, ഞാനും ഞാനാണ്, യുദ്ധം ചെയ്യുമെന്ന് പറഞ്ഞത് ഞാൻ എപ്പോഴും ആവർത്തിക്കാറില്ലേ. ഈ ബോധം വേണം. ശത്രു പോലും ഗുരുനാഥനാവും ചില ഘട്ടങ്ങളിൽ. ഇവിടെ കുഞ്ഞു ഗുരുനാഥനായി. അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ആ ചോദ്യം വീണു, 42 വർഷം ഞാൻ എന്താണ് വായിച്ചത്? നമ്മൾ ഓരോരുത്തരും നമ്മുടെ സ്പിരിച്വാലിറ്റിയുടെ യാത്രയിൽ നമ്മൾ ചോദിക്കേണ്ട ചോദ്യമാണ്. ഈ ചോദ്യം ചോദിച്ചാൽ നമ്മൾ ഇത്രയും വർഷം, ചിലവർ ഭാഗ്യം കൊണ്ട് നല്ല ആസ്തികമായിട്ടുള്ള സാഹചര്യങ്ങളിൽ ജനിച്ചു വളരാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ടാവും. ചില വ്യക്തികൾക്ക് അത് ഉണ്ടായിട്ടുണ്ടാവില്ല, കുറേ വൈകിട്ടായിരിക്കും അവർ ആധ്യാത്മികതയിലേക്ക് വന്നിട്ടുണ്ടാവുക. ചില വ്യക്തികൾക്ക് ഇപ്പോഴും വന്നിട്ടുണ്ടാവില്ല. പക്ഷെ വരുന്ന നിമിഷത്തിലെങ്കിലും ഞാൻ എന്തിനിത് ചെയ്യണമെന്നും, അല്ലെങ്കിൽ ഇത്രയും വർഷം ഞാൻ ചെയ്തതുകൊണ്ട് എന്ത് നേടി എന്നുള്ളൊരു ചോദ്യം വന്നാലുണ്ടല്ലോ, രാമായണം നമ്മളെ പഠിപ്പിക്കണതാണ്. ഭരതൻ ജ്യേഷ്ഠന് വേണ്ടിയിട്ട് രാജ്യം ഉപേക്ഷിച്ചു, ഞാനൊരു തെങ്ങിന് വേണ്ടിയിട്ട് അനുജനെ ഉപേക്ഷിച്ചു. ഞാനൊരു തെങ്ങിന് വേണ്ടിയിട്ട് അനുജനെ ഉപേക്ഷിച്ചു. രാമൻ ഒരു കടത്തുകാരനെ, ഗുഹനെ സഹോദരനെ പോലെ ചേർത്ത് പിടിച്ചു, താൻ സ്വന്തം സഹോദരനെ ശത്രുവാക്കി. ഭഗവാൻ ഒരു അണ്ണാറക്കണ്ണൻ്റെ ചെറിയൊരു സേവനത്തിന് പോലും നന്ദി പറഞ്ഞു. താനാണെങ്കിൽ ഒരു ജന്മം മുഴുവൻ ഒരു അതിർത്തിക്ക് വേണ്ടിയിട്ട് പക പിടിച്ചുകൊണ്ടിരിക്കും. ഞാൻ വാക്കുകൾ വായിച്ചു, അർത്ഥം ജീവിച്ചില്ല. ഈ അർത്ഥമല്ല, അർത്ഥം അകത്ത് കിട്ടണം. ഒരു മരുന്ന് കുപ്പി 42 കൊല്ലം ഞാൻ കയ്യിൽ പിടിച്ചുകൊണ്ട് നടന്നു, മരുന്ന് കുടിച്ചില്ല. നമ്മൾ ഓരോരുത്തരും മരുന്ന് കുപ്പി കയ്യിൽ കൊണ്ട് നടക്കുന്ന ആൾക്കാരാണ്. വിഷ്ണു സഹസ്രനാമത്തിൻ്റെ രൂപത്തിലും, ലളിതാ സഹസ്രനാമത്തിൻ്റെ രൂപത്തിലും, രാമായണത്തിൻ്റെ രൂപത്തിലും, ഭാഗവതത്തിൻ്റെ രൂപത്തിലും, നാരായണീയത്തിൻ്റെ രൂപത്തിലും ഈ മരുന്ന് കുപ്പി കയ്യിൽ പിടിച്ചുകൊണ്ട് നടക്കുന്നു. വളരെ ഹൈ ഡോസ് മരുന്നുകളുണ്ട്. ദേവി മഹാത്മ്യം, സൗന്ദര്യലഹരി, അതും കൈ പിടിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. അതിനെക്കാട്ടിലും വലിയ ഡോസ് മരുന്നുകളുണ്ട്. ശ്രീവിദ്യ കൈ പിടിച്ചുകൊണ്ട് നടക്കുന്നു. കുടിച്ചോ? കുടിച്ചില്ല. എൻ്റെ കയ്യിലുണ്ട് എന്ന് കാണിക്കുക. അതിനാണ് എനിക്ക് കയ്യിലുണ്ട്, ഈ മരുന്ന് എൻ്റെ കയ്യിലുണ്ട് എന്ന് കാണിക്കാൻ. ഹൃദയസ്തംഭനം വന്ന് വീഴുമ്പോഴും ഞാനത് കഴിക്കേണ്ടതാണെന്നുള്ള ബോധമില്ല. അപ്പോൾ ഒരു തുള്ളി പോലും ഞാൻ കുടിച്ചില്ലല്ലോ എന്നുള്ള ചിന്ത. അദ്ദേഹം കണ്ണടച്ചു. ആദ്യമായിട്ട് അത്രയും വർഷത്തിന് ശേഷം അയാൾ കരഞ്ഞു. രാമായണം വായിച്ചിട്ടല്ല, രാമായണത്തിൽ പറയാതെ പറഞ്ഞ എൻ്റെ ജീവിതം എന്നാലോചിച്ചിട്ടാണ് അയാൾ കരഞ്ഞത്. നമ്മുടെ ഒക്കെ ജീവിതം അതിൻ്റെ ഉള്ളിൽ മഹർഷി പറഞ്ഞു വെച്ചിട്ടുണ്ട്. നവംബർ മാസത്തിൽ എല്ലാവരും പാലക്കാട് കല്ലേക്കുളങ്ങര അമ്പലത്തിലേക്ക് വരിക. 9 ദിവസം വാൽമീകി രാമായണം നവാഹുണ്ട്. വെറുതെ അർത്ഥം പറഞ്ഞു പോകാനല്ല. മഹർഷി എന്താണ് പറഞ്ഞു വെക്കാൻ ഉദ്ദേശിച്ചത് നമ്മുടെ കാലഘട്ടത്തിനനുസരിച്ച് ഇനി ചിന്തിച്ചില്ലെങ്കിൽ രാമായണം കഴിയുന്നു. ഓരോ ഗ്രന്ഥത്തിൻ്റെ അവസ്ഥ അതാണെന്ന്. പിറ്റേന്ന് പുലർച്ചെ മഴ തോർന്ന സമയത്ത് ശങ്കരൻ നായർ ഒരു കുടയെടുത്തു. ആരോടും ഒന്നും പറഞ്ഞില്ല. നേരം പുലരണ സമയമായി, ഒന്ന് വെളിച്ചം വീണു കണ്ടുടനെ പുള്ളി നടന്നു. സാധാരണ ഒരിക്കലും പറമ്പിൻ്റെ അങ്ങോട്ട് തിരിയാറില്ല. 42 കൊല്ലത്തിന് ശേഷം അയാൾ ആ വഴി കൂടെ നടന്നു. വഴി മുഴുവൻ പുല്ല് വളർന്നുണ്ട്, കാരണം ആരും വരാനും പോകാനും ഇല്ല. അങ്ങനെ നടന്ന് അയാൾ 22 വർഷമായിട്ട് അനിയനുമായിട്ട് മിണ്ടിയിട്ടില്ല. ആ നടക്കാത്ത വഴി അതിർത്തി കടന്ന് ദാമോദരൻ്റെ വീടിൻ്റെ അവിടെ എത്തിയപ്പോഴാണ് കാണുന്നത്, ആ വീടിൻ്റെ ഒരു ഭാഗം ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുക. ജീർണിച്ചിട്ട്, അനിയൻ്റെ വീട്, ഇയാളെല്ലാ സ്വത്തും ഇയാളുടെ കയ്യിലാണ്.
അനിയൻ്റെ വീട് ഒന്നും അല്ലാണ്ട് തകർന്നിരിക്കുന്ന ഒരു വശം, മുറ്റത്ത് മുഴുവൻ കളകൾ. അയാൾ കേട്ടിട്ടുണ്ടായിരുന്നു അത്രേ, ദാമോദരൻ്റെ ഭാര്യ കുറച്ച് കൊല്ലം മുമ്പ് മരിച്ചു എന്ന്. അതറിഞ്ഞിട്ട് പോലും അയാൾ അങ്ങോട്ട് പോയിട്ടില്ല. മക്കളൊക്കെ പട്ടണത്തിൽ എവിടെയൊക്കെയോ ജോലിയുണ്ട്, ആരും തിരിച്ചു വന്നില്ല. ദാമോദരൻ നായർ ഒറ്റയ്ക്കാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം കണ്ടില്ലേ, ഒരച്ഛന് 3 മക്കൾ. അച്ഛൻ മരിച്ചിട്ട് 1 മാസം കഴിഞ്ഞു. അസ്ഥി കൂടെ ആയപ്പോഴെങ്കിലും കണ്ടു. ഇത് ന്യൂസാണ്, കേരളത്തിലാണ്. അസ്ഥി കൂടെ ആയപ്പോൾ കണ്ടു. നമ്മുടെ ഗ്രാമത്തിലേ ഉണ്ടായിട്ടുണ്ട്. കൽപ്പാത്തിയിൽ ഒരു മാമി കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചിട്ട് 2 ആഴ്ച 3 ആഴ്ച കഴിഞ്ഞിട്ട് അറിഞ്ഞത്. മക്കളൊക്കെ US-ലൊക്കെയാണ്. ഇതൊക്കെ നടക്കുന്നുണ്ട്, എവിടെയും നടക്കുന്നുണ്ട്. ഏത് സിവിലൈസ്ഡ് സൊസൈറ്റിയിലും ഇന്ന് ഇതൊക്കെ നമുക്ക് നടക്കുന്നുണ്ട്. അയാൾ ഒറ്റയ്ക്കാണെന്ന് മാത്രമല്ല, അയാൾ അസുഖമാണ്. അയാൾ വീടിൻ്റെ വാതിൽ പകുതി തുറന്ന് കിടന്നിട്ടുണ്ടായിരുന്നു. പാൽക്കാരൻ രാവിലെ വരുമ്പോൾ ഒന്ന് എങ്ങനെയോ വന്നിട്ട് ഇയാൾ കുറച്ച് തുറന്ന് വയ്ക്കും, പാലെടുത്ത് അകത്ത് വെച്ചാൽ കണ്ടു. അതവിടെ ഇരിക്കുന്നുണ്ട്, ആളെ കാണാനില്ല. ഉള്ളിലേക്ക് പോയി അവിടെ നോക്കുമ്പോൾ ഒരു കീറിയ പായൽ ചുരുണ്ടു കൂടിയിട്ട് മെലിഞ്ഞ് തൻ്റെ അച്ഛൻ്റെ രൂപമുള്ള ഒരാൾ കിടക്കണം. ശങ്കരൻ നായരുടെ അച്ഛൻ്റെ ഛായയുള്ള ഒരാൾ കിടക്കണം. തന്നെക്കാട്ടിലും വയസ്സ് കാഴ്ചയിൽ അനിയനാണ് ഭരതൻ. ഭരതൻ കിടക്കണം. കാലം അയാളെ മാറ്റിയിരിക്കുന്നു. ശങ്കരൻ നായർക്ക് അനിയനെ കണ്ട നിമിഷത്തിൽ അഹങ്കാരത്തിൻ്റെ കളി അങ്ങനെയാണ്. ഹിരണ്യകശിപുവിന് സ്തംഭം വളർന്ന് ഭഗവാൻ പുറത്ത് വന്നപ്പോഴും വെട്ടാനാ തോന്നിയത്. ആദ്യം മടിയിൽ വലിച്ചിട്ടപ്പോഴാണ് തൊഴുന്നത്. ആദ്യം വെട്ടാനാ തോന്നുന്നത്. അയാളുടെ കാല് പുറകോട്ട് വെച്ചു എന്നാ. എന്തിന് ഞാൻ വന്നു ഇവനെ കാണാൻ എന്നൊരു നിമിഷം ഉപബോധം മനസ്സിന്നു. 22 വർഷത്തെ അഹങ്കാരം അയാളെ പിടിച്ചു നിർത്താൻ നോക്കി. പക്ഷെ അപ്പോൾ അയാളുടെ ഉള്ളിൽ നിന്നൊരു വരി വന്നു. അയാൾ 42 വർഷം വായിച്ച പക്ഷെ ഒരിക്കൽ പോലും കേട്ടിട്ടില്ലാത്ത ഒരു വരി വാൽമീകി രാമായണത്തിലും അധ്യാത്മരാമായണത്തിലൊക്കെ ഉണ്ട്. അതിൻ്റെ സത്ത പറയാം. ചേട്ടനെക്കാട്ടിലും വലുതായിട്ടൊന്നും ഭരതൻ കണ്ടില്ല, ജ്യേഷ്ഠനെ രാജ്യത്തിനെക്കാട്ടിലും വലുതായിട്ട് ഭരതൻ കണ്ടു. അധികാരത്തിനേക്കാളും വലുതായിട്ട് ബന്ധത്തെ കണ്ടു, സ്വത്തിനേക്കാട്ടിലും വലുതായിട്ട് ബന്ധത്തെ കണ്ടു. അയാൾ കുട താഴെ വെച്ചു, അകത്ത് കയറി അനിയൻ്റെ അടുത്തിരുന്നു. അനിയൻ കണ്ണു തുറന്നു. ചേട്ടനെ കണ്ടപ്പോൾ കണ്ണിൽ ആദ്യം ഒരു അമ്പരപ്പ് വന്നു, പിന്നെ ഭയന്നു. തന്നെ ഇനി കൊല്ലാനോ അടിക്കാനോ വന്നാണെന്ന് വിചാരിക്കുന്നു. ഒരു വിറയൽ ദേഹം മുഴുവൻ. ശങ്കരൻ നായർക്ക് വാക്ക് കിട്ടിയില്ല. അയാൾ ഒന്നും മിണ്ടാണ്ട് അനിയൻ്റെ മെലിഞ്ഞ 2 കൈകളും എടുത്തിട്ട് കൂട്ടിപ്പിടിച്ചു. അനിയൻ്റെ പേര് വിളിച്ചില്ല, മുഴുവനാക്കാൻ പറ്റിയില്ല. കരഞ്ഞു. അനിയനും ഒരു കൊച്ചുകുട്ടിയെ പോലെ ഏങ്ങി കരഞ്ഞു. ഒന്നും മിണ്ടുന്നില്ല. പഴയ വീട്, പുറത്ത് വീണ്ടും മഴ, 2 വയസ്സായ ആൾക്കാർ പരസ്പരം ചേർത്ത് പിടിച്ച് കരയും. 22 വർഷത്തെ ആ അതിരിൻ്റെ വേലി ആ ഒരു കൈപിടുത്തത്തിൽ തകർന്നു വീഴും. ഒരു തെങ്ങ്, ഒരു പറമ്പ്, ഒരു തർക്കം, എല്ലാം എത്ര നിസ്സാരമായിരുന്നു എന്ന് ചേട്ടനും അനിയനും തോന്നുന്ന നിമിഷം. അന്ന് വൈകുന്നേരം ശങ്കരൻ നായർ ദാമോദരനെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. അനിയനെ കുളിപ്പിച്ചു. അയാൾ ഭക്ഷണം കൊടുത്തു. തൻ്റെ കട്ടിലിൽ കൊണ്ടേ കിടത്തി. പതിവ് പോലെ 6 മണിയായപ്പോൾ നിലവിളക്ക് കൊളുത്തി. വീടിൻ്റെ ഇറയത്ത് വന്ന് അവിടെ ഇരുന്ന് രാമായണം നിവർത്തി വെച്ചു. പക്ഷെ അന്നത്തെ ആ വായന വേറൊന്നായിരുന്നു. 42 വർഷം വായിച്ച മൊണട്ടോണിയിലല്ല അയാൾ വായിച്ചത്. ഒരേ താളത്തിൽ ലളിതാ സഹസ്രനാമവും വിഷ്ണു സഹസ്രനാമവും വായിക്കണതിൻ്റെ അപകടം ഞാൻ എപ്പോഴും പറയാറില്ലേ. അന്ന് അയാൾ വായിച്ചത് അയാൾ വായിക്കുകയായിരുന്നില്ല, അയാൾ ജീവിച്ച ഒരു സത്യത്തിനെ അയാൾ ഉരുവിടുകയാണ്. രാമായണത്തിനെ ജീവിച്ചിട്ട് ആ സത്യത്തിനെ ഉരുവിട്ട് വായിക്കുമ്പോൾ രാമായണം നമ്മുടെ അകത്ത് എങ്ങനെ കയറും എന്നുള്ളത് അനുഭവിച്ചറിയണം. അതിന് എത്ര പ്രഭാഷണം നടത്തിയാലും ഗുരുവായൂരപ്പ സാധിക്കില്ല. അടുത്ത് കട്ടിൽ ദാമോദരൻ നായർ കിടന്നിട്ട് വായന കേട്ടു. അയാളുടെ കണ്ണിൽ നിന്ന് സാവധാനം കണ്ണീരൊഴുകി. മുറ്റത്ത് നിൽക്കണ മീനാക്ഷി ഇത് കണ്ടു. അവൾക്കൊന്നും മനസ്സിലായില്ല. പക്ഷെ ആ വീട്ടിൽ എന്തോ ഒരു മാറ്റം വന്നിട്ടുണ്ടെന്ന് ആ ചെറിയ കുട്ടിക്ക് മനസ്സിലായി. വീട് അതേ വീട് തന്നെയായിരുന്നു, ചുമരുകൾ അതേപോലെ, ഓട് അതേപോലെ, നിലവിളക്ക് അതേപോലെ. പക്ഷെ ആ വീട്ടിലെ പൾസ്, അതിൻ്റെ സ്പന്ദനം അവിടെ മാറിയിട്ടുണ്ട്. 42 വർഷം ശങ്കരൻ നായർ രാമനെ
വീട്ടിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരുന്നിട്ടുണ്ട്. പക്ഷേ ഈ കർക്കിടകത്തിലാണ് ഒരു 7 വയസ്സുകാരി കുട്ടിയുടെ വളരെ നിഷ്കളങ്കമായൊരു ചോദ്യത്തിൽ കൂടെ ശ്രീരാമസ്വാമി ആ വീട്ടിലേക്ക് ശരിക്കും കടന്നു വന്നത്. അതിനപ്പോൾ അവിടെ ഒരു തെളിവുണ്ടായത്രേ. ആ കുട്ടി മുറ്റത്ത് നിന്നിട്ട് നോക്കുന്ന സമയത്ത് താഴെ ഇറയത്തിരുന്നിട്ട് ശങ്കരൻ നായർ വായിക്കുമ്പോൾ അന്നേ വരെ കാണാത്ത ഒരു ചെറിയ കുരങ്ങ് അതിൻ്റെ മുകളിലിരുന്നിട്ട് രാമായണം കേൾക്കുന്നുണ്ടായിരുന്നു. ആ പെരയുടെ മുകളിലിരുന്നിട്ട്. അതുകൊണ്ട് രാമായണം വായിച്ച് തീർക്കുകയല്ല 30 ദിവസം കൊണ്ട് വേണ്ടത്. ഈ 30 ദിവസം കൊണ്ട് രാമായണം എന്നെ വായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചിട്ട് ശ്രീരാമ ജയ രാമ ജയ ജയ രാമ ഒന്ന് പറയൂ. ശ്രീരാമ ജയ രാമ ജയ ജയ രാമ, ശ്രീരാമ ജയ രാമ ജയ ജയ രാമ, ശ്രീരാമ ജയ രാമ ജയ ജയ രാമ. സർവേശ്വര, ഇനി നമുക്ക് കഥ കേട്ടു, ഇനി തിയറി ഇല്ലാണ്ട് പോകില്ലല്ലോ, നമ്മൾ തത്വം പറയാതിരിക്കില്ല. അപ്പോൾ ഇതിൻ്റെ ആഴത്തിലേക്കുള്ള ഒരു കാഴ്ചപ്പാടിലേക്ക് നമുക്ക് ഒന്ന് പോയി നോക്കാം. ഈ കഥ അകത്ത് കിട്ടിയിട്ട് ഞാൻ ശരിക്കും കഥ ലാസ്റ്റ് പറയാമെന്നാണ് വെച്ചത്. പക്ഷെ എനിക്ക് എന്തോ പെട്ടെന്ന് ഇവിടെ വന്നപ്പോൾ കഥ ആദ്യം പറയാൻ തോന്നി. ഈ ഭരതൻ കൊണ്ടുപോയ രാമപാതുകം നമ്മുടെ ഹൃദയത്തിൽ യഥാർത്ഥത്തിൽ പ്രതിഷ്ഠിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ അച്ഛനമ്മമാരോടും നമ്മുടെ പിതൃക്കളോടും നമ്മുടെ കൂടപ്പറപ്പുകളോടും നമ്മുടെ കുടുംബത്തിനോടും നമ്മുടെ സുഹൃത്തുക്കളോടും നമ്മുടെ സമാജത്തിനോടും നമ്മുടെ രാഷ്ട്രത്തിനോടും നമ്മൾ തെറ്റ് ചെയ്യും. ഇത് അകത്തേക്ക് എങ്ങനെ എടുക്കണം എന്നുള്ളതിൻ്റെ വൈയക്തികമായിട്ടുള്ള ഇൻഡിവിജ്വലൈസ്ഡ് കാഴ്ചപ്പാടാണ്. 15-ാം തീയതി തിരുവനന്തപുരത്ത് പറയണത് രാഷ്ട്രത്തിന് ഇത് എങ്ങനെ എടുക്കണം എന്നാണ്. രാമരാജ്യം യഥാർത്ഥത്തിൽ എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ്. ഒരേ നാണയത്തിൻ്റെ 2 വശ. ഇത് രണ്ടും പറയുമ്പോഴേ രാമായണം കംപ്ലീറ്റ് ആവുള്ളൂ. അവിടെ പറയേണ്ടത് സൊസൈറ്റിക്ക് വേണ്ടിയിട്ടാണ്. പക്ഷെ ഇവിടെ നമ്മൾ ഓരോരുത്തർക്കും വേണ്ടിയിട്ടാണ്. ഓരോ വീടും എങ്ങനെയാണ് അയോധ്യയാവുക. അയോധ്യ എന്നുള്ള വാക്കിൽ തന്നെ ഇരിപ്പുണ്ട്, യുദ്ധമില്ലാത്ത സ്ഥലം എന്നാണ്. അവിടെ കലഹമില്ല എന്നാണ് പറഞ്ഞത്. അങ്ങനെയുള്ള സ്ഥലത്താണ് മന്ധര ഒരു കലഹത്തിനുള്ള വിത്തിട്ടതും കൈകേയി അതിൻ്റെ ഉപകരണമായതും ദശരഥൻ അത് അനുഭവിച്ചത്. രാമായണം തത്വാർത്ഥം പറയുമ്പോൾ ദശരഥനെ 10 ദിക്കിലേക്ക് തേരോടിക്കാൻ കഴിയുന്ന ആൾ, അദ്ദേഹത്തിൻ്റെ പേര് നേമി എന്നായിരുന്നു എന്നൊക്കെ പറയും. പക്ഷേ വാസ്തവത്തിൽ യോഗാർത്ഥത്തിൽ അതല്ല അർത്ഥം. എപ്പോഴാണ് ഒരു വ്യക്തിയിൽ ബ്രഹ്മത്തിൻ്റെ ഉദയം ഉണ്ടാവുക, അല്ലെങ്കിൽ ബ്രഹ്മം ഉണരുക. ബ്രഹ്മം പുതുതായിട്ട് എവിടെ നിന്ന് ഉണ്ടായി വരണമല്ല, ബ്രഹ്മം അവിടെയുണ്ട്. എന്നിലും നിങ്ങളിലും എല്ലാവരിലും ബ്രഹ്മമുണ്ട്. എല്ലാ പ്രപഞ്ചം മുഴുവൻ ആ ബ്രഹ്മമയമായിട്ടിരിക്കണം. പക്ഷെ അത് എപ്പോഴാണ് ഉണരുക? 10 പ്രാണങ്ങളെയും അടക്കുമ്പോൾ ബ്രഹ്മം ഉണരും. അതിന് ചില നിയമങ്ങളുണ്ട്. ആ നിയമത്തിൻ്റെ പേരാണ് കൗസല്യ. അടക്കിയവൻ്റെ പേരാണ് ദശരഥൻ. അവിടെ രഥശബ്ദം പ്രാണനാണ്. പ്രാണനെ നിയന്ത്രിക്കണവനാണ്. 10 പ്രാണനെയും നിയന്ത്രിക്കാൻ സാധിക്കുന്ന യോഗിക്ക് മാത്രമേ രാമശബ്ദത്തിൻ്റെ അർത്ഥം ബ്രഹ്മം എന്നാണ്. 2ാമത്തെ ശബ്ദമായിട്ടുള്ള ഭരതൻ്റെ അർത്ഥം പ്രകാശം കളിക്കണവനെന്നർത്ഥം. ലക്ഷ്യത്തിലെത്തിക്കണവനാണ് ലക്ഷ്മണൻ. ശത്രുഘ്നൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആന്തരിക വാസനകൾ മുഴുവൻ എരിച്ചു കളയണവനാണ്. ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കാം, 4 മക്കളുടെ പേരെങ്ങനെ വന്നു. ഇവർക്കൊക്കെ മുമ്പ് ഒരു മകളും ജനിച്ചിട്ടുണ്ട്, ശാന്ത. ഭഗവാന്റെ ചേച്ചിയുടെ പേരാണ്. വൈശാലി സിനിമ കണ്ടിട്ടുള്ളവർക്കറിയാം. വൈശാലി സിനിമയിൽ അവസാനം ലോമപാദൻ കല്യാണം കഴിപ്പിച്ചു കൊടുക്കണം ശാന്തയാണ്. കാരണം ആ കുട്ടി അംഗരാജ്യത്തിലേക്ക് ദത്ത് കൊടുത്തു, ബീഹാറിലേക്ക്. അദ്ദേഹത്തിന് മക്കളില്ലാത്ത കാരണം. 13 വയസ്സ് മൂത്ത പെൺകുട്ടിയായിരുന്നു. ചേച്ചിയെ അനിയൻ പ്രതിഷ്ഠിച്ച അമ്പലമുണ്ട് നോർത്ത് ഇന്ത്യയിൽ. ശ്രീരാമസ്വാമി ശാന്തയെ പ്രതിഷ്ഠിച്ച ക്ഷേത്രമുണ്ട്. ശാന്ത പരാശക്തിയായിരുന്നു. അപ്പം അങ്ങനെ ഇവരുടെ ഒക്കെ പേരുകളിൽ പോലും കൈകേയിക്കും സുമിത്രയ്ക്കും ഒക്കെ പറയുമ്പോൾ യോഗാർത്ഥത്തിൽ രാമായണം എടുത്തു കഴിഞ്ഞാൽ ഇത് നമ്മുടെ അകത്ത് നടക്കുന്നൊരു കാര്യമാണ് എന്ന് നമുക്ക് മനസ്സിലാവും. ആൻഡ് ഇറ്റ് ഈസ് ഹാപ്പനിങ് റെഗുലർലി. എന്നോ ഒരു കാലത്ത് ഏതെങ്കിലും ഒരു യുഗത്തിൽ ജീവിച്ചാലേ രാമായണം നടക്കുള്ളൂ എന്നില്ല. കാലാതിവർത്തിയാവുന്നത് അതുകൊണ്ടാണ്. വളരെ സിമ്പിളായിട്ടുള്ളൊരു ചോദ്യത്തിൽ നിന്നാണ് രാമായണം തുടങ്ങിയതല്ലേ. വാൽമീകി മഹർഷിയുടെ ഹൃദയത്തിലുണ്ടായൊരു ചോദ്യം. വാൽമീകി മഹർഷി എന്ന് പറഞ്ഞാൽ പൂർവാശ്രമത്തിൽ അധർമ്മത്തിൻ്റെ മൂർത്തിരൂപമായിരുന്നു. ചെയ്യാത്ത വൃത്തികേടുകളില്ല. പക്ഷെ അദ്ദേഹത്തിന് പ്രാണനെ അടക്കണ വിദ്യ പറഞ്ഞു കൊടുത്തു സപ്തഋഷികൾ. നമുക്കൊക്കെ അറിയാം, നമ്മൾ ഒരു മന്ത്രവും ജപിക്കണമെങ്കിൽ നമ്മളെല്ലാ മനുഷ്യരും സ്ഥിരമായിട്ട് ജപിച്ചുകൊണ്ടിരിക്കുന്ന മന്ത്രത്തിൻ്റെ പേര് ഹംസമന്ത്രം എന്നാണ്. സോഹം ഹംസ, സോഹം ഹംസ, സോഹം ഹംസ. ഇതാണ് നമ്മുടെ ശ്വാസം. ഇങ്ങനെ നമ്മളൊരു നിശ്ചിത സംഖ്യ ദിവസം ജപിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ സംഖ്യക്കണക്കിനാണ് ചിദംബരത്തെ ഓടുകൾ മുഴുവൻ. ആ സ്വർണത്തിൻ്റെ ഓടുകൾ, ചിദംബര ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിൻ്റെ ഓടുകൾ മുഴുവൻ ഈ സോഹം ഹംസയുടെ കണക്കാണ്.
ഈ സോഹം ഹംസെ കുറച്ചുകൂടെ ചുരുക്കിയ മരാന്നോ, അത് മന്ത്രോദ്ധാരം ചെയ്യണം. അതിന് ശാസ്ത്രം മനസ്സിലാക്കിയാൽ സോഹം എങ്ങനെയാണ് മര എന്നുള്ള 2 ശബ്ദത്തിലേക്ക് എത്തണമെന്ന് മനസ്സിലാവും. സോഹം എന്ന് ഒരു വേട്ടക്കാരന് പറഞ്ഞു കൊടുത്താൽ, കാട്ടാളിന് പറഞ്ഞു കൊടുത്താൽ അയാൾക്ക് പറയാൻ കിട്ടില്ല, അതന്നെ അയാൾ തെറ്റിക്കും. ഇവർ രാമാന്നത്ര പറഞ്ഞു കൊടുത്തത്, അയാൾ മരാന്നാണ് കേട്ടത്. മരാമ രാമ 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 എന്ന് ചെറിയ രാമ രാമ അതിൻ്റെ ഉള്ളിൽ വരും. അങ്ങനെ ജപിച്ച് ജപിച്ച് ശ്വാസമടങ്ങി ദശരഥൻ്റെ അതേ അവസ്ഥയിലായി വാൽമീകി. അപ്പം രാമനെ കാണാറായി. പക്ഷെ ദശരഥൻ അവിടെ എന്താ ലൗകികത്തിൻ്റെ പിടിയുണ്ടായിരുന്നു, വാൽമീകിയെ പിടിക്കാൻ ഒന്നും ഉണ്ടായിരുന്നില്ല. വാൽമീകി രക്ഷപ്പെട്ടു. കാരണം പൂർണ്ണ വൈരാഗ്യം വന്നിട്ടാണ്. എൻ്റെ കർമ്മഫലം നിങ്ങൾ അനുഭവിക്കുമോ എന്ന് ഭാര്യയോടും മക്കളോടും ചോദിച്ചപ്പോൾ ഇല്ല, നിങ്ങൾ വേറെ കാശ് അനുഭവിക്കും, നിങ്ങളുടെ കർമ്മഫലം ഞങ്ങൾ അനുഭവിക്കില്ല എന്ന് പറഞ്ഞു. സത്യം മനസ്സിലാക്കി. അത് മനസ്സിലായപ്പോഴാണ് ഈ കുടുംബത്തിന് വേണ്ടി ഉഴച്ചിട്ടൊന്നും കാര്യമില്ല എന്ന് മനസ്സിലാക്കിയതുകൊണ്ട് നേരായ വഴിക്ക് അദ്ദേഹം രക്ഷപ്പെടുക ചെയ്തന്ന്. ആ കാലത്ത് ഗാർഹസ്ഥ്യത്തിനെ കുറ്റം പറയല്ല ഞാൻ, വാൽമീകിയുടെ കാഴ്ചപ്പാടിൽ തന്ന് അങ്ങനെയായിരുന്നു. അങ്ങനെ രക്ഷപ്പെട്ട് അദ്ദേഹം മഹർഷി ആയതിനു ശേഷം, ജ്ഞാനോദയം വന്നതിന് ശേഷം ചിന്തിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എന്നും മതിച്ചിരുന്നൊരു കാര്യം, എപ്പോഴും നമ്മൾ പറയുമല്ലോ, ഒരു കവിയുടെ അല്ലെങ്കിൽ ഒരു എഴുത്തുകാരൻ്റെ ബാല്യകാലം അല്ലെങ്കിൽ പൂർവ്വകാലം അയാളുടെ രചനകളെ സ്വാധീനിക്കും പറയും. നമ്മളൊക്കെ തന്നെ നമ്മുടെ ചൈൽഡ്ഹുഡിൻ്റെ പ്രോഡക്ട്സാണ്. നമ്മുടെ ചൈൽഡ്ഹുഡ് നല്ലതാണോ നമ്മുടെ ക്യാരക്ടറുകൾ ഉണ്ടാവും. ചൈൽഡ്ഹുഡ് നല്ലതല്ലാത്തവർക്കും പൂർവ്വവാസന നല്ലതാണെങ്കിലും അവരുടെ ഉള്ളിലൊരു ഉൾക്കാഴ്ചയ്ക്കുള്ള വകുപ്പ് ഉണ്ടാവുകയാണെങ്കിൽ അവർ രക്ഷപ്പെടാറുണ്ട്. ചില വ്യക്തികൾ അങ്ങനെയല്ല. അവരെത്ര നന്നായാലും എൻ്റെ ചൈൽഡ്ഹുഡ് മോശമായിരുന്നു, അതുകൊണ്ട് എനിക്ക് ലോകത്തിനോട് മുഴുവൻ വെറുപ്പാണെന്ന് പറഞ്ഞിട്ട് പിന്നീടുള്ള കാലഘട്ടങ്ങളെ പോലും നശിപ്പിക്കുകയും മറ്റുള്ളവരുടെ ജീവിതം നശിപ്പിക്കുകയും ചെയ്യും. വാൽമീകി മഹർഷി ചിന്തിച്ചെന്താ, ഞാൻ അധർമ്മത്തിൽ മുങ്ങി കുളിച്ചവൻ, യഥാർത്ഥ ധർമ്മം എന്താണെന്ന് ഞാൻ അറിഞ്ഞില്ല. അങ്ങനെയുള്ള ധർമ്മം എന്താണെന്ന് പഠിക്കാനാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം മുഴുവൻ അദ്ദേഹം വിനിയോഗിച്ചത്. താൻ എന്ത് നഷ്ടപ്പെടുത്തിയോ, വാട്ട് ഡിഡ് ഐ മിസ് ഇൻ മൈ ലൈഫ്, ഇൻ മൈ ഏർലി ലൈഫ്, ഐ വാണ്ട് ടു അച്ചീവ് ഇറ്റ്, അല്ലെങ്കിൽ ഐ വാണ്ട് ടു ലേൺ അബൌട്ട് ഇറ്റ് എന്ന് പറഞ്ഞാൽ പഠിക്കണം അദ്ദേഹത്തിന്. അങ്ങനെ പഠിച്ചിട്ടിരിക്കുന്ന കാലത്താണ് അദ്ദേഹം വിചിത്രമായിട്ടുള്ള ആ ക്രൗഞ്ചപക്ഷികളിൽ ഒന്നിൻ്റെ കൊലപാതകം കാണും. ഈ ക്രൗഞ്ചപക്ഷികളും സിംബോളിക്കാണ്. ആൺപക്ഷി അകത്തേക്കുള്ള ശ്വാസവും പെൺപക്ഷി പുറത്തേക്കുള്ള ശ്വാസവും. അതിലൊന്നിനെ വധിക്കുമ്പോഴാണ് ആദ്യത്തെ ശോകഭാവത്തിലുള്ള ശ്ലോകം വരുന്നത്. അതൊക്കെ യോഗാർത്ഥമായിട്ട് വിശദീകരിച്ചിട്ട് എപ്പോഴും പറയാൻ പറ്റുമ്പോൾ തീർച്ചയായിട്ടും പറയാം. അപ്പോൾ തൽക്കാലം അത് മാത്രം പിടിച്ചാൽ മതി. ശ്വാസമാണെന്ന് മനസ്സിലാക്കിയാൽ മതി. ഈ ശ്വാസം എന്ന് പറയുന്നത് എപ്പോഴും പറയാനുള്ള മാതിരി പ്രധാനപ്പെട്ട വായു, ഗുരുവായ വായു. ബാക്കി നിങ്ങൾക്ക് ആലോചിച്ചെടുക്കാം അതെന്താണെന്ന്. ഗുരുവായ വായു എന്ന് പറഞ്ഞാൽ പ്രാണനാണ്. ആ പ്രാണനെ വെച്ചിട്ടുള്ള കളി അത് മുഴുവൻ. അപ്പോഴാണ് ആദ്യത്തെ ആ ശ്ലോകം പറയുന്നത്. അതൊരു മന്ത്രമാണ് ശരിക്കും. മാനുഷാത പ്രതിഷ്ഠാന്തം എന്ന് പറഞ്ഞ് തുടങ്ങണം. ലരുത് കാട്ടാളാ എന്ന് പറഞ്ഞിട്ട് നമ്മളതിനെ വ്യാഖ്യാനിക്കും. ശരിക്കും അതിൻ്റെ അന്തരാർത്ഥം കുഴിച്ചു പോയാൽ അതിൻ്റെ അകത്ത് രാമൻ ഇങ്ങനെ സ്വർണ്ണ രത്നക്കല്ലുമാരി തിളങ്ങിക്കൊണ്ട് കിടക്കണം കാണാം. ആ ശ്ലോകത്തിൽ, രാമായണത്തിൻ്റെ ആദ്യത്തെ ശ്ലോകം പോലും അല്ല അത്. ആ ബ്രഹ്മം തിളങ്ങിയിരിക്കണം കാണാൻ പറ്റും. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അദ്ദേഹം ചിന്തിക്കുന്നത്, ലോകത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു, എന്ത് ക്രൂരതയാണ് ഈ കാണിക്കണത്. ആ പാവം ക്രൗഞ്ചപക്ഷികളിൽ ഒന്നിനെ കൊന്നു. ഇങ്ങനെയുള്ളൊരു ലോകത്തിൽ ആരെങ്കിലും ഈ പറയണ ഈ പുസ്തകം നമ്മൾ തന്നെ പറയണ മാതിരി എന്തപ്പോൾ ഈ രാമായണവും മഹാഭാരതവും ഭാഗവതവും ഒക്കെ എഴുതി വെച്ചിട്ട് കാര്യം? ലോകം പോണ പോക്ക് കണ്ടില്ലേ? മഹാമോശം, ധർമ്മമില്ല, അധർമ്മം മാത്രമേ ഉള്ളൂ. അങ്ങനെ മനസ്സ് വിഷമിച്ചിരിക്കുമ്പോൾ അദ്ദേഹം ചിന്തിക്കണം, അങ്ങനെയൊക്കെ ഈ തിയറിയിലൊക്കെ പറയണ പോലെ ശരിക്കും ധർമ്മം അത്രയ്ക്ക് അനുഷ്ഠിച്ചിട്ടുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടാവുമോ? നമ്മൾ ചിന്തിക്കില്ലേ, ഇത്രയൊക്കെ ഇപ്പോൾ ചെയ്യണം ആരെങ്കിലും ഇപ്പോൾ ലോകത്തുണ്ടാവും? ഒരാളും ഉണ്ടാവില്ല എന്നൊക്കെ നമ്മൾ തന്നെ പറയാറുണ്ട്. ചില വ്രതങ്ങളുടെയൊക്കെ ലിസ്റ്റ് കാണുമ്പോൾ നമ്മൾ പറയും, ഓ ഇങ്ങനെയൊക്കെ ഏകാദശിയൊക്കെ എടുക്കണം ആരും കാണില്ല എന്ന് നമ്മൾ പറയും. അതേമാതിരി വാൽമീകിയും ചിന്തിക്കുകയാണ്, ഇങ്ങനെയൊക്കെ ധർമ്മം നടക്കണ ആരും കാണില്ല. ആ സമയത്ത് നാരദ മഹർഷി വരുള്ളൂ. പ്രപഞ്ച സാക്ഷിയാണ് അദ്ദേഹം പറയാണ്, അദ്ദേഹത്തിൻ്റെ അടുത്ത് ഈ ചോദ്യം ചോദിക്കും. അദ്ദേഹം പറയും അഫർമേറ്റീവിൽ വൈ നോട്ട് 100% അങ്ങനെ ഒരാളുണ്ടെന്നാണ് പറഞ്ഞത്. ഇപ്പം ജീവിച്ചിരിക്കേണ്ടത്. അങ്ങനെ ഒരാളുണ്ടോ? ഇപ്പോഴുണ്ടോ? ഉണ്ട്. അയോധ്യയിലെ ദശരഥൻ്റെ മകൻ രാമൻ. രാമോ വിഗ്രഹവാൻ ധർമ്മ. കോർ ലൈനാണ്. ശ്രീരാമസ്വാമിയുടെ എല്ലാ ക്ഷേത്രങ്ങളിലും എഴുതി വെക്കേണ്ടതാണ്. ശ്രീരാമജയം കഴിഞ്ഞാൽ അതിൻ്റെ താഴെ എഴുതി വെക്കണം, രാമോ വിഗ്രഹവാൻ ധർമ്മ. ധർമ്മം രൂപമെടുത്ത് നിൽക്കണവനാണെന്ന് രാമൻ. ഈ ധർമ്മത്തിന് പ്രത്യേകതയുണ്ട്. ധർമ്മത്തിന് നേർക്ക് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഭയം, അടുക്കാനൊരു പേടി, ഗൗരവം,
ഇതൊക്കെ തോന്നും. ധർമ്മത്തിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാൻ പറ്റില്ല. കാരണം റെസ്പെക്റ്റാണ്. നമ്മൾ റെസ്പെക്റ്റുള്ള ഒരാളുടെ സൗന്ദര്യം ആസ്വദിക്കില്ല. ഫ്രണ്ടിൽ നിന്ന് പുറകിൽ പോയി നിന്ന് കഴിഞ്ഞാൽ മുതുകൊക്കെ നോക്കിയിട്ട് ആസ്വദിക്കാം സൗന്ദര്യം. അതുകൊണ്ടാണ് ശ്രീരാമൻ്റെ സൗന്ദര്യം എപ്പോഴും പുറകുന്ന ആസ്വദിക്കുക. അഴകിയ മണവാള പെരുമാളുണ്ട് ശ്രീരംഗം ക്ഷേത്രത്തിൽ. ശ്രീരാമസ്വാമിയാണെന്നാണ് സങ്കല്പം. ആ ഭഗവാനെ പുറകുന്ന് കാണണമെന്നാണ് പറയുക. ശ്രീരാമസ്വാമിയെ പുറകുന്ന് ദർശിക്കണത്രേ സൗന്ദര്യാസ്വാദനം ചെയ്യണമെങ്കിൽ. മുന്നിൽ നിന്ന് കഴിഞ്ഞാൽ നേർക്ക് നിൽക്കാൻ പറ്റില്ല. കാരണം ധർമ്മം അങ്ങനെയാണ്. ധർമ്മം ആ രൂപം എടുത്താണ്. ഈ ധർമ്മത്തെ കൊടിയടയാളമാക്കിയവനും ആ ധർമ്മത്തിൻ്റെ മുകളിൽ സഞ്ചരിക്കുന്നവനുമായിട്ടൊരാളുണ്ട് നമുക്ക്. ആ ആളുടെ പേര് മഹാദേവൻ എന്നാണ്. ധർമ്മകേതനൻ. അതാണ് ഇവർ രണ്ടുപേരും തമ്മിലുള്ള ഈ ബന്ധത്തിൻ്റെ ക്രക്സ് കിടക്കുന്നത്. താൻ ഉപാസിക്കുന്ന, താൻ സഞ്ചരിക്കുന്ന, താൻ കൊണ്ടു നടക്കുന്ന ധർമ്മം രൂപമെടുത്ത് ഭൂമിയിൽ അവതരിച്ച് നിൽക്കുമ്പോൾ അതിനെയാണ് ഭഗവാൻ ഉപാസിക്കുന്നത്. ഞാൻ എന്തുകൊണ്ട് രാമൻ്റെ ഈ ഒരു ഭാവം പറഞ്ഞിട്ട് എനിക്ക് വരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, കർക്കിടകം എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഒരു മാസം എന്നുള്ളതിനെക്കാട്ടിലും ഒരു ക്ഷണമാണ്. തമിഴ്നാട്ടിലിപ്പോൾ അത് ആടിമാസത്തിനോട് അടുത്ത് നിൽക്കും. നമുക്ക് പണ്ടത് പഞ്ഞമാസമാണ്. ഇന്നിപ്പോൾ പഞ്ഞമാസം ഒന്നല്ല, ഇപ്പോൾ ഡിസ്കൗണ്ടിൻ്റെ മാസമാണ്. അങ്ങനെ ആക്കി തീർത്തത് ഒരു 3-4 പരസ്യക്കാരിലോ ഒരു പങ്ക് ഈ ശരത്തേരദാസ് എന്ന് പറഞ്ഞാൽ എനിക്കുണ്ട്. കാരണം പണ്ട് ചെന്നൈ സിൽക്സിനും പോത്തീസിനും ഈ ഡിസ്കൗണ്ട് സെയിൽ ഉണ്ടാക്കി കൊടുത്ത അന്നത്തെ പരസ്യക്കാരിൽ ഒരുത്തൻ ഞാനാ. ആടിമാസം എല്ലാം വലിച്ചെറിയണു പുറത്തേക്ക്. അതുകൊണ്ട് പഴയ തുണി വലിച്ചെറിയൂ, പുതിയത് വാങ്ങുമെന്ന് പരസ്യം എഴുതി. ഈ വിശ്വാസത്തിൻ്റെ കഥ എഴുതിയ പോലെ തന്നെ എൻ്റെ ആദ്യകാല പരസ്യ സക്സസ്സുകളിൽ ഒന്നാണത്. തമിഴ്നാട്ടിൽ ഷോപ്പിങ്ങിൻ്റെ മുഖച്ഛായ മാറിപ്പോയി. 2002 ഞാനത് എഴുതുന്നത്. ഇതായിരുന്നു ലോജിക്ക്. എന്തായാലും ഒക്കെ പുറത്തേക്ക് എടുത്ത് കത്തിക്കുന്നുണ്ട്, അപ്പോൾ നിങ്ങൾ പുതിയതിനെ ഉള്ളിൽ കൊണ്ടുവരൂ. പഴയ തുണി കത്തിക്കൂ, പുതിയത് വാങ്ങൂ. പഴയ സ്വർണം ഒരുക്കൂ, പുതിയ സ്വർണം വാങ്ങൂ. തന്നെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്വർണം വിപ്പിച്ചുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ അങ്ങനെ ഈ നമ്മൾ പരസ്യ വിൽപ്പനക്കാരൻ്റെ കുരുട്ട് ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ചെയ്യിച്ചിരുന്ന ആ മാസം ഇന്ന് നമുക്ക് പഞ്ഞമാസം എന്ന് വിളിക്കാൻ പറ്റില്ല. ഇന്ന് നമുക്ക് പഞ്ഞൊന്നും ഇല്ല. ഇന്ന് നമുക്ക് പഞ്ഞം അകത്താ. നമ്മൾ കൾച്ചറലി ബാങ്ക്രപ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്ന കാലമാണ്. നമ്മുടെ ദാരിദ്ര്യം അകത്തപ്പോൾ നമ്മൾ പുറമേ ഒന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ല നമുക്ക്. അപ്പോൾ മഴ പണ്ട് 6 മാസത്തിൽ കാലം കൂടുതൽ കേരളത്തിൽ മഴയാണ്. കൊടും വന, സർപ്പങ്ങളുടെ ഭൂമിയാണ്. പണ്ട് മുത്തശ്ശിമാരൊക്കെ 20 മക്കളെ വരെയൊക്കെ പ്രസവിക്കും. പലരും പനി പിടിച്ച് മരിക്കും, സർപ്പം കൊത്തി മരിക്കും, പിന്നെ കുറേ പേര് യുദ്ധത്തിൽ മരിക്കും. സർവൈവൽ റേറ്റ് വളരെ കുറവാണ്. ഏറ്റവും കൂടുതൽ മരണങ്ങൾ നടക്കുന്ന ഒരു കാലം കർക്കിടകമാണ്. അത് കഴിഞ്ഞാൽ നവരാത്രി കാലമാവണ ശരത്കാലത്താണ്. നവരാത്രികൾ ആഘോഷിക്കുന്നത് തന്നെ വസന്തത്തിലും ശരദൃതുവിലും ഇത് ആഘോഷിക്കാനുള്ള കാരണം തന്നെ ഏറ്റവും കൂടുതൽ മരണം പ്രകൃതിയിൽ നടക്കുന്ന സമയമായതുകൊണ്ടാണ് അമ്മ ആഘോഷിക്കുന്നത്. കാരണം തീക്ഷ്ണത കൂടും ആ കാലങ്ങൾക്ക്. കേരളത്തിനൊരു എക്സ്ട്രാ സാധനം കൂടി ഈ കർക്കിടകമാണ്. ധാരാളം മരണങ്ങൾ ആ സമയത്ത്. അപ്പോൾ വീട്ടിൽ ഇരിക്കുക, പുറത്ത് പാടത്തൊന്നും പണിയെടുക്കാൻ പറ്റില്ല, പറമ്പിൽ പണിയെടുക്കാൻ പറ്റില്ല. ആ സമയത്ത് ശരീരത്തിനെ ബലപ്പെടുത്തുക, മനസ്സിനെയും ബലപ്പെടുത്തുക. ഇങ്ങനെ ഒരു സ്വയം ചികിത്സയുടെ കാലം. കഥകളിയാണെങ്കിലും കൃഷ്ണാട്ടമാണെങ്കിലും ഒക്കെ അരങ്ങിലെ കളികളൊക്കെ നിർത്തി, പട്ടി വെച്ച് കളിച്ച് നിർത്തി, ഉഴിച്ചിൽ, സുഖചികിത്സ, അകത്ത് അഭ്യാസം, ഇതൊക്കെ നടക്കണത് ഈ കാലഘട്ടങ്ങളിലാണ് നടക്കുക. ആകെ പുറത്തിറങ്ങണത് പിതൃക്കൾക്ക് ബലിയിടാൻ മാത്രം. അന്നത്തെ പ്രകൃതിയാണത് ഡിക്റ്റേറ്റ് ചെയ്തിരുന്നത്. ഇതിലേതോ ഒരു ഘട്ടത്തിൽ രാമായണം അവിടേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. ചേട്ടയടിച്ച് പുറത്താക്കി ശ്രീഭഗവതിയെ ശിവോതി അകത്ത് വയ്ക്കുന്ന സിസ്റ്റത്തിൻ്റെ ഒപ്പം എന്നോ രാമായണം വായിക്കുന്നൊരു രീതി, അത് എഴുത്തച്ഛൻ്റെ കാലത്തിന് മുമ്പ് എങ്ങനെയായിരുന്നു നമുക്കറിയില്ല, 14-15 നൂറ്റാണ്ടിന് മുമ്പ്. പക്ഷെ അതിനുശേഷം എന്തായാലും കേരളത്തിലെ മിക്ക ഒരുമാതിരിപ്പെട്ട വീടുകളിലൊക്കെ രാമായണത്തിൻ്റെ ഒരു ടച്ച് അവിടെ വന്നിട്ടുണ്ട്. അതല്ലാതെ ഇവിടെ കേരളത്തിൽ ഉണ്ടായിരുന്നത്, രാമായണം പ്രാചീനമായിട്ടുണ്ടായിരുന്നത് കമ്പരാമായണത്തിൻ്റെ അവതരണത്തിലാണ്. ഈ ഭദ്രകാളി ജനിച്ചത് രാമായണത്തിന് ശേഷം അത്രേ. അപ്പോൾ അമ്മ കണ്ടിട്ടില്ല അത്. അപ്പോൾ അമ്മയ്ക്ക് കാണാൻ വേണ്ടിയിട്ട് രാമായണം തോൽപ്പാവക്കൂത്തായിട്ട് നടത്തി, കൂത്തഭിഷേകം താലപ്പൊലിയായിട്ട് നടത്തും പാലക്കാട് പ്രദേശങ്ങളിലെ എല്ലാ ഭഗവതി ക്ഷേത്രങ്ങളും. അങ്ങനെയാണ് ഈ കൂത്തഭിഷേകം താലപ്പൊലി വരുന്നത്. അത് കാളിക്ക് രാമായണം കാണാൻ വേണ്ടിയിട്ടാണ്.
അപ്പം ഈ ഒരു സിസ്റ്റം ഒരുപക്ഷെ പണ്ടത്തെ കണക്കിന് എനിക്ക് തോന്നുന്നത് ചരിത്രത്തിൽ രേഖകളൊന്നുമില്ല, വളരെ ഉയർന്ന തട്ടുകളിലുള്ള ഹിന്ദുക്കളുടെ ഇടയിൽ വായിച്ചിരുന്നു എന്നുള്ളതിന്. ഇതൊരു മിഡിൽ റേഞ്ചിലുള്ള ഹിന്ദുക്കളാണ് വായിച്ചിരുന്നത്. പക്ഷേ 82 മാധവ്ജി, തന്ത്രവിദ്യാപീഠത്തിൻ്റെ സ്ഥാപകൻ, ആ മഹാത്മാവ്, അദ്ദേഹം കേരളമൊട്ടുക്ക് നടന്ന് പ്രചരിപ്പിച്ച് വിളംബരം ചെയ്യിപ്പിച്ച് വളർത്തിയെടുത്താണ് ഇന്നത്തെ രാമായണ മാസം. അന്ന് അദ്ദേഹത്തിനെ കളിയാക്കി എഴുതിയ പത്രങ്ങൾ ഇന്ന് കോളം ഇടുന്നു. അത് കാണുമ്പോൾ സത്യം പറഞ്ഞ ചുരുട്ടി മുഖത്തേക്ക് എറിയാനാ തോന്നുന്നു. അന്ന് അദ്ദേഹത്തിനെ ഇത്രയും അപഹസിച്ചിട്ടുള്ള മലയാളത്തിലെ പ്രധാനപ്പെട്ട പത്രങ്ങൾ ഇന്ന് ദിവസം ഏതെങ്കിലും ഒരു പണ്ഡിതനെ കൊണ്ട് രാമായണത്തിന് കോളം എഴുതിക്കുന്നുണ്ട്. അതിപ്പോൾ മറ്റന്നാൾ തൊട്ട് തുടങ്ങും. കർക്കിടക ഡ്രാമകൾ എന്ന് പറയാം അതിനെ, നാലമ്പലത്തിലേക്കുള്ള യാത്രകൾ ആ സമയത്ത് മാത്രമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഇവിടെ ഒന്നും രാമനെ അവനവൻ്റെ അകത്തേക്കോ അവനവൻ്റെ വീട്ടിലേക്കോ കൊണ്ടുവരാനുള്ള ഒരു ശ്രമവും നടക്കുന്നില്ല. ഗ്രന്ഥം ഭക്തിപൂർവം സ്ഥാപിക്കുക, വൈകുന്നേരമോ ഉച്ചയ്ക്കോ രാവിലെ എപ്പോഴാച്ചാൽ വായിക്കുക. അതിൻ്റെ ഒരു കാഴ്ച, അതിൻ്റെ ഒരു ഭംഗി. പത്രത്തിലൊരു ഫോട്ടോ വരും, ഒരു അമ്മൂമ്മ ഇരുന്ന് വായിക്കണത്. ഇന്ന് കേരളത്തിൽ എവിടെയും തിരഞ്ഞാൽ കാണില്ല. നമ്മുടെ അടുത്ത് തന്നെ വിളിച്ചു ചോദിക്കുക ഇടയ്ക്ക്, ശരത്തെ പറ്റിയ വല്ല അമ്മൂമ്മയുണ്ടോ ഫോട്ടോ എടുക്കാൻ? എന്നിട്ട് ആ അമ്മൂമ്മയ്ക്ക് സെറ്റ് മുണ്ട് പോലും എടുക്കാറിയാത്ത അമ്മൂമ്മമാരെയൊക്കെയാണ് ഇപ്പോൾ കിട്ടുന്നത്. പിന്നെ മുടി കറുപ്പിക്കാൻ പറ്റും. അമ്മൂമ്മയല്ല, ചേച്ചിയും അനിയത്തിയും, അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ഫോട്ടോ. അമ്മൂമ്മയായിട്ട് ഫോട്ടോ എടുക്കാൻ വിളിച്ചാൽ ആരും വരില്ല. അപ്പോൾ ഒരു കാലത്ത് മലയാള മനോരമയിലെ സ്ഥിരം വിഷു അമ്മൂമ്മ എൻ്റെ അമ്മൂമ്മയായിരുന്നു. ഓൾ എഡിഷൻ ഒരു കാലത്ത് ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ. കാരണം എന്താ വെച്ചാൽ ഇവരെന്നോട് പറയും ആരെങ്കിലും കണ്ടുപിടിക്കാൻ. ഞാൻ പോയി ചോദിച്ചാൽ പറയും ഞാനൊന്നും അമ്മൂമ്മയാവില്ല എന്ന് പറയും. അന്നത്തെ അമ്മൂമ്മ വരെ. എൻ്റെ അമ്മൂമ്മ പറയും ഓ അതിനെന്താവാല്ലോ പറയും. അങ്ങനെ സ്ഥിരം അമ്മൂമ്മയായിരുന്നു അമ്മൂമ്മ. അപ്പോൾ നിശബ്ദമായിട്ടുള്ള ഒരു ചോദ്യം നമ്മൾ നേരത്തെ കേട്ട കഥയിലുള്ളത് അവിടെ നിൽക്കുന്നുണ്ട്. രാമായണം വായിക്കണത് കൊണ്ട് മാത്രം ശ്രീരാമൻ വീട്ടിൽ വരുമോ, ഹനുമാൻ സ്വാമി വീട്ടിൽ വരുമോ? ഇത് നമ്മൾ ചിന്തിക്കണം. അതോ രാമായണം പഠിപ്പിക്കണ മൂല്യങ്ങൾ ജീവിതത്തിൽ ആചരിക്കണ കുടുംബങ്ങളിലേക്കാണോ അദ്ദേഹം വരിക? എല്ലാം ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. എല്ലാം നമ്മുടെ കാലഘട്ടത്തിൽ പ്രാക്ടിക്കൽ അല്ല. ധർമ്മം കാലത്തിനനുസരിച്ചിട്ട് നിർവചിക്കേണ്ടതാണെന്ന് ഭഗവാൻ തന്നെ ഗീതയിൽ സൂചിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അല്ലാണ്ട് ഏതോ ഒരു നൂറ്റാണ്ടിൽ പശുവിനെയും മാടിനെയും മേടിച്ച് നടന്ന കാലത്തെ ധർമ്മം തന്നെ ഇപ്പോഴും അനുഷ്ഠിക്കണം, ലോകത്തുള്ളവർ അത് മുഴുവൻ അതേ അനുസരിക്കാൻ പാടുള്ളൂ എന്ന് പറയുന്ന രീതിയൊന്നും വർക്കാവില്ല. ധർമ്മം ഈസ് ഓൾവേസ് കോണ്ടെക്സ്റ്റൽ. പ്രകൃതിയുടെ ധർമ്മങ്ങളുണ്ട്, അതിനെ നമുക്ക് മാറ്റാൻ പറ്റില്ല. ഇപ്പം ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഒരു 5000 കൊല്ലം മുമ്പ് നമ്മൾ ഈ ഒരു അടുത്ത് താഴെയിട്ടാൽ നിലത്ത് വീഴും, പൊട്ടും. ഇപ്പോൾ വീഴാൻ പൊട്ടും. ഗുരുത്വാകർഷണത്തിന് മാറ്റം വന്നിട്ടില്ല, ഗ്രാവിറ്റിക്ക് മാറ്റം വരില്ല. നമ്മൾ ചോദിക്കും ഇന്നത്തെ കാലത്ത് അതൊക്കെ നടക്കുമോ ചോദിക്കും. നമ്മുടെ ഒരു ചോദ്യമാണ്. മന്ത്രം ജപിച്ചാൽ ശക്തിയുണ്ടോ, പൂജ കഴിച്ചാൽ ഫലമുണ്ടോ എന്നൊക്കെ ചോദിക്കും. ഇത് ഗുരുത്വാകർഷണം പോലെയാണ്, പ്രകൃതിയുടെ നിയമമാണ്. ഒരു പിടി പൂവെടുത്തിട്ട് ഭഗവാനെ എന്ന് പറഞ്ഞിട്ട് ഇട്ടാൽ അവിടെ മന്ത്രം ഇല്ലെങ്കിൽ പോലും അത് വലിക്കും. അതൊരു സത്യമാണ്. ഇവിടെ വായന വളരെ പവിത്രമാണ്, നോ ഡൗട്ട്. പുസ്തകം വാങ്ങുന്നതും വയ്ക്കുന്നതും വായിക്കുന്നതും ഏറ്റവും വിശേഷമാണ്. ഭഗവാന്റെ അക്ഷര രൂപത്തിലുള്ള ഭാവം തന്നെയാണ് രാമായണം. അത് അധ്യാത്മരാമായണമാണെങ്കിലും മലയാളത്തിലെ തർജ്ജമ, അതായത് എഴുത്തച്ഛൻ്റെ സ്വതന്ത്ര തർജ്ജമയാണെങ്കിലും, അധ്യാത്മരാമായണം സംസ്കൃതം വ്യാസമഹർഷി എഴുതിയത് അതാണെങ്കിലും, കമ്പര് തമിഴിൽ എഴുതിയതാണെങ്കിലും, കൃത്തിവാസൻ്റെ ബംഗാളിലെ രാമായണമാണെങ്കിലും, അത്ഭുത രാമായണമാണെങ്കിലും, രാമാക്കിയൻ എന്ന് പറഞ്ഞ മലേഷ്യയിലെ രാമായണമാണെങ്കിലും, ഇനി വാൽമീകി രാമായണം മൂലമാണെങ്കിലും, ആകെ 4 ശ്ലോകം മാത്രം കിട്ടിയിട്ടുള്ള 1.25 ലക്ഷം ശ്ലോകത്തിൻ്റെ മുകളിലുള്ള ഹനുമാൻ സ്വാമി എഴുതിയ ആദ്യത്തെ രാമായണമാണെങ്കിലും, ഏത് രാമായണമാണെങ്കിലും അതിൻ്റെ ഒരു ഫലമുണ്ട്. അതുകൊണ്ട് വായന പവിത്രം തന്നെയാണ്, അല്ല എന്നല്ല പറയണത്. പക്ഷെ അവിടെ മാത്രം നിന്നാൽ മതിയോ? ശ്രവണം പവിത്രമാണ്, വായിക്കാൻ അറിയില്ല, കേട്ടാലെങ്കിലും മതി. പാരായണം പവിത്രമാണ്. പക്ഷെ ഇതിൻ്റെയൊക്കെ ലക്ഷ്യം ഒന്നാണ്, നമ്മുടെ ഉള്ളിലുള്ള മാറ്റം. മനുഷ്യൻ്റെ അകത്ത് ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാക്കാനാണ് എല്ലാ ജപങ്ങളും എല്ലാ പാരായണങ്ങളും പറഞ്ഞിട്ട്. രാമായണം കർക്കിടക മാസത്തിൽ വായിച്ച് തീർക്കാനുള്ള 30ാമത്തെ ദിവസമാകുമ്പോൾ അയ്യോ സമയം തീർന്നു പോയി, വായിച്ച് തീർന്നിട്ടില്ല പറഞ്ഞിട്ട് ഓടിച്ച് പിടിച്ച് വായിക്കാനുള്ളതല്ല അത്. ഞാൻ പണ്ടൊരു ക്ഷേത്രത്തിൽ എൻ്റെ പ്രഭാഷണത്തിന് പോയപ്പോൾ അമ്മമാർ വായിച്ച് തീർന്നിട്ടില്ല.
ഒരു ദിവസത്തെ മുഴുവൻ വായനയാണ്. അപ്പോൾ ദിവസം 30 ദിവസം മുഴുവൻ വായിക്കേണ്ടിയിരുന്നിട്ട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അധ്യാത്മരാമായണം മുഴുവൻ എവറി ഡേ ദേ കംപ്ലീറ്റ് ഇറ്റ്. അപ്പം എനിക്ക് തുടങ്ങാനുള്ള സമയം, അപ്പം ഞാൻ താഴെ അവിടെ വന്നിരിക്കുമ്പോഴേ ഒരമ്മയ്ക്ക് ഒരു വിഷമം കൊണ്ടാണ് പാവം ഇടയ്ക്കിടയ്ക്ക് എൻ്റെ അടുത്ത് ഇങ്ങനെ ആകും. ഞാൻ അവിടുന്ന് അവസാനം ഇടയ്ക്ക് അവരിന്ന് വെള്ളം കുടിക്കാൻ നിർത്തി, പിന്നെയും കുറേ കിടപ്പുണ്ട്. ഞാൻ എണീച്ച് നിന്നിട്ട് പറഞ്ഞു, അമ്മേ അത് മുഴുവൻ വായിച്ചു തീർന്നിട്ട് മതി പ്രഭാഷണം. അതാണ് അവിടെ പ്രധാനം. നിങ്ങൾ പെടയ്ക്കണ്ട, അവിടെ ശ്രദ്ധിക്കുന്നു. അതുകൊണ്ട് പെടയ്ക്കരുത്. ഇതിനിരിക്കുമ്പോൾ അതിൻ്റെ പൂർണ്ണതയിൽ സമർപ്പിച്ചിട്ട് ഇരിക്കാൻ തയ്യാറായിട്ട് ഇരിക്കുക വേണ്ടത് നമ്മൾ. അതുകൊണ്ട് സ്വന്തം വീടിനെ അയോധ്യയാക്കാനുള്ളൊരു ജീവിതശാസ്ത്രമാണ് ഇതെന്ന് മനസ്സിലാക്കിയിട്ട് വേണം കർക്കിടകം 1 നമ്മൾ ഭഗവാനെ വിളിക്കാൻ. 30-ാം തീയതി കഴിഞ്ഞാൽ രാമനെ ആട്ടി വിടരുത്, മറക്കൂൻ. ഇന്ന് നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചിന്തിക്കേണ്ടതാണ്. ഇത് ഇന്നൊരു ദിവസം കൊണ്ടൊന്നും ചിലപ്പോൾ എനിക്ക് ഇന്നത്തെ ഈ ടൈമിൻ്റെ ഉള്ളിലൊന്നും ഇതിൽ പറയാനുള്ളതൊന്നും മുഴുവൻ പറഞ്ഞ് അവസാനിക്കില്ല. അത്രയധികം വിഷയങ്ങളുണ്ട് ഇതിൻ്റെ അകത്ത് മാത്രം. അതെപ്പോഴെങ്കിലും മറ്റൊരു സ്ഥലത്ത് ഞാൻ അതിൻ്റെ ബാക്കി പറയാം. ഭഗവാൻ വസിക്കാൻ ആഗ്രഹിക്കുന്ന വീട് എങ്ങനെയാണ്, നമ്മുടെ ആ വീട്ടിലേക്ക് അദ്ദേഹം ഏതൊക്കെ വാതിലുകളിൽ കൂടെ കയറി വരും എന്ന് നമുക്കൊന്ന് നോക്കാം. ചുരുക്കത്തിൽ അയോധ്യയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ, നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത് എന്താ, പണ്ടത്തെ അയോധ്യ എന്ന് പറഞ്ഞാൽ വലിയ കൊട്ടാരങ്ങൾ, സ്വർണ്ണ ഗോപുരങ്ങൾ, അളവറ്റ സമ്പത്ത്, കോസലത്തിൻ്റെ എന്താ പറയുക മുഴുവൻ സമ്പത്ത് മുഴുവൻ കാണിക്കുന്നൊരു മനോഹരമായിട്ടുള്ളൊരു രാജ്യം. സൂര്യവംശത്തിൻ്റെ എല്ലാ പ്രതാപവും അവിടെയുണ്ട്. പക്ഷേ അയോധ്യയുടെ യഥാർത്ഥ മഹത്വത്തിൻ്റെ കാരണം അതൊന്നുമല്ല. അയോധ്യ എന്നുള്ള വാക്ക് ഞാൻ നേരത്തെ പറഞ്ഞു, യുദ്ധങ്ങളില്ലാത്ത അല്ലെങ്കിൽ യുദ്ധം കൊണ്ട് ജയിക്കാൻ സാധിക്കാത്ത, അജയ്യമായ, ആർക്കും കീഴടക്കാൻ പറ്റാത്ത, അങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. പക്ഷെ ഒരു നഗരത്തിനെ അജയമാക്കണത് യഥാർത്ഥത്തിൽ എന്താ, അതിൻ്റെ കോട്ടമതിലല്ല, അതിൻ്റെ ഉള്ളിൽ ജീവിക്കുന്ന ധർമ്മമാണ്. അപ്പോൾ നമ്മൾ ചോദിക്കും, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചില വലിയ വലിയ രാജ്യങ്ങളൊക്കെ പലതും നശിച്ചു പോയിട്ടില്ലേ ഭാരതത്തിൽ തന്നെ? ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ധർമ്മത്തിൽ നിന്ന നഗരങ്ങളൊക്കെ ഇന്നും നിൽക്കുന്നുണ്ട്. കാശി 5000-6000 കൊല്ലം പഴക്കം ഇന്ന് നമ്മൾ ഹിസ്റ്റോറിക്കലി പറയുന്നുണ്ട്. എത്ര പഴക്കമുണ്ടെന്ന് പൗരാണികമായിട്ട് നോക്കിയാൽ അതിനെ അറിയില്ല. ആനന്ദവനം എന്ന പേരിലുണ്ടായ നഗരം പരമശിവന്റെ തൃശൂലത്തിൽ ഇരിക്കുന്നതാണെന്നും പ്രളയത്തിൽ മുങ്ങില്ല എന്നുമാണ് സ്കന്ദപുരാണം കാശീഖണ്ഡത്തിൽ പറയണത്. ആ നഗരത്തിനെ നശിപ്പിച്ചിട്ടുള്ളവർ എത്രമാത്രം അറിയോ? ഭഗവാൻ തന്നെ നശിപ്പിച്ചിട്ടുണ്ട്. ആര്? കൃഷ്ണൻ. കാശിയെ സുദർശനം കൊണ്ട് ചുട്ട് ചാമ്പലാക്കിയിട്ടുണ്ട്. കാശിരാജാവിൻ്റെ മകനെ വധിച്ചിട്ടാണ് ആ ചക്രം തിരിച്ചു വരുന്നത്. അപ്പോൾ വന്നപ്പോൾ കൈകൊണ്ട് പിടിച്ചപ്പോഴാണ് കൈ മുറിഞ്ഞതും ദ്രൗപദി ചേല കയറിയിട്ട് കെട്ടിക്കൊടുത്തതും. കാരണം ഭഗവാനെ മർഡർ ചെയ്യാൻ നോക്കിക്കൊണ്ടേയിരുന്നു. കാശിരാജാവ് ഏറ്റവും വലിയ ശത്രുവായിരുന്നു കൃഷ്ണൻ്റെ. ഭഗവാൻ തന്നെ നശിപ്പിച്ചിട്ടുണ്ട് ആ നഗരത്തിനെ. കാശി എത്ര വട്ടം ആക്രമിക്കപ്പെട്ടു എന്ന് നമ്മൾ ആലോചിക്കണം. ഇന്നും നിലനിൽക്കുന്നില്ലേ കാഞ്ചി? എത്ര തവണ ആക്രമിക്കപ്പെട്ട നഗരം അത്. 600 AD മഹേന്ദ്രവല്ലവൻ ഭരിക്കുമ്പോൾ പുലികേശി 8 മാസമാണ് മാളത്തിൻ്റെ ഉള്ളിൽ എലിയിട്ട് പുകയ്ക്കണമാതിരി കാഞ്ചിയെ വളഞ്ഞിട്ട് ആക്രമിച്ച് നശിപ്പിച്ചത് പുലികേശി രണ്ടാമൻ. അതിനുശേഷം എത്രയോ ആക്രമണങ്ങൾ മറ്റ് മതസ്ഥരുടെ. കാഞ്ചി പിടിച്ചു നിന്നില്ലേ? എന്തെങ്കിലും നാശം സംഭവിച്ചോ? ഉജ്ജയിനി പിടിച്ചു നിന്നില്ലേ? ശ്രീരംഗം പിടിച്ചു നിന്നില്ലേ? ബദരിയും കേദാരും പിടിച്ചു നിന്നില്ലേ? ഇതൊക്കെ ആക്രമിക്കപ്പെട്ടിട്ടുള്ള സ്ഥലങ്ങളാണ്. അങ്ങനെ അനവധി. എന്നാൽ ധർമ്മം പോയി അധർമ്മം വന്നു എന്ന് ഉറപ്പാക്കി അവിടെ ഭഗവാൻ നശിപ്പിച്ചത് തിരിച്ചും വന്നിട്ടില്ല. ദ്വാരക തന്നെ ഏറ്റവും വലിയ എക്സാമ്പിൾ. സ്വന്തം നഗരത്തിനെ നശിപ്പിച്ചു കളഞ്ഞു. അയോധ്യ എത്ര തവണ ആക്രമിക്കപ്പെട്ടു? സോമനാഥം 17 തവണയാണ് തകർക്കത്. 17 തവണ. തിരിച്ചു വന്നില്ലേ? തകർക്കാൻ പറ്റില്ല. അപ്പം അങ്ങനെ ധർമ്മം ജീവിക്കണ സ്ഥലം, അതിനെ തകർക്കാൻ പറ്റില്ല. അപ്പോൾ ധർമ്മം അവിടെ ജീവിച്ചു എന്നുള്ളതാണ് അയോധ്യയുടെ ഗ്രേറ്റ്നെസ്. ആരാ ധർമ്മം? രാമൻ അവിടെ വസിച്ചു എന്നുള്ളതാണ് അയോധ്യയാക്കണം. രാമനില്ലെങ്കിൽ അയോധ്യ ഇല്ല. ഏതോ ഒരു പ്രിൻസ്ലി സ്റ്റേറ്റ്, ഏതോ ഒരു രാജാവ് അവിടെ ഉണ്ടായിരുന്നു, കഴിഞ്ഞു. ധർമ്മം അവിടെ ജീവിച്ചിരുന്നു എന്നുള്ളതാണ് രാമൻ അവിടെ ജീവിക്കാനുള്ള കാരണം. രാമൻ ധർമ്മമാണ്. പക്ഷെ അതുകൊണ്ട് മാത്രമല്ല, ശ്രീരാമസ്വാമി അതിനെ തൻ്റെ വാസസ്ഥാനാക്കി എടുക്കാൻ കാരണം അവിടെ ധർമ്മമുണ്ട്, അതുകൊണ്ട് ഞാൻ അവിടെ ഇരിക്കും എന്ന് പറഞ്ഞിട്ട് ജീവിച്ചു. രണ്ടർത്ഥമാണ്.
രാമനാകുന്ന ധർമ്മം ജീവിച്ചു എന്നും ധർമ്മം അവിടെയുള്ളത് കൊണ്ട് രാമൻ അവിടെ ജീവിച്ചു എന്നും രണ്ടർത്ഥത്തിലും അയോധ്യയാണ്. അതുകൊണ്ടൊരു വീടിൻ്റെ മഹത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വലിപ്പം കൊണ്ടല്ല അളക്കുന്നത്, അതിൻ്റെ അന്തരീക്ഷത്തിനെ കൊണ്ടാണ് അളക്കുന്നത്. ഒരു വീടിൻ്റെ വലിപ്പം അതിൻ്റെ അന്തരീക്ഷത്തിനെ കൊണ്ടാണ്. നമ്മൾ ചില വീടുകളിൽ കയറുമ്പോൾ തന്നെ എന്തോ ഒരു അജ്ഞാതമായിട്ടുള്ളൊരു ശാന്തി നമുക്ക് അനുഭവപ്പെടും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചില വീടുകളിൽ ചെന്നാൽ ഒരു സുഖമുണ്ടാവും. കാരണം എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. വേറെ ചില വീടുകളിൽ എല്ലാ സുഖസൗകര്യങ്ങളും ഉണ്ടെങ്കിലും എന്തോ ഒരു അസ്വസ്ഥത വരും നമുക്കവിടെ വേഗം. അത് ഈ പ്രത്യേകിച്ച് ഈ കല്യാണം വിളിക്കാൻ പോകുമ്പോൾ നമുക്ക് ശരിക്കും ഫീലാവും. ക്ഷണിക്കാൻ പോകുന്ന സമയത്ത് ഞാൻ ചുമ്മാ ഞാൻ വെറുതെ പറഞ്ഞ കാരണം ആ വിവാഹത്തിൽ ആ വിളിക്കപ്പെടുന്നവർ യഥാർത്ഥത്തിൽ സന്തോഷിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്കൊരു സെൻസ് കിട്ടും, അല്ലേ? അതേപോലെ തന്നെയാണ് വെറുതെ ഒരു സ്ഥലത്ത് ചെന്നാൽ നമുക്കത്, ചില വ്യാപാര സ്ഥാപനങ്ങളിൽ ചെന്നാൽ എല്ലാം ഉണ്ടാവും, പക്ഷെ ആ ഉടമയുടെ മുഖം കണ്ടാൽ നമുക്ക് അവിടുന്ന് വാങ്ങാൻ തോന്നില്ല. അവിടുന്ന് ഒരു സാധനം നമുക്ക് വാങ്ങാൻ തോന്നില്ല. ചില സ്ഥലങ്ങൾ അങ്ങനെയല്ല, നമുക്ക് വാങ്ങാൻ തോന്നും. അത് വ്യക്തിപരമായിട്ടും ആ അന്തരീക്ഷത്തിൽ ഉള്ള വൈബ്രേഷനാണത്. അവിടുത്തെ വ്യത്യാസം വരുന്നത് അവിടുത്തെ സുഖസൗകര്യങ്ങളിലോ ഫർണിച്ചറിലോ അവിടെ അടിച്ചിട്ടുള്ള എയർ ഫ്രഷറിലോ ഒന്നുമല്ല, അവിടെ ജീവിക്കുന്ന മനുഷ്യരുടെ ഹൃദയത്തിലാണ്. സത്യവും സ്നേഹവും ഭക്തിയും നിറഞ്ഞിട്ടുള്ള ഒരു ചെറിയ കുടിലാണെങ്കിൽ പോലും അഹങ്കാരവും കലഹവും നിറഞ്ഞിട്ടുള്ള വലിയ കൊട്ടാരങ്ങളെക്കാളും അയോധ്യയുടെ അടുത്തേക്ക് നിൽക്കുന്നതാണ്. അവിടെ അയോധ്യയുണ്ട്. അതുകൊണ്ടാണ് പറയാറ്, മഹാലക്ഷ്മിയെ വീട്ടിലിരുത്തണം എന്നുണ്ടെങ്കിൽ കാലചക്രം പദ്ധതിയിൽ ജ്യോതിഷത്തിൽ പറയും. നമ്മുടെ അവിടെ അധികം പ്രചാരമില്ല അതിന്. ലൈഫ് സ്റ്റൈലിൽ വരുത്തുന്ന ചേഞ്ചസ് വരുത്തിക്കൊണ്ട് പരിഹാരം ചെയ്യല. ഹോമവും പൂജയൊന്നുമല്ല, ഈശ്വരന് നിരക്കുന്ന രീതിയിൽ ജീവിക്കാൻ പഠിപ്പിക്കുകയും ചെയ്യുക കാലചക്രം. ഇപ്പം ഞാൻ പലപ്പോഴും പറയാറുണ്ട്, രാഹുബാധിതമായിട്ടുള്ളൊരു ജാതകമുള്ളൊരു കുട്ടിക്കോ ഒരു വ്യക്തിക്കോ സ്വന്തം ടോയ്ലറ്റ് ക്ലീനാക്കുന്നതാണ് ഏറ്റവും വലിയ പരിഹാരം. എത്ര പേര് ചെയ്യും? ആ എളിമ ഉണ്ടാവുമ്പോഴാണ് അവിടെ ഗ്രഹം പ്രീതിപ്പെടുന്നത്. അല്ലാണ്ട് നമ്മൾ പോയിട്ട് സർപ്പത്തിന് 100 പാലും കഴിച്ചുകൊണ്ടോ ദുർഗാ സപ്തശതി ജപിച്ചുകൊണ്ടോ അവിടെ അത് വർക്കാവില്ല. അമ്മ കണ്ണു തുറക്കില്ല. അതേപോലെ ഈ കാലചക്രം പ്രവൃത്തിയിൽ പറയും, വീട്ടിൽ കലഹമില്ലാതിരിക്കലാണ് അത്ര മഹാലക്ഷ്മി ഇരുത്താനുള്ള ആദ്യത്തെ പടി. എന്നിട്ട് നെയ്വിളക്ക് കൊളുത്താം, എന്നിട്ട് അഷ്ടകം ജപിക്കാം, എന്നിട്ട് ശ്രീസൂക്തം ജപമാവാം, ഒക്കെ ആവാം. ശ്രീസൂക്തം ജപിക്കുന്നുണ്ട്, മഹാലക്ഷ്മി അഷ്ടകം ചെല്ലുന്നുണ്ട്, കനകധാര ചെല്ലുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. വരലക്ഷ്മി വ്രതം എടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ ഉടനെ അടിയാണെങ്കിൽ അമ്മ അവിടെ ഇരിക്കില്ല. സന്തുലിതമായിട്ടുള്ള അവസ്ഥയാണ് മഹാവിഷ്ണു, സ്ഥിതിയുടെ ദേവന. സന്തുലനമുള്ള സ്ഥലത്തെ ലക്ഷ്മി ഇരിക്കൂ. നാരായണൻ ഇല്ലാതെ ലക്ഷ്മി ഇരിക്കില്ല എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അതാണ്. ബാലൻസ് ഉള്ളവിടെ ലക്ഷ്യത്തിലെത്താനുള്ള ശക്തി കൂടെ ഇരിക്കുള്ളൂ. ലക്ഷ്യത്തിലെത്തിക്കുന്നവളാണ് അതിൻ്റെ അർത്ഥം. ലക്ഷ്മി എന്ന വാക്കിൻ്റെ അർത്ഥം ഏതാ ലക്ഷ്യം? ഭഗവാന്റെ 2 കാലുകളാണ്, ആ തൃപ്പാദങ്ങളാണ്. അവിടേക്ക് എത്തിപ്പിക്കുക എന്നുള്ള ആധ്യാത്മിക അർത്ഥം. ജീവിതാർത്ഥത്തിൽ നമ്മുടെ എന്ത് ലക്ഷ്യമുണ്ടോ അതിലേക്ക് എത്തിക്കുന്നത്. ഇതേപോലെ തന്നെയാണ് രാമൻ. ആഡംബരമേ അന്വേഷിക്കില്ല. ഭഗവാൻ ആഡംബരമാണ് ആഗ്രഹിച്ചിരുന്നതെന്നുണ്ടെങ്കിൽ അനിയൻ്റെ അടുത്ത് തല്ലുകൂടി 14 വർഷം വനവാസം സ്വീകരിക്കില്ലായിരുന്നു. രാജകീയമായിട്ടുള്ള ശയ്യയ്ക്ക് പകരം അദ്ദേഹം ഇലകൾ സ്വീകരിച്ചു. രാജകീയമായിട്ടുള്ള വിഭവങ്ങൾക്ക് പകരം അദ്ദേഹം കിഴങ്ങും കായ്കനികളും സ്വീകരിച്ചു. കഷ്ടപ്പാടുകളെ ഒരിക്കലും പരാതിയില്ലാണ്ട് സ്വീകരിച്ചു. ഇതൊക്കെ നമ്മളെ ഒരു സത്യം പഠിപ്പിക്കുന്നുണ്ട്. ഇതൊക്കെ വെറുതെ വായിച്ചു പോകാനുള്ളതല്ല, നമ്മളിലും ഈ റെസീലിയൻസ് ഉണ്ടാക്കാനുള്ള. അദ്ദേഹത്തിന് മാതിരി ആവാൻ നമ്മളെ കൊണ്ടൊന്നും സാധിക്കില്ല. പക്ഷേ ജീവിതത്തിൽ ചിലപ്പോൾ ജീവിതം നമ്മളെ എടുത്തിട്ട് ഫുട്ബോൾ അടിക്കുന്ന മാതിരി അടിക്കുമ്പോൾ, കാറ്റിൽ തകർക്കുമ്പോൾ എവിടെയോ ഭഗവാൻ നമുക്കൊരു പിടിവള്ളി തരും. ഇപ്പം നിങ്ങൾ എത്ര പേര് എൻ്റെ സുന്ദരകാണ്ഡത്തിൽ ഭഗവാന്റെ ചാട്ടം, ഹനുമാന്റെ ലങ്കയിലേക്കുള്ള ചാട്ടം പറഞ്ഞ പ്രഭാഷണം കേട്ടിട്ടുണ്ടെന്നറിയില്ല. സാധിക്കുമ്പോൾ ലങ്കാദഹനം കേൾക്കുക. ഞാൻ പണ്ട് കോടംകുളങ്ങര ക്ഷേത്രത്തിൽ ചെയ്ത, അവരെന്നെ സുന്ദരകാണ്ഡം പറയാൻ വിളിച്ചതാണ്. ഞാൻ പറയാറുണ്ട് പല സ്ഥലത്തും. 1.5 മണിക്കൂറും ചാട്ടാ പറഞ്ഞു. അവിടെ എത്തിയതൊക്കെ അവസാനം വേഗം പറഞ്ഞു. കാരണം ആ 1.5 മണിക്കൂർ ചാട്ടത്തിൽ നമ്മളെ കാണാൻ സാധിക്കും. എന്നെ ഒന്നിനും കൊള്ളില്ല, ഒന്നിനും കൊള്ളില്ല, ഒന്നിനും കൊള്ളില്ല പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളെ എങ്ങനെ ഒരു പ്രചോദനം കിട്ടിയാൽ അവൻ തിരിച്ചു വരും ജീവിതത്തിലേക്ക് എന്ന് കാണിച്ചു തരലാണത്. ഹനുമാൻ സ്വാമിയുടെ ജീവിതം ദുഃഖനിർഭരാണ്. കരയാണ്ട ഭഗവാന്റെ ചെറുപ്പത്തിലെ കഥകൾ നമുക്ക് കേൾക്കാൻ സാധിക്കില്ല. ആരുമില്ലാത്തവനായിരുന്നു.
തൻ്റെ കഴിവ് തിരിച്ചറിയുന്നില്ല പോട്ടെ, അനാഥനായിട്ട് വളർന്നിട്ട് തൻ്റെ ശക്തിയുടെ അല്പം പോലും ഇല്ലാത്ത ബാലടിയും സുഗ്രീവൻ്റെയും അടിമയായിട്ട് അദ്ദേഹം സ്വമേധയാ ജീവിക്കുന്നു. ഒരു ചാരൻ കടയിൽ നിന്ന് സാധനം മേടിച്ചുകൊണ്ട് വരിക, ഇതിനൊക്കെ ഇലക്ട്രിസിറ്റി ബില്ലൊക്കെ അടയ്ക്കുക. ഇത് ഇന്നത്തെ കാലത്ത് പറയും, അന്നത്തെ കാലത്ത് അതായിരുന്നു ജോലി അദ്ദേഹത്തിൻ്റെ. ഒരു മഹാത്മാവ്, ആ മഹാത്മാവിന് തൻ്റെ ജീവിതത്തിനൊരു പർപ്പസ് വരുന്നത്, ഞാൻ എപ്പോഴും പറയാറുണ്ട്, ആ മരത്തിൻ്റെ മുകളിൽ ഇരുന്നിട്ട് ഏതെങ്കിലും ശത്രു വരുന്നുണ്ടോ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ആ കറുത്തുയർന്നൊരു ചെറുപ്പക്കാരനും വെളുത്തുയർന്നൊരു ചെറുപ്പക്കാരനും കണ്ടാൽ ഇരട്ടകളെ പോലുള്ള രണ്ടുപേർ അതിതേജസ്വികളായിട്ടുള്ളവർ വരുന്നു. അതിൽ കറുത്ത ആളെ കണ്ടപ്പോൾ നെഞ്ച് പടപടപടാന്ന് അടിക്കാൻ തുടങ്ങി, വിങ്ങണ്, എൻ്റെ ആരോ, എൻ്റെ എന്നിങ്ങനെ തോന്നുക. പക്ഷെ അപ്പോഴും ലോജിക്കൽ ബുദ്ധി ചിന്തിക്കുകയാണ്, അസുരന്മാരാണോ, വാലി അയച്ചവരാണോ, സുഗ്രീവനെ കൊല്ലാൻ വരുന്നവരാണോ? പക്ഷെ എടുത്തിയാട്ടമില്ല, പോയി അന്വേഷിച്ച് ഉറപ്പ് വരുത്താമെന്ന് പറഞ്ഞ് ചെന്നിട്ടുള്ള ബാക്കി നമുക്കറിയണ കഥയാണ്. ലൈഫ് മാറി മറിയാണ് ഒരു സെക്കൻഡിൽ, ഒരു ദിവസം. ജീവിതത്തിൻ്റെ ലക്ഷ്യം കണ്ടെത്തുകയാണ്. എൻ്റെ ജീവിതം ഈശ്വരാർപ്പിതമാണ്, ഭഗവാന്റെ ലക്ഷ്യം എൻ്റെ ലക്ഷ്യം എന്ന് ചിന്തിക്കുന്നുവോ അന്ന് ജീവിതത്തിൽ എനിക്കിനി ലക്ഷ്യമില്ല എന്ന് നമ്മൾ വെറുതെ കംപ്ലൈൻറ്റ് പറയില്ല. ചെറുപ്പത്തിൽ നമ്മൾ വിചാരിച്ചു പഠിക്കുകയാണ് ലക്ഷ്യം, പഠിച്ചു കഴിഞ്ഞപ്പോൾ ജോലിയാണ് ലക്ഷ്യം, ജോലി കിട്ടിക്കഴിഞ്ഞപ്പോൾ ശമ്പളമാണ് ലക്ഷ്യം, അത് കഴിഞ്ഞ് കല്യാണം കഴിക്കണം, മക്കളുണ്ടാവണം, അവരെ വളർത്തി വലുതാക്കണം, അവരുടെ കല്യാണം നടത്തണം, പിന്നെ അവരുടെ മക്കളെ നോക്കാൻ അമേരിക്കയ്ക്ക് വിസ എടുത്ത് പോകണം, പിന്നെ അവിടെ ചെന്ന് എങ്ങനെയെങ്കിലും നാട്ടിലേക്ക് വരണം. ലക്ഷ്യങ്ങൾ അതൊക്കെയാണ് നമ്മുടെ ലക്ഷ്യം. ചിലവർ പറയും ഭർത്താവ് മരിച്ചു, മക്കൾ പോയി, എൻ്റെ എല്ലാ ലക്ഷ്യവും കഴിഞ്ഞു, ഇനി ഞാൻ എന്താ ചെയ്യുക, വേഗം അങ്ങോട്ട് പോയാൽ മതി. ഇതൊക്കെ ചില ഡയലോഗുകളാണ്. ഗോൾഡൻ ചാൻസാണ്. അവനവൻ്റെ ജീവിതത്തിനെ ഭഗവാന് വേണ്ടിയിട്ട് ഒഴിഞ്ഞു വയ്ക്കാനുള്ളൊരു ചാൻസാക്കി മാറ്റാം. സമ്പത്ത് കൊണ്ട് സാധിക്കില്ലെങ്കിൽ, ജപമറിയില്ലെങ്കിലും കുഴപ്പമില്ല. സാധിക്കുന്ന ഒരാൾക്ക്, വയ്യാത്ത ഒരാൾക്ക് ഒരു നല്ല വാക്ക് പറഞ്ഞാൽ പോലും രാമ അത് സത്യമായിട്ടും ഈശ്വര സേവയാണ്. അപ്പം ഭഗവാൻ അവിടെ പഠിപ്പിക്കുന്നതാണ്. അദ്ദേഹം പ്യൂരിറ്റിയിലേക്കാണ് ആകർഷിക്കപ്പെടുന്നത്. ഹൃദയങ്ങളുടെ പവിത്രതയാണ് പ്രധാനം. ചുമരുകൾ വൈറ്റ് വാഷ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള എല്ലാ വിഷയം. ഹൃദയങ്ങളുടെ ശുദ്ധി. ശബരിയുടെ കഥ നമ്മളെ പഠിപ്പിച്ചത് അതാണ് അല്ലേ? ഞാൻ ശ്രീരാമഭക്തി കഥകളെന്ന് പറഞ്ഞിട്ട് നമ്മുടെ പാലക്കാട് എടത്തറയിലൊരു ശ്രീരാമസ്വാമി ക്ഷേത്രമുണ്ട്. ചെറിയൊരു അമ്പലമാണ്, ആകെ 15 പേരെ കേൾക്കാനുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് മനസ്സിന് ഏറ്റവും തൃപ്തി തന്ന പ്രഭാഷണങ്ങളൊന്നാണ്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, ശബരിയുടെ കഥ പറയുമ്പോൾ ഗുരുവായൂരപ്പൻ വായിലൊരു വരിയങ്ങൾ എടുത്തിട്ടു. ഞാൻ തന്നെ നമ്മൾ ഞെട്ടിപ്പോണ സന്ദർഭങ്ങളുണ്ട് ചില സമയങ്ങളിൽ. ഭഗവാനെ എന്താ ഇപ്പോൾ പറയിപ്പിച്ചത്? ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ, ആ ഭഗവാൻ ഒന്ന് സ്ട്രൈക്ക് ചെയ്താൽ ഈ നാക്ക് പൊങ്ങൂല. പറയണത് ഓരോന്നും ചില സമയങ്ങളിൽ ഞാനും ശ്രോതാവായിട്ടായിരിക്കണം. ചില നേരങ്ങളിൽ നമ്മൾ ശ്രോതാവായിട്ടിരുന്നിട്ട് നമ്മുടെ തൊണ്ടയിലുള്ളിൽ നിന്ന് ഈ ശബ്ദം വരണത് അന്തം വിട്ടിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. ഭഗവാൻ പറയിപ്പിക്കുക, പ്രതീക്ഷയാണ് ഏറ്റവും വലിയ ഉപാസന. ലോങ്ങിങ്, വെയിറ്റിംഗ്, എന്നറിയാത്ത പ്രതീക്ഷ. നമ്മൾ എത്ര നേരം ക്ഷമയോട് കൂടിയിട്ട് നടയടച്ചതിൻ്റെ മുന്നിൽ നിൽക്കും ദീപാരാധനയ്ക്ക്. തുറക്കണില്ല, കണ്ട് ഇയാൾ എന്താ അകത്ത് കാണിക്കണത് ചോദിക്കും. ഉണ്ടോ ഇല്ലയോ? സത്യല്ലേ? നീ രക്ഷപ്പെടണമെങ്കിൽ അബദ്ധസഞ്ചാരം നടത്തിയ സ്ത്രീയാണ്. അതെൻ്റെ ആശ്രമത്തിലെത്തിയപ്പോൾ പറഞ്ഞു, നീ രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ നാരായണൻ രാമാവതാരം എടുത്ത് വരണ കാലത്ത് നിനക്ക് അദ്ദേഹത്തിന് ഭക്ഷണം കൊടുക്കാൻ സാധിക്കും, അന്ന് നിനക്ക് രക്ഷപ്പെടാം എന്ന്. അന്ന് രാമൻ ജനിച്ചിട്ട് പോലുമില്ല. ആ ദിവസം തൊട്ട് തൻ്റെ കുടിൽ അടിച്ച് വൃത്തിയാക്കി, തൂത്ത് വൃത്തിയാക്കി, ഡെയിലി പഴങ്ങൾ പറിച്ച് വെച്ച്, എലന്തപ്പഴമാണ് കൊടുത്തത്. അതുകൊണ്ട് വല്ലാണ്ട് പുളിയില്ലാത്ത മധുരമുള്ള പഴം കൊടുക്കണം എന്നുള്ളതുകൊണ്ട് മുപ്പത്തേരി കടിച്ചു നോക്കിക്കൊണ്ട് കൊടുത്തിരുന്നു. ഇങ്ങനെ ഡെയിലി ഷീ ഈസ് പ്രിപ്പയർഡ് ടു റിസീവ് ഹിം. ആർ വി റെഡി ടു ഡു ദാറ്റ്? ആർ വി റെഡി ടു ഡു ദാറ്റ്? എന്നും തയ്യാറാണ്. എവ്രി മോർണിംഗ് ഷീ ഷോസ് അപ്പ്. ഭഗവാൻ അതാ പറയണം. ഗുരുവായൂരപ്പന് വേണ്ട ഭക്തൻ ആരാണെന്നുള്ളൊരു പ്രഭാഷണം കഴിഞ്ഞ് കുറച്ച് മുമ്പുണ്ടായി. ആ US ഒരു സത്സംഗത്തിൻ്റെ ഭാഗമായിരുന്നു. അതിൽ ആദ്യം കുറേ കാലം നിർമാല്യം സ്ഥിരമായിട്ട് തൊഴുകയും അതിനുശേഷം ഭഗവാൻ എനിക്ക് അത് ചെയ്തു തന്നില്ല, ഇത് ചെയ്തു തന്നില്ല പറഞ്ഞിട്ട് വരാത്ത ആളെയല്ല. അകത്ത് പോലും പോകാണ്ട് ആ ദീപസ്തംഭത്തിൻ്റെ അവിടെ വന്ന് നിന്നിട്ട് പറഞ്ഞിട്ട് പോണ ആളെയാണ്
ഭഗവാൻ ഓർക്കുക. കാരണം ബിക്കോസ് ഈ ഷോഡ് അപ്പ് ഡെയിലി. അയാളുടെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചാലും അയാൾ ദിവസം രാവിലെ അവിടെ അറ്റൻഡൻസ് കൊടുത്തിട്ടുണ്ട്. ആ ദിവസം അറ്റൻഡൻസ് കൊടുക്കുന്നതാണ് ഭക്തിയിലെ ഡിസിപ്ലിൻ. ശബരി അതാ ചെയ്തത്. എവ്രി ഡേ ഷീ വാസ് റെഡി ടു റിസീവ് ഹിം. സ്വാമിയുടെ പറയുമ്പോഴും മുരുകൻ്റെ പറയുമ്പോഴും ഒക്കെ ഞാൻ പറയാറുണ്ട്, ഭഗവാൻ പറയുന്നുണ്ട് നമ്മുടെ അടുത്ത്, ഞാൻ വരാൻ തയ്യാറാണ്, എന്നെ സ്വീകരിക്കാൻ നീ തയ്യാറാണോ? ഈ കംപ്ലൈൻറ്റ് ചെയ്യണതിന് മുമ്പ് അത് ആലോചിക്കുക. ആർ വി റെഡി ടു റിസീവ് ഹിം? രാമൻ്റെ കാര്യത്തിലും അത് തന്നെയാണ് ചിന്തിക്കേണ്ടത്. രാമൻ വന്ന സമയത്ത് അമ്മയുടെ കയ്യിൽ കൊടുക്കാൻ വിഭവമൊന്നുമില്ല. എലന്തപ്പഴം കൊടുത്തു, കടിച്ചു കൊടുത്തു. ലോകത്തിൻ്റെ കണ്ണിൽ അത് അശുദ്ധം, ഭഗവാന്റെ കണ്ണിൽ പക്ഷെ അതാണ് നേദ്യം. അവിടെ കുറച്ച് ദൂരത്തല്ലേ ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് കണ്ണപ്പൻ്റെ കഥ പറഞ്ഞത് പെരിയപുരാണത്തിൽ. പന്നിമാംസം കയ്യിൽ പിടിച്ച് അതിലെ നല്ല ഭാഗം കടിച്ചു നോക്കി, എന്നിട്ട് ആ വായ പോലും കഴിയേണ്ട വെള്ളം വായിൽ നിറച്ച് മുടിയിൽ പൂക്കൾ തിരുകി മഹാദേവൻ്റെ ശിവലിംഗത്തിൽ തുപ്പി അഭിഷേകം ചെയ്ത് തലയിലെ മുടിയോടുകൂടിയുള്ള പുഷ്പം കുടഞ്ഞിട്ട് ആ മാംസം നിവേദിച്ചു പോയിരുന്ന കണ്ണപ്പൻ. തിണ്ണപ്പൻ എന്നുള്ള പേരുള്ളവന് ഭഗവാൻ കണ്ണു കൊടുത്തത് കൊണ്ട് കണ്ണപ്പൻ എന്ന് പേര് വിളിച്ച് ഭഗവാൻ തന്നെ ആദരിച്ചാണ് അദ്ദേഹത്തിനെ. അപ്പൊ ഭഗവാൻ പഴത്തിൻ്റെ വില നോക്കിയിട്ടല്ല, അതിൻ്റെ പിന്നിലുള്ള ഹൃദയത്തെയാണ് ഭക്ഷിച്ചത്. കൃഷ്ണൻ വെണ്ണ കഴിക്കണു പറഞ്ഞു. വെണ്ണ യോഗാർത്ഥത്തിൽ എന്താ? ഹൃദയം തിന്നുന്നവനാണ്. നമ്മുടെ ഹൃദയത്തിനെ രുചിച്ച് കഴിക്കുന്നവനാണ് കൃഷ്ണൻ. വില കൂടിയിട്ടുള്ള അലങ്കാരങ്ങളിലല്ല, നിഷ്കളങ്കമായിട്ടുള്ള സ്നേഹത്തിൽ. നോക്കൂ, വീടൊരുക്കുന്നത് വളരെ എളുപ്പമാണ്. ശ്രീരാമനെ സ്വീകരിക്കാൻ വീടൊക്കെ അടിച്ചു വൃത്തിയാക്കി തളിച്ച് കോലോട്ട് അകത്ത് നമ്മൾ പലതൊക്കെ ചെയ്ത് ഒരുക്കലൊക്കെ എളുപ്പമാണ്. അകത്തൊരുക്കലാ കഷ്ടം. അകത്ത് ഒരുക്കുന്നതാണ് കഷ്ടം. പുറത്തൊരുക്കണ്ടെന്നല്ല, ഒരു ഉത്സവമാണെങ്കിലും ഒരു വിശേഷ ദിവസമാണെങ്കിലും ഇതൊക്കെ ചെയ്യണം. ബാഹ്യശുദ്ധിക്ക് വലിയ പ്രാധാന്യമുണ്ട്. പക്ഷേ രാമായണം അതിലും ആഴമുള്ള ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. നമ്മുടെ കോപം നമ്മൾ വൃത്തിയാക്കിയിട്ടുണ്ടോ? അസൂയയെ കഴുകിക്കളഞ്ഞോ? പരുഷമായിട്ടുള്ള വാക്കുകളെ പുറത്ത് കൊണ്ടുപോയിട്ട് കത്തിച്ചു കളഞ്ഞോ? അഹങ്കാരത്തിനെ പുറത്തേക്ക് എറിഞ്ഞു കളഞ്ഞോ? വീട് വൃത്തിയാക്കാൻ ചൂലും വെള്ളവും മതി. മനസ്സ് വൃത്തിയാക്കാൻ ആത്മപരിശോധന വേണം, വിനയം വേണം, കോൺടംപ്ലേറ്റ് ചെയ്യണം, അകത്തേക്ക് നോക്കാനുള്ളൊരു കഴിവ് വേണം. ചില വ്യക്തികളുണ്ട്, പുറത്ത് എത്ര പേര് പറഞ്ഞു ഞാൻ ഇങ്ങനെയൊക്കെയാണ്, ഞാൻ ഇങ്ങനെ മരിക്കുള്ളൂ എന്നങ്ങൾ അവർ ആദ്യമേ തീരുമാനിക്കും. അങ്ങനെയുള്ളവരെ നന്നാക്കാൻ നോക്കരുത്. അതവരുടെ കർമ്മഫല. അതിൽ ഇടപെടുന്നത് പോലും നമ്മുടെ കർമ്മഫലം കൂട്ടും. അതുകൊണ്ട് വഴിക്ക് പോരുത്. ഭഗവാനോട് പ്രാർത്ഥിക്കുക, എന്നെങ്കിലും സദ്ബുദ്ധി കൊടുത്തേക്കണമെന്ന്. സ്വന്തം ഭാര്യയായിരിക്കാം, ഭർത്താവായിരിക്കാം, മക്കളായിരിക്കാം, ചെയ്യരുതേ, കുടുങ്ങും. കാരണം മരിക്കണത് ഒറ്റയ്ക്കാണ്, ജനിക്കണത് ഒറ്റയ്ക്കാണ്, മറക്കരുത്. കുടുങ്ങരുത്. പറഞ്ഞു കൊടുക്കാം. 1 തവണ 2 തവണ 3 തവണ, 4ാമത്തെ തവണ വിട്ടേക്കണം. ഭഗവാനോട് പ്രാർത്ഥിച്ചേക്കുക. കർമ്മത്തിൻ്റെ വഴിക്ക് വിട്ടേക്കണം. നിങ്ങളുടെ ഭാര്യ ആവുന്നതിന് മുമ്പ്, നിങ്ങളുടെ ഭർത്താവുന്നതിന് മുമ്പും, നിങ്ങളുടെ മകനാവുന്നതിന് മുമ്പും, മകളാവുന്നതിന് മുമ്പും, നിങ്ങളുടെ അച്ഛനും അമ്മയും ആവുന്നതിന് മുമ്പും ഈ പറഞ്ഞ ആൾക്കാരൊക്കെ വേറെ ജീവിതങ്ങൾ ജീവിച്ചവരാണ്. അവരൊക്കെ വേറെ ജന്മങ്ങളുണ്ടായിരുന്നവരാണ്. നമ്മൾ കാണുന്നതല്ല ഭഗവാൻ കാണുന്നത്. ഭഗവാൻ നമ്മളെയൊക്കെ വെളിച്ചത്തിൻ്റെ കണങ്ങൾ മാത്രമായിട്ടാണ് കാണുന്നത്. ഈ ജന്മം ഒരു പേരിട്ട് വിളിക്കണമെന്ന് മാത്രം. അവിടെ പുരുഷനില്ല, സ്ത്രീയില്ല. ഒരു മഹാഗ്നികുണ്ഡം തന്നിൽ നിന്ന് തെറിച്ചു പോയിട്ടുള്ള തീയിൻ്റെ പൊരികൾ ഇങ്ങനെ പാറി നടക്കണ മാതിരിയാണ് ഭഗവാൻ നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഭഗവാൻ അതിൽ ഓരോ തീപ്പൊരിയും വെവ്വേറെ അറിയാം. നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല എന്ന് മാത്രം. ഈ വ്യത്യാസം മനസ്സിലാക്കിയാൽ മതി. അതുകൊണ്ട് ഹൃദയം മലിനമായിരിക്കുമ്പോൾ തറ വൃത്തിയായതുകൊണ്ട് രാമൻ അവിടെ വരില്ല. ആദ്യത്തെ പണി എളുപ്പമാണ്, ചൂലും വെള്ളം എടുത്തിട്ട് അടിച്ചു വാരൽ എളുപ്പമാണ്. പക്ഷെ വീണ്ടും അവിടെ മാലിന്യം വരും. അത് വീണ്ടും ദിവസവും ചെയ്തുകൊണ്ടിരിക്കണം. അതിനേക്കാളും ഭയാനകമാണ് അകത്തെ വൃത്തിയാക്കൽ. അത് ഓരോ സെക്കൻഡും ചെയ്തുകൊണ്ടിരിക്കണം. അത് ചില്ലറ പണിയല്ല. ഭാഗവതത്തിൽ വൃത്രാസുരൻ്റെ കഥ തന്നെ അതാ പഠിപ്പിക്കുന്നത്. നമുക്കത് വെറുതെ ഒരു അസുരൻ്റെ കഥയാണ്. ശുഗമഹർഷി എത്ര ഭംഗിയായിട്ടാണ് ഭാഗവതത്തിലാണ് പറഞ്ഞു പോയിരിക്കുന്നത്. മനസ്സിൻ്റെ വൃത്തികളുടെ രൂപമാണ് വൃത്രാസുരൻ. വൃത്തിരൂപി വൃത്രഹ. ഇന്ദ്രൻ മനസ്സാണ്. മനസ്സിൻ്റെ ആക്ടിവിറ്റികൾ തന്നെ വിഴുങ്ങി. അപ്പം തപശക്തി കൊണ്ട് തല്ലി തകർത്ത് പുറത്തു വരണം. പക്ഷെ വൃത്തികൾക്കും അറിയാം, ഭഗവാങ്കലേക്ക് തിരിച്ചു വിട്ടാൽ ഞാൻ രക്ഷപ്പെടുന്നു. അതുകൊണ്ടാണ് വൃത്രം പറഞ്ഞത്, നീ എന്നെ കൊന്നാലും എനിക്ക് പുല്ലാണ്, ഞാൻ ആ ഭഗവാൻ നാരായണനിൽ ലയിക്കാൻ പോണവനാണെന്ന് പറഞ്ഞിട്ട് ആ സ്തോത്രം സ്തുതിക്കണത്, അഹം ഹരേ എന്ന് പറഞ്ഞിട്ട് സ്തുതിക്കണത്. അപ്പം ഏത് ഗ്രന്ഥത്തിലും, ഇവിടെ രാമായണം വിശിഷ്യ പറയണമെന്ന് മാത്രം, വീട്ടിലെ ഓരോ മുറിയും വൃത്തിയാക്കുമ്പോൾ
ഓരോ തവണ ചൂലുകൊണ്ട് അടിച്ചു വാരുമ്പോഴും ഓരോ തവണ വെള്ളമൊഴിക്കുമ്പോഴും ഞാൻ എൻ്റെ മനസ്സ് വൃത്തിയാക്കണോ, എൻ്റെ മനസ്സ് വൃത്തിയാക്കണോ ഭഗവാനെ, എൻ്റെ മനസ്സ് ഞാൻ വൃത്തിയാക്കണോ എന്ന് പറഞ്ഞ് ഒരു ഓട്ടോ സജഷൻ അവനവനോട് സംസാരിച്ചുകൊണ്ട് അത് ചെയ്യാൻ ശ്രമിക്കുക. രാമൻ ആദ്യം പ്രവേശിക്കണ വാതിൽ സത്യനിഷ്ഠരാണ്. കാരണം രാമൻ്റെ ജീവിതത്തിൻ്റെ അടിത്തറ മുഴുവൻ സത്യമാണ്. ഹൃദം സത്യം പരബ്രഹ്മം പുരുഷം കൃഷ്ണപിംഗളം എന്ന് പറഞ്ഞാൽ ആ സത്യം രാമനാണ്. ഒരു വാക്ക് നൽകിയതുകൊണ്ട് മാത്രം വനവാസം സ്വീകരിച്ചു. ആര്? താൻ കൊടുത്ത വാക്കല്ല, അച്ഛൻ കൊടുത്ത വാക്ക്. പിതൃപരമ്പരകളെ മാനിച്ച വാക്കാണ്. പിതൃപരമ്പരകളോടുള്ള ഭഗവാന്റെ മാനിക്കലാണ് ദശരഥൻ്റെ വാക്ക് മാനിച്ചത്. ഒഴിവാകാനുള്ള വഴികൾ അദ്ദേഹം നോക്കിയില്ല, എക്സ്ക്യൂസ് നോക്കിയില്ല, കുരുട്ട് വഴികൾ ആലോചിച്ചില്ല, എങ്ങനെ രക്ഷപ്പെടാൻ ചിന്തിച്ചില്ല, സാഹചര്യങ്ങളെ സ്വന്തം ആനുകൂല്യമായിട്ട് മാറ്റാൻ ശ്രമിച്ചില്ല. ഭരത, നീ 6 മാസം ഭരിച്ചോ, ഞാൻ 6 മാസം ഭരിക്കാം, നമുക്കൊരു അഡ്ജസ്റ്റ്മെൻറ്റ് പോകാൻ. നമ്മൾ രണ്ടുപേർക്ക് ഇത്രയല്ലേ, അന്ന് അവർക്ക് ചെറിയ വയസ്സാണ്, 10-14 വയസ്സ് പ്രായം എന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ 15 വയസ്സ് അല്ലെങ്കിൽ 20 വയസ്സിൻ്റെ ഉള്ള പ്രായം. അന്ന് വലിയ തടിയൊന്നും വന്നിട്ടുണ്ടാവില്ല. നമുക്ക് രണ്ടുപേർക്ക് ഇരിക്കാനുള്ള സ്ഥലമുണ്ട് എന്തായാലും സിംഹാസനത്തിൽ, നീ ഇവിടെ ഇരുന്നോ ഞാൻ ഇവിടെ ഇരിക്കാം. അങ്ങനത്തെ ഐഡിയകളൊന്നും ചെയ്തില്ല. എനിക്ക് ഉത്തരവാദിത്വത്തിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാമെന്നും ആലോചിച്ചില്ല. എനിക്ക് രാജ്യം വേണ്ട, ഞാനിവിടെ സീതയുടെ കൂടെ സുഖമായിട്ട് അപ്പുറത്തെ ഏതെങ്കിലും ബംഗ്ലാവിൽ താമസിച്ചോളാം, എനിക്കൊരു പെൻഷൻ തന്നാൽ മതി, അല്ലെങ്കിൽ ഞാൻ വേറെ കച്ചവടം ചെയ്തോളാം. ഏതോ ഒരു രാജകുമാരൻ കിരീടമൊക്കെ വേണ്ട വെച്ചിട്ട് ഒരുത്തേ കല്യാണം കഴിച്ച് പോയല്ലോ ഇംഗ്ലണ്ടിൽ, അതുമാതിരി ഭഗവാൻ ചെയ്യാമായിരുന്നു. ദർ ആർ അംപ്റ്റീൻ നമ്പർ ഓഫ് ഓപ്ഷൻസ്. അതൊന്നും ചെയ്തില്ല. ആൻഡ് ഹി ചോസ് സഫറിങ്. ഹി ചോസ് സഫറിങ് വില്ലിംഗ്ലി ഫോർ ട്രൂത്ത്. അദ്ദേഹം ചോദിച്ച ഒരൊറ്റ ചോദ്യമാണ്, ധർമ്മം എന്താ? ധർമ്മം എന്താ? കഴിഞ്ഞ ഈ അടുത്തുകൂടെ ഇപ്പോൾ യൂട്യൂബിൽ കിടപ്പുണ്ട്. ധർമ്മം എന്താണെന്ന് കണ്ടുപിടിക്കാനുള്ള മാർഗം എന്താ? ഒരു തീരുമാനം എടുക്കുമ്പോൾ എങ്ങനെ തീരുമാനം എടുക്കണമെന്ന് ചിന്തിക്കലാണ് ധർമ്മം എന്താണെന്ന് ചിന്തിക്കൽ. അവിടെ തീരുമാനം എടുക്കാൻ അദ്ദേഹം നോക്കിയതാണ്, എന്താണ് ധർമ്മം, ഇപ്പം ഞാൻ ചെയ്യേണ്ട കറക്റ്റായിട്ടുള്ള കാര്യം എന്താണ്, പ്രപഞ്ചത്തിനും പ്രകൃതിക്കും എൻ്റെ ചുറ്റുവട്ടങ്ങളിലും കോട്ടങ്ങൾ വരാതെ. അതുകൊണ്ട് കൈകേയിക്ക് നൽകിയ വാഗ്ദാനം പാലിക്കാൻ വേണ്ടി സ്വന്തം പ്രാണനെക്കാട്ടിലും പ്രിയപ്പെട്ട മകനെ കാട്ടിലേക്ക് അയച്ച ദശരഥൻ തകർന്നു പോയപ്പോൾ ആ വാക്ക് പിൻവലിക്കാൻ അപ്പോഴും പക്ഷെ അദ്ദേഹം തയ്യാറില്ല. ദശരഥൻ്റെ നിഷ്ഠ നമ്മൾ ആരും ശ്രദ്ധിക്കാറില്ല. നമ്മൾ പറയും ദശരഥൻ തള്ളി പറഞ്ഞയച്ചു, ഒരിക്കലും പറഞ്ഞയച്ചിട്ടില്ല. മനസ്സ് വേവുക. ചില മഹാത്മാക്കളുടെ അവസ്ഥ എങ്ങനെയാണ്, കൊടുത്തുപോയ വാക്ക് കാരണം അവർ നീറിയിട്ടാണ് മരിക്കുക, പക്ഷെ വാക്കുന്നവർ പിന്മാറില്ല. അവർ വാക്കുന്ന് പിന്മാറില്ല. രഘുവംശത്തിൻ്റെ ധർമ്മം, പ്രാണൻ പോയാലും വാക്ക് മാറരുത്. രാമൻ്റെ അടുത്ത് കാട്ടിലേക്ക് പോകാൻ ദശരഥൻ ആജ്ഞാപിച്ചിട്ട് പോലുമില്ല. ഹൃദയം പടഞ്ഞു. പക്ഷെ രാമൻ പിതാവിൻ്റെ ആ വാക്കിൻ്റെ ഭാരത്തിനെ ഉത്തമനായിട്ടുള്ള പുത്രൻ എന്ന നിലയ്ക്ക് എന്ന് സ്വയം ഏറ്റെടുക്കുന്നു. അച്ഛൻ കൊടുത്തത് എൻ്റെ വാക്കാണ്. ഒരു നിമിഷം പോലും സങ്കോചിക്കാണ്ട് ആ രാജവസ്ത്രം ഊരി മരവുരി അണിയാണ്. പിന്നെ ഗംഗയുടെ തീരത്ത് ചെന്നിട്ടാണ് കറയൊക്കെ എടുത്തിട്ട് നല്ല മനോഹരമായിട്ടുള്ള സിൽക്ക് പോലുള്ള ചുരുണ്ട മുടിയിൽ തേച്ച് പിടിപ്പിച്ച് കെട്ടി. അല്ലേ? ആ രംഗമൊക്കെ ധാരധാരയായിട്ട് ഗംഗ അപ്പുറത്ത് ഉറങ്ങണേക്കാട്ടിലും കണ്ണീര് വരും. അതൊക്കെ വർണ്ണിച്ച ആ ഭാഗമൊക്കെ. അതുകൊണ്ട് സത്യം എന്ന് പറയുന്നത് ഒരു കുടുംബത്തിൻ്റെ നട്ടെല്ലാണ്. അതൊടിഞ്ഞ ബാക്കിയൊക്കെ നിലമ്പൊത്തും. അച്ഛനും അമ്മയും മക്കളും തമ്മിൽ കള്ളമില്ലാതിരിക്കുന്ന കുടുംബങ്ങളെ കെട്ടുറപ്പുള്ള കുടുംബവും. ആ സത്യമാണ് ആദ്യം പരിപാലിക്കേണ്ട സത്യം. ഓരോ കുടുംബവും സ്വയം ചോദിക്കേണ്ടതുണ്ട്, ഈ വീട്ടിൽ ഞാനോ എൻ്റെ പങ്കാളിയോ അല്ലെങ്കിൽ മക്കളോ കള്ളം കേൾക്കുന്നുണ്ടോ? ഭാര്യാഭർത്താക്കന്മാർ പരസ്പരം ചെറിയ കാര്യങ്ങളിൽ പോലും വഞ്ചിക്കുന്നുണ്ടോ? കുടുംബാംഗങ്ങൾ കൊടുത്ത വാക്ക് പാലിക്കാണ്ട് പോകുന്നുണ്ടോ? നോക്കൂ, ഒരു കുട്ടി കള്ളം പഠിക്കുന്നത് ആദ്യം പുസ്തകത്തിൽ നിന്നല്ല. ഒരാൾ വീട്ടിൽ നിന്ന് വരുമ്പോൾ ഗേറ്റിൻ്റെ അവിടെ നോക്കിയിട്ട് മോനെ പോയി പറ അച്ഛൻ വീട്ടിലില്ല, അച്ഛൻ വീട്ടിലില്ല എന്ന് അച്ഛൻ പറയാൻ പറഞ്ഞു എന്ന് സത്യസന്ധനായ കുട്ടി ആദ്യം പറയും. അതിനൊരു തല്ലും കിട്ടും, അല്ലേ? അതുകൊണ്ട് നമ്മൾ പോലും അറിയാണ്ട് ചെയ്യുന്ന കള്ളങ്ങളാണ് കുട്ടികളുടെ ആദ്യത്തെ പാഠങ്ങളാവും. സത്യം ആചരിക്കുന്ന സ്ഥലത്തെ വിശ്വാസം ഉണ്ടാവുള്ളൂ. സത്യം വിശ്വാസം സൃഷ്ടിക്കും. വിശ്വാസം അതല്ലേ അല്ല, അല്ലേ? വിശ്വാസം സമാധാനത്തിനെ സൃഷ്ടിക്കും. സമാധാനം രാമനെ ക്ഷണിക്കും. കാരണം സന്തുലനമുള്ളവിടെ നാരായണൻ വരുള്ളൂ, അവിടെ ലക്ഷ്മി വരുള്ളൂ, അവിടെ സീതാരാമൻ ആവിർഭവിക്കുള്ളൂ. അല്ലാത്തവിടെ അത് വരില്ല. അടുത്ത വിഷയം അത് പ്രധാനമാണ്. അതുകൊണ്ട് നമ്മൾ തുടങ്ങിയത് കുറച്ച് വൈകിട്ടല്ലേ, ഒരു എത്ര മണി വരെ പോവാം? അപ്പോൾ 12:30 മുക്കാൽ
3:45 വരെ പോകാം. അതേ 1 മണി ആവും നടത്തും. കൃതജ്ഞത, താങ്ക്ഫുൾനെസ്, നന്ദി ഉണ്ടായിരിക്കുക. ഇന്ന് സത്യം പറഞ്ഞാൽ നമ്മുടെ കാലഘട്ടത്തിൽ നമ്മുടെ കുടുംബങ്ങൾക്ക് പൊതുവിൽ മുൻകാലങ്ങളെക്കാട്ടിലും സൗകര്യങ്ങളുണ്ട്, പക്ഷെ സംതൃപ്തിയില്ല. നമ്മുടെ ചോയ്സുകൾ നമ്മളെ കൂടുതൽ ഓപ്ഷൻസ് നമ്മളെ കൂടുതൽ കുഴപ്പത്തിലാക്കണം. ഉദാഹരണത്തിന് ഞാനിപ്പോൾ സ്ഥിരം പറയാറുള്ള 2 എക്സാമ്പിൾസ് ഉണ്ട്, ഇവിടെ അത് പറയാതെ തോന്നും. നമ്മുടെ മക്കൾക്ക് എത്ര കോഴ്സുകളുടെ ഓപ്ഷനാണ്. ഇതിലേത് കോഴ്സ് എടുക്കണം എന്നറിയാണ്ട് ആത്മഹത്യ ചെയ്യണം കുട്ടികൾ. നമ്മളാണെങ്കിൽ പണ്ട് ഒരു പ്രീ ഡിഗ്രി കഴിഞ്ഞാൽ ഒരു ടൈപ്പിങ്, അല്ലേ, ഒരു ഡിഗ്രി കഴിഞ്ഞാൽ ടൈപ്പിങ്, അല്ലെങ്കിൽ ഇവിടുന്ന് ബോംബെക്ക് പോവുക. ഇതായിരുന്നു, ഓപ്ഷൻസ് കുറവായിരുന്നു. അതുകൊണ്ട് കൂടുതൽ റിസ്ക് കൊടുത്തിരുന്നു. അങ്ങനെയുള്ളവർ പണിതത്തിൻ്റെ മുകളിലാണ് നമ്മുടെ രാജ്യവും നിൽക്കുന്നത്. അവർ ഹോട്ടലുകളിൽ മേശ തുടച്ചിട്ടും ക്ലർക്കായിട്ടിരുന്നിട്ടും സൈക്കിൾ കൊട്ടി പോയിട്ടും ഒക്കെ ഉണ്ടാക്കിയതിൻ്റെ മുകളിലാണ് ഇന്നത്തെ ഗൾഫ് പോലും നിൽക്കുന്നത്. അവിടുന്ന് പോയവരാണ് ചങ്ങാടം കടന്നിട്ട്. ഫ്യൂച്ചറിൽ ഇപ്പോഴും ഒരു സ്ഥലമുണ്ട്, പണ്ട് കള്ള ലോഞ്ചിൽ വന്ന ആൾക്കാർ ഇറങ്ങുമ്പോൾ വെടിവെച്ച് കൊന്നിരുന്ന സ്ഥലം. അപ്പോൾ അങ്ങനത്തെ ഒരു തലമുറ കടന്നു പോയിട്ട് ഇന്നത്തെ തലമുറയ്ക്ക് എന്തും വിരൽത്തുമ്പിലാണ്. ഞാൻ സ്ഥിരം പറയാറുള്ളൊരു കോമഡി ഉണ്ട്, ക്ഷമിക്കുക കേട്ടിട്ടുള്ളവർ. രാത്രി വീട്ടിൽ ഭക്ഷണം വയ്ക്കാൻ വയ്യ, അമ്മ പറയണു ഇന്ന് എന്നെ കൊണ്ട് ഒന്നിനും വയ്യ. ഉടനെ ഫോൺ എടുത്തു, എല്ലാവരും സൊമാറ്റോ എടുക്കും. അടി, ഒരാൾ പറയും സൊമാറ്റോയിൽ ഓർഡർ ചെയ്താൽ മതി, മറ്റേ ആൾ പറയും സ്വിഗ്ഗിയിൽ ഓർഡർ ചെയ്താൽ മതി എന്ന്. ആ ബഹളം കുറേ നേരം നടക്കും. അത് കഴിഞ്ഞിട്ട് ഒന്ന് തീരുമാനമാകുമ്പോഴേക്കും ഏത് റെസ്റ്റോറൻറ്റിൽ നിന്ന് വേണമെന്നോ, അപ്പോൾ വേറൊരാൾ പറയും വേറെ റെസ്റ്റോറൻറ്റിൽ നിന്ന് വേണം. അങ്ങനെ റെസ്റ്റോറൻറ്റിൻ്റെ തീരുമാനത്തിന് കുറേ നേരമാവും. പിന്നെ ഏത് ഡിഷ് ഓർഡർ ചെയ്യണം, എത്ര ക്വാണ്ടിറ്റി ഓർഡർ ചെയ്യണം, ഇതൊക്കെ കഴിയുമ്പോഴേക്കും രാത്രി ഒരു 10 മണിയാവും. വൈകുന്നേരം 7 മണിക്ക് തുടങ്ങിയതായിരിക്കും. ഓപ്ഷൻസാണ്, ഒരുപാട് ചോയ്സാണ്. പക്ഷേ എത്ര അൺറെസ്റ്റ് ഉണ്ടായി എന്ന് ആലോചിച്ച് നോക്ക് വീട്ടിൽ. ചിലപ്പോൾ ആ ഒരൊറ്റ കാരണം കൊണ്ട് മാത്രം ഒരു ആത്മഹത്യ നാളെ നടക്കാം. ഇപ്പോൾ കുട്ടികൾ എന്തിനാ ആത്മഹത്യ എന്ന് പറയാൻ പറ്റില്ല. 200 രൂപ അച്ഛൻ റീചാർജിങ്ങിന് കൊടുത്തില്ല എന്നും പറഞ്ഞിട്ട്, അല്ല 1500 രൂപ ചോദിച്ചു, 1300 കൊടുത്തു, 200 നാളെ നിനക്ക് തരാമെന്ന് പറഞ്ഞതിന് കീടനാശിനി മേടിച്ചിട്ട് ആത്മഹത്യ ചെയ്തൊരു കുട്ടി കഴിഞ്ഞ ദിവസം. കാരണം ചോയ്സ് കൂടിപ്പോയി. ഒരുപാട് ഓപ്ഷൻ ഉണ്ടെന്ന് തിരഞ്ഞെടുക്കാൻ. ആധ്യാത്മികതയിൽ ഇതിനെക്കാട്ടിലും ഭയങ്കര. യൂട്യൂബ് തുറന്ന, ഫേസ്ബുക്ക് തുറന്ന എന്തൊക്കെ മന്ത്രങ്ങളാണ്, ഏതൊക്കെ ദൈവങ്ങളാണ്, അല്ലേ, ഏതൊക്കെ ഗുരുക്കന്മാരാണ്, എന്തൊക്കെയാ പറയണത്. ഞാനടക്കം എന്തൊക്കെ പൊട്ടത്തരം വിളിച്ച് പറയുന്നുണ്ട്. ഇതൊക്കെ പരീക്ഷിച്ചറിയാണ്ട്, നിരീക്ഷിച്ചറിയാണ്ട്, അന്വേഷിച്ചറിയാണ്ട് എളുപ്പപ്പണി നോക്കിയിട്ടിരുന്ന് വിഴുങ്ങണില്ലേ? എന്തബദ്ധ കാണിക്കണത്? അപ്പം ഇത് തന്നെയാണ് ഇവിടെ സംഭവിക്കണത്. സംതൃപ്തിയില്ല. അതിന് വലിയൊരു റീസൺ എന്താ അറിയോ? കിട്ടുന്ന ഒന്നിനോട് നന്ദി പറയാൻ പഠിക്കണില്ല, കൃതജ്ഞതയില്ല. ഒരു ഓട്ടോറിക്ഷ നമ്മൾ വന്നിറങ്ങി, നമ്മൾ ആ പൈസയ്ക്ക് വേറെ എന്തൊക്കെ വൃത്തികേട് കാണിക്കും, അയാളോട് മാത്രം തർക്കിക്കും, എന്നിട്ട് അയാളുടെ അന്നത്തെ ദിവസം നശിപ്പിക്കും, നമ്മുടെ കർമ്മവും കൂട്ടും. നേരെ മറിച്ച് ചിലവരുണ്ട് തർക്കിക്കില്ല. കാരണം അവർക്കറിയാം ആ ഒരു മനുഷ്യൻ ആ നേരത്ത് കിട്ടണതിൻ്റെ 10 ഇരട്ടി അപ്പുറത്ത് കൊണ്ടിട്ട് വേണ്ടാത്തതിന് കളയുന്നുണ്ട്. മാത്രമല്ല ആ പൈസ കൊടുത്തിട്ട് അയാൾക്കൊരു താങ്ക്സും പറഞ്ഞിട്ടു. എന്തിനോടും നന്ദി പ്രകാശിപ്പിക്കാൻ കുട്ടിക്കാലം തൊട്ടിട്ട് അച്ഛനമ്മമാർ മക്കളെ പഠിപ്പിക്കണം. അച്ഛനും അമ്മയോട് എന്തിനാ താങ്ക്സ് പറയാൻ പഠിപ്പിക്കണ്ടേ? നീ താങ്ക്സ് ഒന്നും പറയണ്ട, നീ എൻ്റെ കുട്ടിയല്ലേ. ഒരിക്കലും പറയരുത്, താങ്ക്സ് പഠിപ്പിക്കണം. അച്ഛനും അമ്മയോട് താങ്ക്സ് പറയാൻ മക്കൾ ചെയ്താൽ അച്ഛനമ്മമാർ തിരിച്ചും പറയാൻ പഠിക്കാത്ത സമൂഹങ്ങൾ ഇനിയുള്ള കാലത്ത് രക്ഷപ്പെടില്ല. കാരണം പണ്ട് എന്താ വെച്ചാൽ ആധ്യാത്മികമായിട്ട് ആസ്തികമായിട്ടുള്ള അടിത്തറ ഉണ്ടായിരുന്നു. അവിടെ ഈശ്വരനോട് താങ്ക്ഫുള്ളായിരുന്നു. ഇന്ന് അതില്ല. അപ്പം അതുകൊണ്ട് ബന്ധങ്ങളിലെങ്കിലും താങ്ക്സ് പറയാൻ പഠിപ്പിക്കണം. കൃതജ്ഞത കുറഞ്ഞു. നമുക്കുള്ളതിനെ കാണാണ്ട് ഇല്ലാത്തതിനെ മാത്രം നോക്കി കരയല നമ്മുടെ പണി ഇപ്പോഴത്തെ. അതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശ്രീരാമസ്വാമി സദാ നന്ദി പ്രകടിപ്പിച്ചു, എല്ലാവരോടും നന്ദി പറഞ്ഞു, മാതാപിതാക്കളോട് നന്ദി പറഞ്ഞു. അച്ഛൻ തന്നെ കാട്ടിലേക്ക് അയക്കുന്നതിനെ താനൊരു അവസരമായിട്ടാണ് കണ്ടത്. അദ്ദേഹത്തിൻ്റെ ജീവിത നിയോഗമാണ്. രാവണനോട് പോലും നന്ദി പറഞ്ഞു. അതുകൊണ്ടാണ് ആദ്യത്തെ അസ്ത്രം രാവണൻ്റെ കാൽക്കലിക്കും രാമൻ്റെ കാൽക്കലിക്കും ആദ്യത്തെ അസ്ത്രം രാവണനും അയച്ചത്. രണ്ടുപേരും ശിവഭക്തന്മാർ അന്യോന്യം തൊഴുത് പഞ്ചാക്ഷരം ജപിച്ചിട്ടാണ് യുദ്ധം തുടങ്ങുന്നത്. ഭാര്യ കട്ടുകൊണ്ട് പോയവനെയാണ്. അത് മഹാത്മാക്കൾക്കേ സാധിക്കും. രാവണന് ശ്രാദ്ധൗട്ട് ചെയ്തു രാമന്. ശ്രാദ്ധൗട്ട് ആ മക്കളിൽ വിഭീഷണനെ കൊണ്ട് ചെയ്യിപ്പിച്ചതിനേക്കാളും രാമൻ്റെ സാന്നിധ്യം കൊണ്ടാണ് രാവണന് ഗതി ഉണ്ടായത്.
സുഹൃത്തുക്കളോട്, ഗുരുക്കന്മാരോട്, ഋഷിമാരുടെ അടുത്ത്, ഹനുമാൻ സ്വാമിയോട്, ഹനുമാനെ കെട്ടിപ്പിടിച്ച് ചോദിക്കുന്നുണ്ടല്ലോ അവസാനം എല്ലാം കഴിഞ്ഞിട്ട്, നീ എൻ്റെ ആരാന്നാ ചോദിക്കണത്? ഞാൻ നിനക്ക് ഒന്നും ചെയ്തു തന്നിട്ടില്ലല്ലോ. എന്നെ ഇത്ര സ്നേഹിക്കാൻ മാത്രം ആഞ്ജനേയ ഞാൻ നിനക്ക് വേണ്ടി എന്താ ചെയ്തു തന്നിരിക്കണത്? നീ എന്തിനാ എന്നെ ഇത്ര സ്നേഹിക്കണത്? നിന്നോടുള്ള കടപ്പാട് ഞാൻ എങ്ങനെ തീർക്കും? ഞാൻ നിനക്ക് ആരാണെന്ന് ചോദിക്കുമ്പോഴാണ് ആ പ്രസിദ്ധമായിട്ടുള്ള ശ്ലോകത്തിൽ ഭഗവാൻ പറയണത്, ഞാനൊരു ശരീരമാണെങ്കിൽ ഭഗവാനെ ഞാൻ നിൻ്റെ ദാസനാണ്, ഞാൻ ജീവനാണെങ്കിൽ ഭഗവാനെ നീ എൻ്റെ ഭഗവാനാണ്, ഞാൻ ആത്മാവാണെങ്കിൽ ഭഗവാനെ നീ ഭഗവാൻ, ഞാനും ഒന്നാണ്, ഞാനും നീ ഒന്നാണ്. അദ്വൈതം, ദ്വൈതം, വിശിഷ്ടാദ്വൈതം, അദ്വൈതം. അതുകൊണ്ട് മധ്വൻ്റെ ആളാണെന്നും ശങ്കരൻ്റെ ആളാണെന്നും പറഞ്ഞിട്ട് തല്ലുകൂടല്ലേ മണ്ടന്മാരെ എന്ന് ഭഗവാൻ നമ്മളോട് പറയുന്നു. ദ്വൈതം വലുത്, അദ്വൈതം വലുത് പറഞ്ഞ അടികൂടല്ലേ എന്ന്. ഇതൊക്കെ പടികൾ മാത്രമാണ്. സാക്ഷാൽ സീതാദേവി കൊടുത്ത മാലയെ, കാഞ്ചനമാലയെ തല്ലിപ്പൊട്ടിച്ച് നോക്കിയിട്ട് കുരങ്ങ് പെരുമാറുന്നത് പോലെ ഊതിയിട്ടും പൊളിച്ചിട്ടും അകത്തും ഒക്കെ നോക്കിയിട്ട് വലിച്ചെറിയണ കണ്ടപ്പോൾ എന്താ കാണിക്കണമെന്ന് ചോദിച്ചു. ഇതിലൊന്നും രാമനെ കാണാനില്ല. അപ്പോൾ രാമൻ എവിടെയാന്ന് ചോദിച്ചു. നെഞ്ച് കീറി കാണിച്ചു കൊടുത്തു. അകത്ത് ഓരോ രോമകൂപത്തിലും സീതാരാമന്മാരിരിക്കണത് കാണിച്ചു കൊടുക്കും അല്ലേ? രാമായണത്തിനെ സ്വാംശീകരിച്ചാൽ നമ്മൾ ഓരോരുത്തരും ആഞ്ജനേയനാവും. അതുകൊണ്ടാണ് ആഞ്ജനേയനെ മുൻനിർത്തിയിട്ട് രാമനെ വിളിക്കണം എന്ന് പറഞ്ഞത്. രാമൻ എല്ലാവരോടും നന്ദി പറഞ്ഞു, വാനരസേനയോട് നന്ദി പറഞ്ഞു, അണ്ണാനോട് പോലും നന്ദി പറഞ്ഞു അല്ലേ? ആ 3 വര അണ്ണാൻ്റെ മുതുകത്ത് കിടക്കുന്നത് രാമൻ്റെ വാത്സല്യമല്ല, രാമൻ്റെ താങ്ക്സാ. രാമൻ ഭഗവാൻ പ്രപഞ്ചത്തിലെ വളരെ ചെറിയൊരു ജീവിയോട് പറഞ്ഞ താങ്ക്സാണ് ആ 3 വര. രാജാവായതിനു ശേഷവും തന്നെ സഹായിച്ച ഒരാളെയും അദ്ദേഹം മറന്നില്ല എന്നുള്ളതാണ്. ആർക്കെങ്കിലും ശ്രീരാമൻ നന്ദിയില്ലാത്തവനായിരുന്നു എന്ന് പറയാൻ അവസരം ഉണ്ടാക്കിയില്ല അദ്ദേഹം. ജനങ്ങളുടെ ഇഷ്ടമറിഞ്ഞ് ഭരിക്കുക എന്ന് പറയുന്നത് പോലും രാമരാജ്യത്തിൻ്റെ ബേസ് തന്നെ ഈ താങ്ക്സം. നന്ദി നന്ദി നന്ദി, ഭഗവാനെ നന്ദി, ഓരോ നിമിഷവും കിട്ടുന്നതിന് നന്ദി. ഇതാ ശ്വാസത്തോടെ ഇരിക്കണ്ടല്ലോ, അടുത്ത സെക്കൻഡ് ഓഫ് ആവാമല്ലോ, ആയില്ലല്ലോ, നന്ദി പറയുക. ഇന്ന് രാവിലെ എണീച്ച ആദ്യം നന്ദി പറയുക, ആവൂ ഞാൻ ജീവനോടുണ്ട്, ഉണർന്നു. ആ നന്ദി. അതുകൊണ്ട് ഭഗവാന് സേവനത്തിൻ്റെ വലിപ്പമല്ല, അതിൻ്റെ പുറകുള്ള ഹൃദയമായിരുന്നു പ്രധാനം എന്നുള്ളത്. നന്ദി പറയുന്നൊരു വീട്ടിൽ, കൃതജ്ഞതയുള്ളൊരു വീട്, ഉള്ളതുകൊണ്ട് തൃപ്തിയാകുന്നൊരു വീട്ടിൽ സമാധാനം ഉണ്ടാവും. ഭക്തിയുടെ മഹത്തായിട്ടുള്ളൊരു ലെസനുമായിട്ട് ഇതിനിവിടെ ബന്ധിപ്പിക്കാം. ഭാഗവതത്തിൽ പറയുന്നുണ്ട്. നാരദൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ ഞാൻ പല സ്ഥലത്തും ആവർത്തിച്ച് പറയാറുള്ളതാണ്, ജനാർദ്ദനനെ സന്തോഷിപ്പിക്കാനുള്ള മാർഗം എന്താ മഹർഷി എന്ന് ചോദിക്കും യുധിഷ്ഠിരൻ. ഗുരുവായൂരപ്പനെ എങ്ങനെ സന്തോഷിപ്പിക്കുക? 3 കാര്യമേ പറയുള്ളൂ. വിഷ്ണു സഹസ്രനാമം ചെല്ലാനോ ഗുരുവായൂർ അമ്പലത്തിൽ പോയിട്ട് പാട് കിടക്കാനോ ഒന്നും പറഞ്ഞിട്ടില്ല. ഒരഭിനയവും നടത്താൻ പറഞ്ഞിട്ടില്ല. ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുക, കണ്ണും കാതും പോകുന്നത് നിയന്ത്രിക്കുക, ചെറിയ കാര്യങ്ങളടക്കം. ഞാൻ എപ്പോഴും പറയാറില്ല, ഇവിടെ തന്നെ വെച്ച് പിടിക്കാപ്പോ. നേരത്തെ ചേച്ചിമാർ ആ വിളക്ക് അവിടെ നേരാക്കാൻ പോയപ്പോൾ നിങ്ങൾ, അല്ലെങ്കിൽ അങ്ങോട്ട് പോയപ്പോൾ എല്ലാവരുടെയും കണ്ണങ്ങോട്ട് പോയി. അവനവൻ്റെ കണ്ണിനെ നിയന്ത്രിക്കാൻ നമുക്കറിയില്ല. അവിടുന്ന് തുടങ്ങണു. വില്ലുമംഗലം സ്വന്തം കണ്ണ് പൊട്ടിച്ച് കളഞ്ഞ അതിന് വേണ്ടിയിട്ടാണ്. ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുക, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുക, കാണായ പ്രപഞ്ചം മുഴുവൻ ഭഗവാനാണെന്നറിഞ്ഞ് ആർക്കും ദ്രോഹം ചെയ്യാതിരിക്കുക. ഇത് 3 ചെയ്താൽ തുഷ്യത്യാശു ജനാർദ്ദനാണ്. ജനാർദ്ദനൻ സന്തോഷിക്കുന്ന പറയും. ഇതാണ് മഹാഭക്ത ലക്ഷണം. മഹാഭക്ത ലക്ഷണം ഇതാണ്. ഹനുമാൻ സ്വാമി ഇതിൻ്റെ ആളാണ്. അപരിമേയ ശക്തിയാണ്. പക്ഷെ എവിടെയെങ്കിലും ഞാൻ ശക്തനാണെന്ന് പറഞ്ഞിട്ട് കയറിയിട്ട് അദ്ദേഹം അടിക്കണ കണ്ടുണ്ടോ? ഓപ്റ്റിമൽ കൺട്രോൾഡ് യൂസ് ഓഫ് പവറാണ്. അതൊരു ഭക്തനിലേ വരുള്ളൂ. കാരണം തനിക്ക് കിട്ടിയിട്ടുള്ളതിലുള്ള നന്ദിയാണ് ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം. അവനവന് കിട്ടിയിട്ടുള്ള ഓരോന്നിലും കൃതജ്ഞതയുള്ളവൻ റെസ്പോൺസിബിളായിട്ട് ഉപയോഗിക്കുള്ളൂ റിസോഴ്സസിന്. നന്ദിയില്ലാത്തവൻ റെസ്പോൺസിബിളായിരിക്കില്ല. കൃതജ്ഞതയില്ലാത്ത വീട്ടിൽ എപ്പോഴും പരാതിയായിരിക്കും. പരാതികൾ മാത്രം നിറയണം അവിടെ. സന്തോഷം അഥവാ മഹാലക്ഷ്മി പതുക്കെ പതുക്കെ അപ്രത്യക്ഷവും. അതുകൊണ്ട് ചെറിയൊരു പരീക്ഷണം പറയാം. ഇന്ന് രാത്രി ഉറങ്ങണതിന് മുമ്പ് ഇന്ന് ലഭിച്ച 3 കാര്യങ്ങൾക്ക് നന്ദി പറയാം മനസ്സിൽ. ഇങ്ങനെ ഒരാഴ്ച ചെയ്തു നോക്കൂ നിങ്ങൾ. നമ്മുടെ ഹൃദയത്തിൻ്റെ ഭാഷ മാറാൻ തുടങ്ങും. ഒരു കൗൺസിലിങ്ങിന് നിങ്ങൾ പോകേണ്ടി വരില്ല. ഇരിക്കുന്ന സ്ഥലം വൈകുണ്ടാവും. കാരണം നന്ദിയാണ് ഏറ്റവും വലിയ തുളസി അർച്ചന ഗുരുവായൂരപ്പന്, ഏറ്റവും വലിയ വില്ലുതള അർച്ചന മഹാദേവന്, ഏറ്റവും വലിയ രക്തപുഷ്പാഞ്ജലി അമ്മയ്ക്ക്. ചെയ്തു നോക്കും. നന്ദി നന്ദി നന്ദി.
ഒരു കവിതയില്ലേ, നന്ദി ആരോട് ഞാൻ ചൊല്ലേണ്ടു, അല്ലേ? എത്ര സത്യം അത്. പരസ്പര ബഹുമാനം, മ്യൂച്വൽ റെസ്പെക്റ്റ്. രാമായണത്തിൻ്റെ ഏറ്റവും വലിയ സന്ദേശങ്ങളിലൊന്നാണ് പരസ്പര ബഹുമാനം. ദശരഥൻ തൻ്റെ ഭാര്യമാരെ ബഹുമാനിച്ചു, ഒരാളെയും മോശമായിട്ട് കണ്ടില്ല. കൈകേയിയുടെ നീ മിണ്ടാണ്ടിരിക്കുക, നീ രണ്ടാം കട എന്ന് പറഞ്ഞില്ല. കൗസല്യയുടെ അടുത്ത് അവളെയാണ്, കൈകേയിയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുണ്ട്, നിൻ്റെ മകൻ എന്തായാലും കാട്ടിൽ പോകണം എന്നും പറഞ്ഞില്ല. സുമിത്രയെ അവർക്ക് തുല്യം തന്നെ കണ്ടു. ശ്രീരാമൻ സഹോദരന്മാരെ ബഹുമാനിക്കണു, സഹോദരങ്ങൾ ശ്രീരാമനെ ബഹുമാനിക്കണു, പരസ്പരം ബഹുമാനിക്കണു. ലക്ഷ്മണൻ മാത്രമാണ് വികാരാവേശം കൊണ്ട് ഇടയ്ക്കൊന്ന് ഭരതനെ കൊല്ലാൻ ആലോചിക്കുന്നത്. അത് സർപ്പമായതുകൊണ്ടാണ്, അദ്ദേഹത്തിന് ആ സ്വഭാവം വരും, ഉഗ്രകോപിയാണ്. അനന്തനാവുമ്പോൾ സംഘർഷണമൂർത്തിക്ക് കോപം കൂടുതലാണല്ലോ. സീതാദേവി എല്ലാവരെയും ബഹുമാനിക്കുന്നു, അമ്മ സകലവരെയും ബഹുമാനിക്കുന്നു, അല്ലേ? അന്യോന്യമുള്ള പരസ്പര ബഹുമാനത്തിലാണ് നിൽക്കണം. മാത്രമല്ല ഋഷീശ്വരന്മാരെ ബഹുമാനിക്കണം. 12 വയസ്സുള്ള കുട്ടിയല്ലെങ്കിൽ ആരെങ്കിലും ഒരു ഉഗ്രനായിട്ടുള്ള മഹർഷിയുടെ കൂടെ താടക എന്ന് പറഞ്ഞ അസുരസ്ത്രീയെ കൊല്ലാനായിട്ട് പറഞ്ഞു വിടുമോ? താടകയെ പോലും ബഹുമാന പുരസ്സരം കൊല്ലുള്ളൂ. ഈ ഭഗവാന്മാരെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇവർ രണ്ടുപേരും കന്യംഗം കുറിക്കുന്നത് പെണ്ണുങ്ങളെ കൊന്നിട്ടാണ്. ഒരാൾ 3-ാമത്തെ ദിവസം തട്ടി പൂതനെ, വെറും 3 ദിവസം പ്രായമുള്ളപ്പോൾ. മറ്റേ ആൾ 12-ാമത്തെ വയസ്സിൽ തട്ടി. അതിനൊക്കെ ഒരു കാരണമുണ്ട്. എന്തുകൊണ്ട് സ്ത്രീരൂപത്തിലുള്ള വധം നടന്നു എന്നുള്ളത്. കാരണം സ്ത്രീയെ വധിക്കുക ധർമ്മവിരുദ്ധ. അവിടെയാണ് സ്ത്രീയെ വധിച്ചുകൊണ്ട് ഈ 2 മഹാവതാരങ്ങൾ പുറപ്പെടണത് ലോകത്തിൻ്റെ ക്രമത്തിലേക്ക്. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോഴും ബഹുമാനം മാറണില്ല ഇവരുടെ കുടുംബത്തിൽ. ഇതിൻ്റെ ഏറ്റവും വലിയ ലക്ഷണം എന്താ? വരരുചിക്ക് പോലും അറിയാണ്ടിരുന്ന രാമായണത്തിൻ്റെ പ്രധാനപ്പെട്ട ശ്ലോകം എന്താ എന്ന് വിക്രമാദിത്യൻ ചോദിച്ചപ്പോൾ നവരത്നങ്ങൾക്ക് ആർക്കും മിണ്ടാൻ പറ്റിയില്ല, കാളിദാസനടക്കം. വരരുചി വലിയ പണ്ഡിതനാണെന്ന വെപ്പ്, മൂപ്പർക്ക് പോലും പറയാൻ പറ്റിയില്ല. അപ്പോൾ വാശിയോടെ പ്രതിജ്ഞ എടുത്തു, ഞാൻ കണ്ടുപിടിച്ചിട്ട് വരും. അങ്ങനെ ദേശാടനത്തിന് ഇറങ്ങി പല നാടുകളിൽ സഞ്ചരിച്ചിട്ട് അദ്ദേഹത്തിന് കിട്ടിയില്ല. അങ്ങനെ അദ്ദേഹം ഒരു ആൽമരത്തിൻ്റെ താഴെ കിടക്കുന്ന സമയത്ത് രാത്രി 2 യക്ഷികൾ മരത്തിൻ്റെ മുകളിലെത്തി. അപ്പോൾ തന്നെ ഉറപ്പിക്കുക കേരളത്തിലെത്തിന്ന്. മരത്തിൻ്റെ മുകളിലിരിക്കുന്നുണ്ട്. അല്ല, വരുന്നത് മധ്യപ്രദേശിൽ നിന്നാണല്ലോ, ഉജ്ജയിനിൽ നിന്നാണല്ലോ വരണത്. അപ്പോൾ യക്ഷികൾ മരത്തിൻ്റെ മുകളിലിരിക്കേണ്ടി ഉറപ്പിക്കുക കേരളത്തിലെത്തിന്ന്. അപ്പോൾ യക്ഷി, പിശാച്, ഭൂതം ഇതൊക്കെ അന്നേ ഇവിടെ ധാരാളം സ്റ്റോക്കുള്ള സ്ഥലമാണ്. അപ്പോൾ ഇവരിയ്ക്കുക. ഒരുത്തി ചോദിക്കുകയാണ്, നല്ല മനുഷ്യ മാംസത്തിൻ്റെ, ചെറുപ്പക്കാരുടെ മാംസത്തിൻ്റെ മണം, അവനെ നമുക്ക് തിന്നാലോ? അവനെ തിന്നണ്ട, അവൻ ബ്രാഹ്മണനാണ്. മാത്രമല്ല അയാൾ ഒരു പൊട്ടനാണ്, അയാൾക്ക് ഒരു വിവരമില്ല. അതെന്താ നീ അങ്ങനെ പറഞ്ഞു? വലിയ പണ്ഡിതനാണ് അത്ര, പണ്ഡിതൻ. രാമായണത്തിലെ പ്രധാനപ്പെട്ട ശ്ലോകം ഏതാണെന്ന് അവനറിയില്ല. നിനക്കറിയോ? എനിക്കൊക്കെ അറിയാം. ഏതാ അത്? മൂപ്പർ ഉറങ്ങിയിട്ടില്ല, പുള്ളി ഇത് മുഴുവൻ കേട്ടോണ്ടിരിക്കുക. എപ്പോഴാണ് എന്നെ ഈ യക്ഷി പിടിച്ച് തിന്നുക എന്ന് വിചാരിച്ച് പേടിച്ചിട്ട് കിടക്കണ സമയത്താണ് തൻ്റെ ജീവൻ രക്ഷിക്കണ ഏറ്റവും വലിയ അറിവ് വരികയാണ്. സുമിത്രാവാക്യം. സുമിത്ര ലക്ഷ്മണനോട് പറഞ്ഞു, രാമം ദശരഥം വിദ്ധി മാം വിദ്ധി ജനകാത്മജാം അയോധ്യാമടവിം വിദ്ധി ഗച്ഛതാദയദാസു. രാമനെ ദശരഥനെ പോലെ കാണുക. പരസ്പര ബഹുമാനം. മാം വിദ്ധി ജനകാത്മജാം, എന്നെ പോലെ ജനകാത്മജയെ കാണുക. സീതയെ നിൻ്റെ അമ്മയായിട്ട് കാണുക. അയോധ്യാമടവിം വിദ്ധി, കാട് അയോധ്യയാണെന്ന് സങ്കല്പിക്കുക. സന്തോഷമായിട്ട് പോയിട്ട് വാ. ഈ മ്യൂച്വൽ റെസ്പെക്റ്റിൻ്റെ സന്ദേശമാണ് അത്ര രാമായണത്തിൻ്റെ പ്രധാന ശ്ലോകം. ഇതറിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും ഇവർ പോയി. വരരുചി അവിടുന്ന് പോണതിന് മുമ്പ് ഉജ്ജയിനിക്ക് രക്ഷപ്പെടാമെന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴാണ് പ്രസിദ്ധമായിട്ടുള്ള കഥ തുടങ്ങുന്നത്. യക്ഷികളിൽ ഒരുത്തി പറയും, അവനത് കേട്ടിട്ടുണ്ട്, അവൻ ഉറങ്ങിയ മാതിരി അഭിനയിക്കുകയാണ് എന്ന് പറയുമ്പോൾ അവൻ കേൾക്കട്ടെ, അവൻ്റെ അവസ്ഥയൊക്കെ കഷ്ടമാണ്. അവനൊരു താഴ്ന്ന ജാതിയിലെ പെണ്ണിനെ കല്യാണം കഴിക്കാൻ വിധിക്കപ്പെട്ടവനാണ്. ആ പെണ്ണ് ഇന്ന സ്ഥലത്ത് ഇന്ന കുടിയിൽ ജനിച്ചു, അതിൻ്റെ മറുവുള്ള നമുക്ക് തിന്നാം എന്ന് പറഞ്ഞിട്ട് ഇവർ പറന്നു പോകും. അത് കേൾക്കുമ്പോൾ ഞെട്ടിയിട്ട് ഇത് പോയി സമ്മാനം മേടിക്കണതിന് പകരം ഈ വിവാഹം നടക്കരുതെന്ന് പറഞ്ഞിട്ട് ആ കുടിയിൽ ചെന്ന് നോക്കുമ്പോൾ അവിടുത്തെ സ്ത്രീ പ്രസവിച്ച് ബോധം കെട്ട് കിടക്കണം. കുട്ടി കിടന്ന് കരയുണ്ട്, കറുത്തൊരു പെൺകുട്ടി. അതിൻ്റെ തലയ്ക്ക് കുത്തുവിളക്ക് വെച്ച് കുത്തി ഇറക്കി കൊല്ലാൻ നോക്കിയിട്ട് ഇവിടെ തലയുടെ അവിടെ നെറുകയുടെ അവിടെ കുത്താൻ നോക്കി. അപ്പോൾ വിചാരിച്ചു പെൺകുട്ടിയാണ്, കൊല്ലുന്നത് ശരിയല്ല പറഞ്ഞിട്ട് കുട്ടിയെ വാരിയെടുത്ത് ചങ്ങാടം കെട്ടി ഈ കുത്തുവിളക്കും വെച്ചിട്ട് ഭാരതപ്പുഴയിൽ ഒഴുക്കി. കുട്ടി ഒഴുകിപ്പോയി. ഇദ്ദേഹം ഉജ്ജയിനിൽ പോയി സമ്മാനവും മേടിച്ചു, ശ്ലോകമൊക്കെ ചൊല്ലിയിട്ട്. കുറച്ച് കാലമൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഒരു പെർട്ടിക്കുലർ ഒരു വീട്ടിൽ അതിഥിയായിട്ട് ചെന്നപ്പോൾ അവിടുത്തെ പെൺകുട്ടിയെ കണ്ട് ഇഷ്ടമായി, കല്യാണം നടത്തണം പറഞ്ഞു. കല്യാണം നടത്തി. ബ്രാഹ്മണ വീടാണ്.
കല്യാണമൊക്കെ കഴിച്ചു. രാത്രി ഫസ്റ്റ് നൈറ്റിന് പെൺകുട്ടിയുടെ തല കണ്ടപ്പോണ്ട് ഒരു മുറിവ്. ഇതെന്താ ചോദിച്ചപ്പോൾ പണ്ട് എന്നെ ആരോ കുത്തുവിളക്ക് വെച്ച് കുത്തി ചങ്ങാടത്തിൽ ഒഴിക്കുക, എന്നെ തടിച്ചു. അയ്യോ പണി. അന്ന് വീട് വിട്ടിറങ്ങി പുറത്തേക്ക്. അവൾ ഗർഭിണിയാവും, പൊന്തക്കാട്ട് പ്രസവിക്കും. കുട്ടിക്ക് വായുണ്ടോ ചോദിക്കും, വായുണ്ട് പറയും. വായ കയറിയ ദൈവം ഭക്ഷണം കൊടുത്തോളും, കുട്ടിയെ കളഞ്ഞോളാൻ പറയും. ഇങ്ങനെ 11 കുട്ടികളെ കളഞ്ഞു. ഈ 11 പേരെ ഓരോരുത്തർ എടുത്തു വളർത്തി. മേഴത്തോളം അഗ്നിഹോത്രി, നാറാണത്ത് ഭ്രാന്തൻ, കാരക്കലമ്മയാർ, അല്ലെങ്കിൽ എന്താ പറയുക ചങ്കറോത്തമ്മ, കാരക്കലമ്മയാരുടെ ചങ്കറോത്തമ്മ, നമ്മുടെ എന്താ പറയുക പാണനാർ, പാക്കനാർ, ഇങ്ങനെ അനവധി മഹാത്മാക്കൾ. 12ാമത്തെ കുട്ടി കടമ്പഴിപ്പുറത്തിൻ്റെ അടുത്ത് എത്തിയപ്പോഴാണ് പ്രസവിച്ചത്. ആ പൊന്തക്കാട്ടിൻ്റെ ഉള്ളിൽ അമ്മ പാവം ഈ കുട്ടിയെങ്കിലും കിട്ടട്ടെ പറഞ്ഞിട്ട് നുണ പറഞ്ഞു, വായില്ല പറഞ്ഞു. പക്ഷെ പാതിവൃത്യത്തിൻ്റെ പൂർത്തിമദ്ഭാവമായിട്ട് അമ്മ പറഞ്ഞ വാക്ക് സത്യമായി. ഉണ്ടായ വായ അടക്കും. വായില്ലാത്തതിനെ കൊണ്ട് കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് ഇത് കുത്തുകല്ല് വരി ഇവിടെ ഇരിക്കട്ടെ പക്ഷെ അങ്ങനെ കുത്തി പ്രതിഷ്ഠിച്ചു കല്ലായിട്ട്. അങ്ങനെ വായില്ലാങ്കുന്നില്ലപ്പൻ, വായില്ലാങ്കുന്ന് ക്ഷേത്രം അങ്ങനെ ഉണ്ടായതാണ്. അപ്പോൾ ഇത് ഇങ്ങനൊരു വലിയ കഥാപ്പുറത്ത് കിടപ്പുണ്ട് നമ്മുടെ നാട്ടിൽ. നമ്മുടെ പറയപ്പെട്ട മന്ദിരപുരത്തിൻ്റെ കഥ ഈ രാമം ദശരഥം വിധി എന്നുള്ള ശ്ലോകം അന്വേഷിച്ച് ഇറങ്ങിയ വരരുചിയുടെ കഥയാണ് അല്ലേ. അപ്പം അങ്ങനെ ചുരുക്കി പറയാം, രാമൻ വനത്തിലേക്ക് പോയ ശേഷം സിംഹാസനം ഭരതനെ കാത്തു കിടന്നെങ്കിലും ഏട്ടനോടുള്ള ബഹുമാനം കൊണ്ടും സ്നേഹം കൊണ്ടും രാമനെ സ്വീകരിച്ചില്ല. രാമൻ്റെ അടുത്ത് ഭരതൻ വന്ന് ഈ തിരിച്ചു വരണമെന്ന് അപേക്ഷിക്കുമ്പോൾ ചെറിയമ്മയ്ക്ക് അച്ഛൻ കൊടുത്ത വാക്കിനെ ബഹുമാനിച്ച് ഭരതനോടുള്ള ബഹുമാനം കൊണ്ട് ഭരതൻ സൈന്യവുമായിട്ട് വരണ കണ്ടപ്പോൾ ലക്ഷ്മണൻ യുദ്ധത്തിന് പുറപ്പെടുകയാണ്. അരുത്, അവൻ യുദ്ധത്തിനല്ല വരണത് എന്ന് പറയും. അതുകൊണ്ട് എപ്പോഴും ശത്രുഭാവേന വരേണ്ടത് തോന്നിയാൽ പോലും ആ വ്യക്തിയോട് ശ്രീരാമസ്വാമി ബഹുമാനത്തോടെ പെരുമാറിയിട്ടുള്ളൂ. ഇന്ന് പല കുടുംബങ്ങളിലും സ്നേഹം നഷ്ടപ്പെടുകയല്ല ചെയ്യണത്. നമ്മൾ പലരും പറയും സ്നേഹം നഷ്ടപ്പെട്ടു, പണ്ടത്തെ മാതിരി സ്നേഹമില്ല വീട്ടിലെന്ന്. ശ്രദ്ധിച്ചു നോക്കൂ, സ്നേഹം നഷ്ടപ്പെടുന്നതിന് മുമ്പ് നഷ്ടപ്പെട്ടിട്ടുണ്ട് അവിടുത്തെ ബഹുമാനം. നമുക്ക് എല്ലാവരും സ്നേഹിക്കാൻ പറ്റില്ല, പക്ഷെ റെസ്പെക്റ്റ് ചെയ്യാമല്ലോ. അച്ഛൻ 100 തെറ്റ് ചെയ്തിട്ടുണ്ടാവും, കുടുംബത്തിന് ആയ കാലത്തൊന്നും നോക്കിയിട്ടുണ്ടാവില്ല. അച്ഛനെ സ്നേഹിക്കണ്ട, ബഹുമാനിക്കാതിരിക്കണോ? അച്ഛൻ എന്നുള്ളൊരു ബേസ് ബഹുമാനം കൊടുത്തൂടെ? ആ ബഹുമാനമാണ് പറയണത്. അത് നഷ്ടപ്പെട്ടിട്ടുള്ളവിടങ്ങളിലാണ് പിന്നീട് സ്നേഹം പൂർണ്ണമായിട്ടും ഒലിച്ചു പോയതായിട്ട് നമുക്ക് കാണാം. മാതാപിതാക്കൾ കുട്ടികളെ മറ്റുള്ളവരുടെ മുന്നിൽ അപമാനിക്കും. പലപ്പോഴും കുട്ടികൾ അച്ഛനമ്മമാരെ പലപ്പോഴും അപമാനിക്കും. കുട്ടികൾ മാതാപിതാക്കളെ പഴഞ്ചൻ എന്ന് പറഞ്ഞ് പരിഹസിക്കും. അതൊരു തരം വിലയില്ലായ്മയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ഒരു നടൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വർഷങ്ങൾക്ക് മുമ്പ് ഇരിക്കുന്ന സമയത്ത് അദ്ദേഹം ഒരു അഭിപ്രായം പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ മകൻ അദ്ദേഹത്തിനെ പരിഹസിച്ചു ഞങ്ങളുടെ എല്ലാവരുടെ മുന്നിൽ വെച്ചിട്ട്. ഞങ്ങൾക്ക് അദ്ദേഹം ആ നടനാണ്, അയാൾക്ക് അയാളുടെ അച്ഛൻ മാത്രമാണ്. ആ സംഭവം കഴിഞ്ഞതിന് ശേഷം ആ നടൻ്റെ മകൻ പിന്നീട് എൻ്റെ കൂടെ വർക്ക് ചെയ്തപ്പോൾ ഞാൻ ആ സംഭവം ഉണ്ടാകണ ഒരു 3 ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, താൻ ചെയ്തത് വലിയ തെറ്റാണ്. തനിക്ക് തൻ്റെ അച്ഛനാണത്. നിങ്ങൾ വീട്ടിൽ അച്ഛനമ്മ മക്കൾ തമ്മിൽ നിങ്ങൾക്ക് തമാശകൾ പറയാം, അച്ഛൻ ഒന്ന് മിണ്ടാണ്ടിരിക്കേ എന്ന് ഞങ്ങളുടെ മുന്നിൽ വെച്ചിട്ട് പറയരുത്. കാരണം അദ്ദേഹം ഞങ്ങൾക്ക് മഹാനടന്മാരിൽ വെച്ച് മഹാനടന്മാരിൽ ഒരാളാണ്. അതാണ് പ്രോട്ടോക്കോളുകളുണ്ട്. കുടുംബത്തിൽ പോലും പ്രോട്ടോക്കോൾ തെറ്റരുത്. ഇത് നമ്മുടെ പൂർവികർ നന്നായി പഠിപ്പിച്ചിരുന്നു. പക്ഷേ നമ്മുടെ തലമുറയിൽ അത് നഷ്ടപ്പെട്ടു പോയി. ഭാര്യാഭർത്താക്കന്മാർ പലപ്പോഴും മുറിവേൽപ്പിക്കണ വാക്കുകൾ പറയും. മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് മൂപ്പർ ഇങ്ങനെയൊക്കെയാണ്, അല്ലെങ്കിൽ ഇവൾ ഇങ്ങനെയൊക്കെയാണ് എന്ന് നമ്മളത് പുറത്ത് പറയണോ അന്നവിടെ അവസാനിക്കണം, നമ്മൾ പോലും അറിയാതെ. ബഹുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയക്കുക എന്നല്ല അർത്ഥം. ഒരാളുടെ അന്തസ്സിനെ നമ്മൾ അംഗീകരിക്കലാണ്. കോപത്തിൽ പറഞ്ഞൊരു വാക്ക് പോലും വർഷങ്ങളോളം മനസ്സിൽ മുറിവായിട്ട് നിൽക്കും. ഓരോ വ്യക്തിക്കും, ഏറ്റവും ചെറിയവന് പോലും ബഹുമാനം കൊടുക്കുന്ന വീടാണ് യഥാർത്ഥത്തിൽ അയോധ്യ എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതൊക്കെയാണ് നമുക്കിന്ന് വിസ്തരിച്ച് പറയാനുള്ളത്. ബാക്കിയുള്ളത് ഞാൻ ചുരുക്കി പറയാം, വെറും പോയിൻറ്റ്സ് മാത്രമായിട്ട്, എന്നിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. നമ്മുടെ നിത്യജീവിതത്തിൽ അച്ചടക്കം വേണ്ടത്. നമ്മൾ എന്ത് ചെയ്യുന്നതോ അതാണ് മക്കൾ കാണുന്നത്, അവരതാണ് പ്രാവർത്തികമാക്കുന്നത് എന്നുള്ള നമ്മുടെ തിരിച്ചറിവ് വളരെ വലുതാണ്. മാതാപിതാക്കൾ സ്ഥിരമായിട്ട് പ്രാർത്ഥിച്ചാൽ കുട്ടികളും പ്രാർത്ഥിക്കാൻ പഠിക്കും. മാതാപിതാക്കൾ സദാ വഴക്കിടുകയാണെങ്കിൽ കുട്ടികളും അത് തന്നെ പഠിക്കും. വീട്ടിലെ ഏറ്റവും വലിയ അധ്യാപകരെന്ന് പറയുന്നത് അച്ഛനമ്മമാരാണ്. അവർ വാക്കുകൊണ്ടല്ല ജീവിതം കൊണ്ടാണ് പഠിക്കുന്നത്. പലരും പറയും ഞങ്ങൾ മക്കൾക്ക് ഒരുപാട് നല്ലതൊക്കെ പറഞ്ഞു കൊടുത്തു എന്നിട്ടും അവർ ശരിയായില്ല. നല്ലത് പറഞ്ഞു കൊടുക്കലായിരുന്നില്ല വേണ്ടിയിരുന്നത്.
ജീവിച്ച് കാണിക്കലായിരുന്നു വേണ്ടി. അച്ഛനും അമ്മയും വൈകുന്നേരത്ത് വിളക്ക് വെച്ച് ജപിക്കാണ്ട് കുട്ടികളുടെ അടുത്ത് മാത്രം വിളക്ക് വെച്ച് ജപിക്കാൻ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതൊരിക്കലും ഒരു റോൾ മോഡൽസ് ആവുന്നില്ല. അതുകൊണ്ട് ഈ കർക്കിടകത്തിൽ ഒരു ചെറിയ ക്രമം തുടങ്ങുക. സാധിക്കുമ്പോൾ ഒരു നിശ്ചിത സമയത്ത് വിളക്ക് കൊടുക്കുക. ജോലിയുള്ളവർ എത്ര വൈകി വന്നാലും ഭഗവാൻ എപ്പോഴും സന്ധ്യ തന്നെയാണ്. സന്ധ്യ നേരത്തെ വിളക്ക് കൊളുത്താൻ പാടുള്ളൂ എന്ന് ജീവിത സാഹചര്യം കൊണ്ട് സാധിക്കണില്ലെങ്കിൽ വരുമ്പോൾ സാധിക്കുമ്പോൾ കൊളുത്തൽ മുടക്കാതിരിക്കുക. കൊളുത്താൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ മനസ്സിലൊരു വിളക്ക് കൊളുത്തുക. അപ്പോഴും വിളക്ക് കൊളുത്തൽ മുടക്കരുത്. എന്ന് വെച്ചിട്ട് എനിക്കിന്ന് വയ്യ, ഞാൻ കിടക്കുകയാണെന്ന് പറഞ്ഞിട്ട് മനസ്സിൽ കിടന്നുകൊണ്ട് വിളക്ക് കൊളുത്തരുത്. സാധിക്കുമ്പോൾ വിളക്ക് കൊളുത്തും, അല്ലാത്തപ്പോൾ മനസ്സിൽ കൊളുത്തണം. അവനവനെങ്കിലും പറ്റിക്കാതിരിക്കുക, മറ്റുള്ളവരെ കാണിക്കാനല്ല. നമ്മുടെ അകത്ത് ഒരു ക്രമം, അത് താനെ ജീവിതത്തിലേക്ക് വരും. ഇതേപോലെ തന്നെയാണ് കരുണ എങ്ങനെയാണ് കുടുംബത്തിൽ വരുന്നത്, ലാളിത്യം എങ്ങനെയാണ് കുടുംബത്തിലേക്ക് ഭഗവാനെ കൊണ്ടുവരുന്നത്, അതേപോലെ വാക്കുകൾ നിയന്ത്രിച്ച് ഉപയോഗിക്കുന്നത് എങ്ങനെയാണ് ശ്രീരാമനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നത്, ഭഗവാന്റെ നിരന്തര സ്മരണ എങ്ങനെയാണ് ജീവിതത്തിൽ സംഭവിക്കണമെന്നുള്ളത് രാമായണത്തിനെ മുൻനിർത്തി മാത്രം നമുക്ക് പഠിക്കാൻ പറ്റും. ഇതോരോന്നും ഇപ്പം ഞാനൊരു പ്രഭാഷണത്തിൽ പറഞ്ഞാലേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ എന്നുള്ളതൊന്നുമില്ല. ഇത് നമ്മുടെ മുന്നിലുണ്ട്. നമ്മൾ ഓരോരുത്തർക്കും സ്വന്തം എന്താ പറയുക ബുദ്ധി ഉപയോഗിച്ച് ഇപ്പം കൃത്യം 1 മണിയായി പോയി ഊണ് കഴിക്കണം എന്ന് എല്ലാവരും ഓർക്കുന്നുണ്ടല്ലോ. ഇതേപോലെ നാമമില്ലെങ്കിൽ എനിക്ക് ജീവിക്കാൻ സാധിക്കില്ല എന്ന ബോധ്യം ഉണ്ടായാൽ മതി. ആ ബോധ്യത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം, നിത്യജീവിതം വളരെ മനോഹരമാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് എല്ലാ വർഷവും രാമായണം 30 ദിവസം കൊണ്ട് പൂർണ്ണമായിട്ട് വായിക്കുന്നു. പക്ഷെ അവരുടെ കോപം പോകുന്നില്ല, അവരുടെ അസൂയ പോകുന്നില്ല, അവരുടെ പിശുക്ക് പോകുന്നില്ല, അല്ലെങ്കിൽ ധൂർത്ത് പോകുന്നില്ല, അവരുടെ അഹങ്കാരം പോകുന്നില്ല, അവരുടെ മത്സരബുദ്ധി പോകുന്നില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, ഒരു മരുന്ന് കുപ്പി കയ്യിൽ പിടിച്ചുകൊണ്ട് ഈ രോഗങ്ങളൊന്നും മാറില്ല, അതിലെ മരുന്നെടുത്ത് കഴിക്കണം. രാമായണം അങ്ങനെയാണ്. വായന ചിന്തയാകണം, ചിന്ത ആചാരമാകണം, ആചാരം സ്വഭാവമാകണം. അല്ലാത്ത ആചാരമൊക്കെ ദുരാചാരം. അതുകൊണ്ട് എത്ര വരി തള്ളി, ഇത്ര അക്ഷരം തള്ളിയതുകൊണ്ട് രാമായണം കയ്യിൽ വരില്ല. ഹനുമാൻ സ്വാമി ജപിക്കണം നേരം നോക്കി വായിക്കാണ്ടിരുന്നോൾ നിങ്ങൾ ജീവിതകാലം മുഴുവൻ വായിക്കാണ്ടിരിക്കുക നല്ലത്. കാരണം അദ്ദേഹം സദാ ജപിച്ചുകൊണ്ടിരിക്കുന്നു. ഇങ്ങനത്തെ മണ്ടത്തരങ്ങളൊന്നും പോയിട്ട് പെടരുത്. തെക്കോട്ട് നോക്കിയോ വടക്കോട്ട് നോക്കിയിട്ടോ ഇരിക്കണമെന്നൊന്നും പറയരുത്. ഏത് ദിക്കും പണ്ട് അവയാർ കാല് നീട്ടിയിരുന്നവിടെ ഒക്കെ ശിവലിംഗം വന്നു. ശിവനില്ലാത്തൊരു സ്ഥലം പോലും കാല് നീട്ടാൻ ഞാൻ കാണില്ല പറഞ്ഞു. അതുമാതിരി ആവണം. എവിടേക്ക് നോക്കിയിരുന്നാലും ഭഗവാനെ നമുക്ക് ലഭിക്കും എന്നുള്ളത് സത്യമാണ്. അത് ജീവിതത്തിൽ കൊണ്ടുവരിക. ഒരു ദിവസം വായിച്ചൊരു വരി രാമൻ ഒരിക്കലും വാക്ക് തെറ്റിച്ചില്ല എന്നാണെന്നുണ്ടെങ്കിൽ അത് വേറൊരു വരിയായിട്ട് കടന്നു പോരുത്. നമ്മൾ കൊടുത്ത വാക്ക് നമ്മൾ പാലിച്ചിട്ടുണ്ടോ നോക്കുക. ആ പാലിക്കുമ്പോൾ ആ വരി നമ്മുടെ സ്വഭാവമായിട്ട് മാറും. വായിച്ചത് സ്വഭാവത്തിൽ വരുമ്പോഴാണ് വായിച്ചത് പൂർണ്ണതയാവുക. അപ്പോഴേ രാമായണം വായിച്ച് സമർപ്പിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റൂ. അല്ലെങ്കിൽ സമർപ്പണമാവില്ല. ആ മാറ്റമാണ് രാമായണത്തിൻ്റെ പൂർണ്ണത, അതിൻ്റെ ഗുരുത്വം. അതേപോലെ കുടുംബാംഗങ്ങൾക്കൊക്കെ പറ്റുന്നവർക്കൊക്കെ ചേരാം. പരിഹസിക്കുന്നവരുണ്ടാവും, സാരമില്ല, അവരുടെ നന്മയ്ക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക, അവർക്ക് വേണ്ടിയും വായിക്കുക. കർക്കിടകത്തിൽ നമ്മൾ ചോദിക്കേണ്ട ചോദ്യങ്ങൾ ചോദിക്കുക. നമ്മൾ സത്യം സംസാരിക്കണ്ടോ, ദിവസവും നന്ദി പ്രകടിപ്പിക്കണ്ടോ, പരസ്പരം ബഹുമാനിക്കണ്ടോ, ഒരുമിച്ച് പ്രാർത്ഥിക്കണ്ടോ, പെട്ടെന്ന് ക്ഷമിക്കണ്ടോ, ക്ഷമിക്കാതിരിക്കുക. അതൊക്കെ വലിയ ക്വാളിറ്റിയാണ്. ഞാൻ അങ്ങനെയൊന്നും ക്ഷമിക്കില്ല എന്നൊക്കെ പറയും ചിലർ. വിഡ്ഢികളാണ് അവർ. ഡിസിപ്ലിനേറിയൻസിൻ്റെ വേഷം കിട്ടുന്ന പലരും പമ്പര വിഡ്ഢികളാണ്. അവർ ഭഗവാനെ അറിഞ്ഞിട്ടല്ല, ആചാരത്തിൻ്റെ പേരിലാണെങ്കിലും യാഥാസ്ഥിതികതയുടെ പേരിലാണെങ്കിലും അല്ലെങ്കിൽ അച്ചടക്കത്തിൻ്റെ പേരിൽ എന്തിനാണെങ്കിലും പൊള്ളയായിട്ടുള്ള കടുംപിടുത്തങ്ങൾ ഒരാളെയും ഈശ്വരനിൽ എത്തിക്കില്ല. കാരണം ഭഗവാൻ ഫ്ലെക്സിബിൾ ആയില്ലായിരുന്നെങ്കിൽ നമ്മളൊന്നും ഈ ഭൂമണ്ഡലത്തിൽ മര്യാദയ്ക്കിരിക്കില്ലായിരുന്നു. നമ്മൾ ചെയ്തു വെക്കണ ഓരോ കാര്യങ്ങൾക്ക് ഭഗവാൻ ഇതേ കാർക്കശ്യം കാണിച്ചിരുന്നെങ്കിൽ തലമുറകളെ ഇല്ലാണ്ടായിട്ടുണ്ടാവും. മനുഷ്യവംശമേ ഭൂമിയിൽ നിന്ന് ഇല്ലാണ്ടായി പോയിട്ടുണ്ടാവും എന്നോ. പിന്നെ ഒരുമിച്ച് പ്രാർത്ഥിക്കുക. അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് ആർക്കും ഇല്ല. നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്ന് ഉണ്ണും, ഒരുമിച്ച് പ്രാർത്ഥനയില്ല. ഹിന്ദുവിൻ്റെ ഏറ്റവും വലിയ കുറവതാണ് കൂട്ടപ്രാർത്ഥന ഇല്ലായ്മ. അത് വളർത്തിയെടുക്കണം. ഏത് ദേവതയെ വിളിക്കുകയാണെങ്കിലും വീടുകളിൽ, അത് ഞാൻ പല സ്ഥലത്തും ആവർത്തിച്ച് പറയാറില്ല. കാളിയാണെങ്കിലും മഹാദേവനാണെങ്കിലും നാരായണനാണെങ്കിലും കൃഷ്ണനാണെങ്കിലും ശ്രീരാമസ്വാമിയാണ്, എവിടെയും കൂട്ടപ്രാർത്ഥനയ്ക്ക് വലിയൊരു പങ്കുണ്ട്. നാമം ജപിക്കൽ മാത്രമല്ല, ഒരു ദേശത്തിന് ഇപ്പോൾ ഒരു സമുദായത്തിൽ ഒരാൾ വയ്യാണ്ട കിടക്കുകയാണ്, ആ വ്യക്തിയോടുള്ള ദ്വേഷവും മറന്നിട്ട് ആ ഗ്രാമത്തിലുള്ളവർ ഭഗവാന്റെ മുന്നിൽ പോയിട്ട് ആ വ്യക്തിക്ക് വേണ്ടിയിട്ട് ഒരു സഹസ്രനാമം വായിച്ച് കൂട്ടായിട്ടൊന്ന് പ്രാർത്ഥിച്ചു നോക്കൂ.
ഏത് ഹോമം കഴിക്കണേക്കാട്ടിൽ ശക്തിയാണ് ആ വ്യക്തി എഴുന്നേറ്റ് വരണം നമുക്ക് കാണാൻ പറ്റും. അപ്പം പറയരുത് അയ്യോ അയാൾ എണീക്കാണ്ടിരിക്കുകയാണ് നല്ലതെന്ന് പറയരുത്. നമ്മുടെ കുട്ടികൾ നമ്മളിൽ നിന്ന് നല്ല മൂല്യങ്ങൾ പഠിക്കണ്ടോ? ഇതിനൊക്കെ ഉപരി കഴിഞ്ഞ വർഷം രാമായണക്കാലത്തെക്കാട്ടിലും കൂടുതൽ സമാധാനമുള്ളവരായിട്ട് നമ്മൾ മാറിയോ അതോ നമ്മുടെ സമാധാനം കൂടുതൽ പോയോ? ഇതും നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ഈ ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ട് അതിൻ്റെ ഉത്തരം അതേന്നാണെന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോളൂ കൂടപ്പുറപ്പുകളെ, ശ്രീരാമസ്വാമി നിങ്ങളുടെ വീട്ടിൽ വന്നു കഴിഞ്ഞു. അത് ഉറപ്പാണ്. അതുകൊണ്ട് ഓരോ കുടുംബവും ലളിതമായിട്ടുള്ള സാധനങ്ങൾ ചെയ്യുക. ഒരു വിളക്ക് വയ്ക്കുക, ദീപമില്ലാണ്ട് അഗ്നി ഇല്ലാണ്ട് ജപിക്കരുത്. എല്ലാ ദിവസവും കുറച്ച് ചെറിയൊരു ഭാഗമെങ്കിലും 2 വരിയെങ്കിലും 4 വരിയെങ്കിലും കുടുംബത്തിലെ ഒന്നിച്ചിരുന്ന് ജപിക്കാൻ പറ്റുന്നവരൊക്കെ ഒന്നിച്ചിരുന്ന് ജപിക്കാം. 4 വരി ഒന്നിച്ചിരുന്ന് വായിക്കാനുള്ള സമയമില്ലാത്തവരാരും കാണില്ല. വായനയ്ക്ക് ശേഷം എണീച്ച് ഓടരുത്. 5 മിനിറ്റ് നിശബ്ദമായിട്ട് ഇരിക്കുക. ഓരോരുത്തരും അന്നന്നത്തെ പാഠം പങ്കുവയ്ക്കുക. ധൃതിയിൽ വായിക്കരുത്. അക്ഷരസ്ഫുടതയോടെ വായിക്കുക. വായിക്കുമ്പോൾ പാഠഭാഗം വായിക്കുമ്പോൾ നമുക്ക് ഭക്തി കൊണ്ട് കരച്ചിൽ വരികയാണ്, അല്ലെങ്കിൽ നമ്മുടെ വ്യക്തി ജീവിതത്തിലുള്ളൊരു ദുഃഖം ഓർമ്മ വന്നിട്ട് കരച്ചിൽ വരികയാണെങ്കിൽ വായിക്കരുത്. കരഞ്ഞു തീർക്കുക. അടുത്ത് വെള്ളം വെച്ചിട്ടുണ്ടാവുമല്ലോ, കുറച്ച് വെള്ളം വെച്ചാൽ കണ്ണ് തുടയ്ക്കുക. കണ്ണീര് അശുദ്ധിയാണ്. എന്ത് ഭക്തിയുടെ പേരിലാണെങ്കിലും പാരായണത്തിൽ ഒന്ന് തളിച്ചിട്ട് വീണ്ടും വായിക്കുക. ചിലപ്പോൾ വീണ്ടും കരച്ചിൽ വരും. രാമാന്ന് മുഴുവൻ വായിൽ വരില്ല. ബാലി പറഞ്ഞ മാതിരി ഒരു മൊഴി രാമാന്നൊരു മൊഴി പറയാൻ പോലും പണിയായി എന്നാ പറയുന്നത്. എനിക്ക് വരുന്നില്ല രാമ എന്ന് പറയാൻ പറ്റില്ല, എന്നിട്ടാ പ്രാണം പോണത്. അങ്ങനെ സംഭവിക്കണം. അതുകൊണ്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുക. ഓരോരുത്തരും അന്നന്ന് പഠിച്ചൊരു പാഠം പങ്കുവയ്ക്കുക. ഞാൻ എന്താ പഠിച്ചത്, നീ എന്താ പഠിച്ചത് എന്ന് പങ്കുവയ്ക്കുക. പാരായണത്തിന് മുമ്പും ശേഷവും അനാവശ്യ തർക്കങ്ങൾ കുറഞ്ഞത് 30 ദിവസമെങ്കിലും വീട്ടിൽ തമ്മിതല്ലില്ലാണ്ടിരിക്കാൻ നോക്കുക. ലളിതമായിട്ടുള്ള ആഹാരം കഴിക്കുക. ദിവസം മുഴുവൻ സ്നേഹത്തോടെ സംസാരിക്കുക. ശ്രീരാമ ജയരാമ ജയ ജയരാമ എന്ന് ഹനുമാൻ സ്വാമി നിരന്തരം ജപിക്കണ മന്ത്രം, സ്വാമി ജപിക്കണ മന്ത്രമാണ് ശ്രീരാമ ജയരാമ ജയ ജയരാമ. ആ മന്ത്രത്തെ കുറച്ചെങ്കിലും ഒന്നിച്ച് ജപിക്കുക. പരുഷമായിട്ടുള്ള വാക്കുകൾ അറിയാണ്ട് പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ രാത്രി ഉറങ്ങണതിന് മുമ്പ് അന്യോന്യം ക്ഷമ ചോദിക്കുക. ഭാര്യ ഭർത്താവ് ചീത്ത വിളിച്ചു, അടുക്കള ചെന്ന് പറയുക ഞാൻ നിന്നെ പറഞ്ഞു ക്ഷമിക്കുക, തിരിച്ച് ഞാൻ നിങ്ങളെ ഇങ്ങനെ പറഞ്ഞു ക്ഷമിക്കുക, നിങ്ങൾ ഉപ്പിട്ട് ചായ കുടിച്ചാൽ മതി എന്നെങ്ങാനും പറഞ്ഞുകൊണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് പറയുക. അങ്ങനെയൊക്കെ അന്യോന്യം പറഞ്ഞ് അവിടെ അത് അവസാനിച്ചു. പിറ്റേ ദിവസത്തേക്കത് കൊണ്ടുപോരും. ജോലിസ്ഥലത്തും ഇതേപോലെ. അതുകൊണ്ട് ഒരു വീടിൻ്റെ അലങ്കാരം എന്ന് പറയുന്നത് പരസ്പരമുള്ള ബഹുമാനവും ദയയാണ്, അല്ലാണ്ട് അലങ്കാരം പൂക്കളല്ല എന്ന് മനസ്സിലാക്കുക. കൃതജ്ഞതയാണെന്ന് മനസ്സിലാക്കുക. ഐക്യമാണെന്ന് മനസ്സിലാക്കുക. ധർമ്മമാണെന്ന് മനസ്സിലാക്കുക. ധർമ്മത്തിൻ്റെ ആർക്കിടെക്ചറാണ് ഒരു വീടിൻ്റെ ഭംഗി. പുറത്ത് ആർക്കിടെക്ചർ എസ്തെറ്റിക്കലി ഗുണമാണെങ്കിലും അകത്ത് ധർമ്മം ഇല്ലെങ്കിൽ ആ ആർക്കിടെക്ചർ കൊണ്ട് ഗുണമില്ല എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് ഇതെല്ലാം അകത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സാധാരണ വീട് പോലും പതുക്കെ പതുക്കെ അയോധ്യയാവും. ഓരോ വീടും അയോധ്യയായാൽ ആ ഗ്രാമം മുഴുവൻ അയോധ്യയാവും. ഓരോ ഗ്രാമം അയോധ്യയായാൽ സമൂഹം മുഴുവൻ ധർമ്മം നിറഞ്ഞിട്ടുള്ള പുണ്യഭൂമിയായിട്ട് മാറും. ഒരു ദീപം മറ്റൊരു ദീപത്തിനെ കൊളുത്തുന്നത് പോലെ ഓരോ വീട്ടിലെ വെളിച്ചം അയൽ വീട്ടിലേക്കും സമൂഹത്തിലേക്കും പടരും. ഓരോ കർക്കിടക രാമായണവും നമ്മൾക്ക് വെറുതെ രാമായണം വായിക്കണ മാസം മാത്രമാവാതെ നമ്മുടെ ജീവിതത്തിലേക്ക് ശ്രീരാമസ്വാമിയെ കൊണ്ടുവരാനുള്ള അവസരമായിട്ട് മാറട്ടെ എന്ന് പ്രാർത്ഥിക്കണം. എല്ലാവരെയും ആ പൊന്നു ഗുരുവായൂരപ്പൻ ശ്രീരാമചന്ദ്രൻ മനസ്സ് നിറഞ്ഞ് നിങ്ങളെല്ലാവരെയും, നിങ്ങളുടെ കുടുംബങ്ങളെയും, നിങ്ങളുടെ തലമുറകളെയും, നിങ്ങളുടെ ഈ ഗ്രാമത്തിനെയും ഇവിടുത്തെ ധർമ്മത്തിനെയും നിറഞ്ഞ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി നിങ്ങളെല്ലാവരെയും ഗുരുവായൂരപ്പനായിട്ട് കണ്ട് മനസ്സുകൊണ്ട് സാഷ്ടാംഗം നമസ്കരിക്കുന്നു. ഞാൻ എന്തെങ്കിലും തെറ്റുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ മാത്രം തെറ്റാണ്. ഞാൻ എന്തെങ്കിലും നല്ലത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പൊന്നു ഗുരുവായൂരപ്പൻ പറയിപ്പിച്ചിട്ടുള്ളതാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ രാമായണ മാസം തുടങ്ങുന്നതിന് മുമ്പുള്ള രാമായണ പ്രഭാഷണത്തിനെ സീതാരാമസ്വാമിയുടെ തൃപാദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് പൊന്നു ഗുരുവായൂരപ്പനെ സാക്ഷിയാക്കിയിട്ട് സമർപ്പിക്കുന്നു. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ഗുരുവായൂരപ്പ സന്തോഷിക്കണേ സർവേശ്വര. ജാനകീകാന്തസ്മരണം സർവേശ്വര.